Numerous names fit the definition of a trainer, and of those names, Mr. Praveen Verghese Thomas surely makes the cut. This art ambassador turned activist finds a unique way to reach out to the minds of multitudes, and that is psychodrama. Drama as a therapy to mend the broken hearts in the society. We would definitely love to listen to this drama therapy, sir. And through this instrument, he would be helping young adults like you to be oriented in the right way in your personal as well as professional lives. And that is exactly why we brought him out today to speak to you. And joining us now, Mr. Praveen Verghese Thomas, the epitome of maybe motivation, which you will come to know it yourself in a few minutes. Welcome, sir. Thank you, and good morning, everyone. I just want to check whether I'm audible to everyone, whether I'm visible to everyone. If someone can. Yes, sir, you are audible, and we can see you as well. Right. Yes, fine. So, ഇനി നമ്മുടെ സമയമാണ്. നമ്മൾ ഒരുമിച്ച് കുറച്ച് സമയം ചെലവഴിക്കാൻ പോവാണ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും മോട്ടിവേഷന് വേണ്ടി ആഗ്രഹിച്ച് ആ വാക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. കാരണം അത് ചില മനുഷ്യർക്ക് വേണ്ടി കൊടുത്തത് ആള് മോട്ടിവേറ്റഡ് ആണ് എന്ന് പറയുന്ന സത്യത്തിൽ ഇറ്റ്സ് നോട്ട് ആപ്റ്റ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് ഞാൻ വഴിയെ പറയാം, എന്താണ് എങ്ങനെയാണെന്ന് ഞാൻ വഴിയെ പറയാം. ഞാൻ ഈ സമയം ആഗ്രഹിക്കുന്നത്, ഈ അടുത്ത കുറച്ച് സമയം ഞാൻ ആഗ്രഹിക്കുന്നത്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് കോളേജ് ലൈഫ്. കാരണം പല സ്ഥലങ്ങളിലായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്, ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്, ഫോണിലും ലാപ്ടോപ്പിലും ഒക്കെ ആയിട്ടാണ്. ഒരു പക്ഷെ വലിയൊരു സ്ക്രീനിൽ കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക, along with your teachers. സോ അങ്ങനെയാണ് കുറച്ചുപേര് കാണുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ചുപേര് ലാപ്ടോപ്പും ഫോണിലും ഒക്കെ ആയിട്ടാണ് കാണുന്നതെന്നും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു സമയത്ത് ക്യാമ്പസിനെ പറ്റി പറയാന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഹാർഡ്. നമുക്കത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്, പറയാനും ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ കോളേജ് അങ്ങനെ ആയിരുന്നു, നിങ്ങളുടെ കോളേജ് ഇങ്ങനെ ആവണം എന്നൊക്കെയാണ് ഒരുപക്ഷെ നമ്മുടെ അധ്യാപകർ നമ്മളോട് വന്ന് പറയുന്നത്. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ്, ഞാൻ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, കോളേജ് ലൈഫ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെ അടിച്ചു പൊളിക്കണം. അല്ലെ, ആ അടിച്ചുപൊളിക്ക് പല ഡെഫിനിഷൻസ് ആണ്. ചിലര് അതിനെ എന്താ പറയുക, പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, ചിലർ അതിനെ ആർട്സ് പരമായിട്ട്. നേരത്തെ നമ്മളോട് സംസാരിച്ച ബഹുമാനപ്പെട്ട സാർ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളിലും ഈ കോളേജ് സഹായിച്ചു. പലരെയും പല രീതിയിലാണ് ഒരു ക്യാമ്പസ് സഹായിക്കുന്നത്. പ്രണയിക്കാൻ പലരെയും പഠിപ്പിക്കുന്ന ഒരിടമാണ്, എഴുതാൻ പഠിപ്പിക്കുന്ന ഒരിടമാണ്. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും യാത്ര ചെയ്യുന്ന ഇഷ്ടമാണെന്ന് എനിക്കറിയാം. കോവിഡ് ആയതുകൊണ്ട് തന്നെ ആ യാത്രയുടെ പരിമിതി ഉണ്ടെങ്കിൽ പോലും യാത്രയെ ഉള്ളിൽ താലോലിക്കുന്നവരാണ് എല്ലാ കുട്ടികളും, എല്ലാ യങ്സ്റ്റേഴ്സും എന്ന് എനിക്കറിയാം. യാത്ര ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരിടമാണ് ക്യാമ്പസ്. അപ്പൊ ഇതിനെല്ലാം ക്യാമ്പസിനെ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ എന്റെ ചില പെർസ്പെക്റ്റീവ്സ് ഞാൻ പറയും, ചില പോസിബിലിറ്റീസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവാണ്. പഠിക്കാൻ മാത്രമല്ല, ആൺകുട്ടികളോട് പ്രത്യേകം പറയുകയാണ്, ബൈക്കിൽ യാത്ര ചെയ്യാനും ആ യാത്ര ഗുണമുള്ളതാക്കി മാറ്റാനും, നിങ്ങൾ ഒരു എഴുത്തുകാരനോ ഒക്കെ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പോസിബിലിറ്റീസ് ഈ ലോകത്തിൽ ഇനി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അത്തരം ഓപ്പർച്യൂണിറ്റീസ് എവിടെയാണുള്ളത് എന്നൊക്കെ ഒന്ന് സംസാരിക്കാനും, ക്യാമ്പസ് ലൈഫിൽ നന്നായിട്ട് പഠിക്കാൻ, നന്നായിട്ട് പ്രണയിക്കാൻ, നന്നായിട്ട് അധ്യാപകരോട്, മാതാപിതാക്കളോട്, അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകളിൽ നമ്മളെ അവർ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വിധത്തിലേക്ക് എങ്ങനെ നമുക്ക് മാറാം എന്നൊക്കെയുള്ള ചില കാര്യങ്ങളാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്താണ് നിങ്ങൾ നിൽക്കുന്നത്. സ്കൂൾ കഴിഞ്ഞു കോളേജിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഈ കോളേജിന്റെ പടിയിലേക്ക് കടക്കാൻ ചിലപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് പല ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നിരുന്നാലും ആ ലിമിറ്റേഷൻസ് ഒക്കെ നമുക്ക് മാറി മാറി വരികയാണ്. ക്യാമ്പസ് പതിയെ തുറക്കുകയാണ്. അപ്പോ ഞാൻ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ going to tell you what is a campus life. എന്റെ പെർസ്പെക്റ്റീവിലല്ല, ചില ഓപ്പർച്യൂണിറ്റീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. നിങ്ങളാണ് നിങ്ങളുടെ ക്യാമ്പസ് ലൈഫ് എഴുതാൻ പോകുന്നത്. നമ്മുടെയൊക്കെ സിനിമയിലെ നമ്മളാണ് നായകൻ എന്ന് പറയുന്ന പോലെ, അവനവന്റെ സിനിമയിൽ അവനവനാണ് നായകൻ എന്ന് പറയുന്ന പോലെ, നായകനാവാൻ, നായികയാവാൻ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. എല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, ഈ പറഞ്ഞ പോലെ എഴുതാൻ ആഗ്രഹമുള്ളവർക്ക്, യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക്, പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക്, പണത്തിന്റെയും അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ ചുറ്റുപാടുകളുടെയും പരിമിതികൾ കൊണ്ട് നമ്മൾ ചിലപ്പോൾ വലിയ സ്വപ്നങ്ങൾ കാണാതിരുന്നിട്ടുണ്ട്. അതിന് ഒക്കെ ഒരുപക്ഷെ ഒരല്പം വ്യത്യാസം വരുന്ന രീതിയിൽ ചില ഓപ്പർച്യൂണിറ്റീസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവാണ്.
ഇതിനെ ഒരു മോട്ടിവേഷൻ ആയിട്ടൊന്നും കാണരുത്. കാരണം മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ക്ലാസ് കഴിയുമ്പോൾ തീർന്നു പോകും. നമ്മൾ ആ ക്ലാസ് കേൾക്കുമ്പോൾ വലിയ അത്ഭുതത്തോടെ കുറെ നേരം ഇരുന്ന് കേൾക്കും. ഒയ്യോ, ഭയങ്കര എനർജി ഒക്കെ ഫീൽ ചെയ്യും. പക്ഷെ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ അതിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്താ പറയാ, നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എനിക്കറിയാം, നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ, മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ട്, മോട്ടിവേറ്റേഴ്സിന്റെ, ഈ പറഞ്ഞ പോലെ മോട്ടിവേറ്റേഴ്സിന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ട്, വിച്ച് ആക്ച്വലി ഡസൻ വർക്ക്. ഞാൻ നിങ്ങളോട് ഒരു ചെറിയ ഉദാഹരണം പറയാം. അത് പറഞ്ഞു തുടങ്ങിയിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ എന്റെ കോളേജിൽ, ബെസേലിയസ് കോളേജ്, കോട്ടയം കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വലിയ പ്രഗത്ഭരായിട്ടുള്ള മനുഷ്യര് ഞങ്ങളോട് വന്ന് സംസാരിക്കും. കോളേജിന്റെ ആദ്യത്തെ സമയം, ആ സമയമാണ് നമ്മൾ ഓറിയന്റ് ആവുന്നത്, ആ സമയത്താണ് നമ്മൾ കോളേജിനെ പറ്റി അറിവുണ്ടാകുന്നത്. ഇപ്പൊ വലിയ പ്രഗത്ഭരായിട്ടുള്ള മനുഷ്യർ വരും. അത്തരം ഒരു ക്ലാസ്സിൽ, ഒരു മോട്ടിവേഷൻ സെഷനിൽ, ഞാൻ അത് എപ്പോ സംഭവിച്ചു, എവിടെ സംഭവിച്ചു എന്ന് പറയുന്നില്ല, പകരം ഒരു മോട്ടിവേഷൻ തരുന്ന ഒരാള് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയാണ് അയാളെ ടാഗ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അയാൾ വന്നു, എന്നെ പോലല്ല, നല്ല സൂട്ടൊക്കെ ഇട്ട്, കോട്ടൊക്കെ ഇട്ട്, കണ്ടാൽ തന്നെ ഇതാര സംഭവം, ഈ സംഭവങ്ങളായിട്ടുള്ള മനുഷ്യരുടെ പിന്നാലെയാണ് പോകുന്നത്. അതിന്റെയൊക്കെ പ്രശ്നം നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ ന്യൂസിലൊക്കെ അറിയുന്നുണ്ട്. മോൺസൺ എന്ന് പറയുന്ന ഒരാള് ഒരുപാട് പേരെ പറ്റിച്ച കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും കൊള്ളാം, ഈ ക്ലാസ്സിൽ വന്ന ആള് വളരെ രസകരമായിട്ടൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത്, ഒരു മൈക്കൊക്കെ അന്ന് ഒരു എന്താ പറയാ, ഒരു കോഡ്ലെസ് മൈക്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ട് ഞാൻ കൂടി പുള്ളിയെ നോക്കുകയാണ്. പുള്ളിയുടെ ഷൂ മുതൽ പാന്റ്, അങ്ങനെ ഇട്ടിരിക്കുന്ന ഷർട്ട്, കയ്യിലിട്ടിരിക്കുന്ന കാര്യങ്ങള്, പുള്ളിയുടെ ആ പെർസോണ ഞാൻ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നു. പുള്ളി ഇങ്ങനെ ഘോര പറയുന്നുണ്ട്, നന്നായിട്ട് പഠിക്കണം, വിജയിക്കുന്നവരുടെയാണ്, ജയിക്കാനുള്ള 100 വഴികൾ. ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ബേസിക് അല്ല, നമുക്ക് ആവേശം തരുന്ന കാര്യങ്ങൾ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ എനിക്കിങ്ങനെ ബാക്കിലിരുന്ന്, ഞാനിങ്ങനെ കോളേജ് ലൈഫിനെ പറ്റി വലിയ സ്വപ്നം കണ്ടിട്ടില്ല. കോളേജിൽ പോയി തകർക്കണം, വലിയൊരാളാവണം, കോളേജ് ലൈഫ് അടിച്ചു പൊളിക്കണം, അങ്ങനെ ചിന്തയൊന്നുമില്ല. എനിക്ക് കോളേജ് എന്താണെന്ന് പോലും അറിയില്ല. നിങ്ങളെ പോലെ തന്നെ കേട്ടിട്ടുണ്ട്, സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്, അടിച്ചു പൊളിക്കുന്നു, ബൈക്കിൽ പോകുന്നു, കറങ്ങുന്നു, ക്യാൻറ്റീനിൽ പോയിരിക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് പകരം അദ്ദേഹം പറയാണ് ലോകം വിജയിക്കുന്നവരുടെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ, അയ്യോ ശരിയല്ലേ, ചെയ്യണം. ക്യാമ്പസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് സൂപ്പർ ഒരാളാണ്. ഇതെല്ലാം ആഗ്രഹത്തോടെ, അല്ലെങ്കിൽ അദ്ദേഹം ആ പറയുന്ന സമയത്ത് ഈ ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ ജനിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു മോട്ടിവേറ്റർ ആണ്. അദ്ദേഹത്തെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നു, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ടൈം ടേബിൾ ഉണ്ടാക്കി, നിങ്ങൾക്കൊരു ടൈം ടേബിൾ വേണം, ചിട്ടയായ ഒരു ജീവിതശൈലി വേണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. കാരണം ഇത്രയേ ഉള്ളൂ, കാരണം ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ക്ലാസ് കേൾക്കുമ്പോഴോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധ്യാപകനോട് സംസാരിച്ചു കഴിഞ്ഞോ ഒരു ആവേശമൊക്കെ തോന്നും. ചില സിനിമകളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഓക്കെ നെറ്റ്വർക്കിന് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, ഐ ഹോപ്പ് now it works and yeah, so I'm continuing. അപ്പൊ നമ്മുടെ ഈ മോട്ടിവേറ്റർ ഇങ്ങനെ വളരെ വിശാദം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിശദീകരിച്ച് ടൈം ടേബിളിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടൈം ടേബിൾ എന്താണ്, നല്ല ചിട്ടയായ ജീവിത ശൈലി വേണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ മുഖം ഏകദേശം ഒരു സെക്കൻഡ് ലാസ്റ്റ് റോയിലാണ് ഇരിക്കുന്നത്. ഞാൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലാണ് പഠിക്കുന്നത്. ഇംഗ്ലീഷാണ് എന്റെ BA കോഴ്സ്. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് അദ്ദേഹത്തെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ലാസ്റ്റ് ബെഞ്ചിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഈ ടൈം ടേബിളിനെ പറ്റി പറയുന്നത് കേട്ടപ്പോ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പൊ എന്റെ മുഖം മാറിയിട്ടാണോ, അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ചില കുട്ടികളെ പിക്ക് ചെയ്യുമല്ലോ. യെസ്, ഇനി നിങ്ങൾ സംസാരിക്കൂ, പറയൂ എന്ന് ഒരു ആവേശമൊക്കെ തരുമല്ലോ മോട്ടിവേഷൻ സ്പീക്കേഴ്സ്. അപ്പൊ അതുപോലെ അദ്ദേഹം ഇങ്ങനെ പിക്ക് ചെയ്തു. യെസ്, താങ്കൾക്ക് എന്തോ പറയാനുണ്ടല്ലോ, പേരെന്താണ്? ഞാൻ എഴുന്നേറ്റ്, പ്രവീൺ. അപ്പൊ ഇടത് സൈഡില് പെൺകുട്ടികൾ ഇരിക്കുകയാണ്, വലത്തെ സൈഡിലാണ് ബോയ്സിന്റെ കോളം. അപ്പോ പെൺകുട്ടികളൊക്കെ എന്നെ നോക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു പേടിയും ഒരു വിഷമവും ഒക്കെ എനിക്കുണ്ട്. എന്നാൽ നോക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഒരു സുഖമുണ്ട്. കാരണം നേരത്തെ ഇത്രയും വലിയ ക്രൗഡിന്റെ ഇടയിൽ ചിലപ്പോൾ അവരെന്നെ കണ്ടു കാണില്ല. ഫൈൻ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, എന്റെ മോട്ടിവേറ്റർ അധ്യാപകൻ ഈ പറഞ്ഞ പോലെ ടൈം ടേബിളിനെ പറ്റി വാചാലനാകുന്ന സമയമാണ്. അപ്പൊ ഞാൻ ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്ത്, മോട്ടിവേറ്റേഴ്സ് സംസാരിക്കുന്ന സമയത്ത് നമുക്കൊരു ആവേശം തോന്നും. നമ്മൾ ഒരു ടൈം ടേബിൾ ഒക്കെ എഴുതി ഭിത്തിയിലൊട്ടിക്കും, ടേബിളിലൊട്ടിക്കും. ആദ്യത്തെ ദിവസം ഭയങ്കര ആവേശമാണ്. യെസ്, ഐ എം ഗോയിങ് ടു ഡു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ആവേശമൊക്കെയാണ്. തകർക്കണം എന്നൊക്കെയുള്ള ഒരു ആവേശം മനസ്സിലുണ്ട്. പക്ഷെ 1, 2, 3, 4, 5 ദിവസം കഴിയുമ്പോൾ, സേ അബൌട്ട് 1 വീക്ക് കഴിയുമ്പോൾ, ഒരാഴ്ച കഴിയുമ്പോൾ, ഞാൻ ഇങ്ങനെ ഈ ടൈം ടേബിളിൽ ഒട്ടിച്ചിരിക്കുന്ന ഈ ടൈം ടേബിൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും.
അതിൽ എനിക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയുടെ പേരൊക്കെ ഇങ്ങനെ എഴുതാൻ തുടങ്ങി, എൻ്റെ പേര് എഴുതാൻ തുടങ്ങി, പിന്നെ കൂട്ടുകാരുടെ പേര് എഴുതാൻ തുടങ്ങി. ആ ടൈം ടേബിൾ പിന്നെ ടൈം ടേബിൾ അല്ലാതെയായി മാറി, എൻ്റെ ഒരു പോസ്റ്റർ പോലെയായി. ഭിത്തിയിലെ ടൈം ടേബിൾ പിന്നെ ഞാൻ നോക്കുന്നേ ഇല്ല. അപ്പൊ ആ മോട്ടിവേഷൻ അതുകൊണ്ട് അവസാനിച്ചു. എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഈ ക്ലാസ്സിലിരുന്ന് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ സൂം പ്ലാറ്റ്ഫോമിലൊക്കെ ഇരുന്ന് കേൾക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ കേൾക്കും, ഭയങ്കര ആവേശമാണ്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ പല വഴി കൂടെ അതങ്ങ് പോകും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ അധ്യാപകൻ, എന്റെ മുമ്പിലിരിക്കുന്ന എന്റെ അധ്യാപകൻ ഇങ്ങനെ ടൈം ടേബിളിനെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവീൺ, യു ലുക്ക് ഡിസ്റ്റർബ്, തനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പൊ എനിക്ക് അന്ന് ധൈര്യം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ എന്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന പെൺകുട്ടികൾ എന്നെ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ധൈര്യം ഉണ്ടായിട്ടല്ല, ബട്ട് ബിക്കോസ് ഓഫ് എന്റെ ആ സറൗണ്ടിങ്ങിൽ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് പെട്ടെന്ന് ചോദിക്കാൻ തോന്നി. അദ്ദേഹത്തോട് ചോദിച്ചു, സർ, ഞങ്ങളുടെ പല ലൈഫിന്റെ പല മേഖലയിൽ പലരും വന്നിങ്ങനെ സംസാരിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കുറച്ച് നാളൊരു മോട്ടിവേഷൻ ഒക്കെ ഉണ്ടാവും, പിന്നെ അതങ്ങ് പോകും സാറേ. സ്പീക്കറായിരുന്നു, അത് ലോകം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായി മാറിയത്, ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും പറയുന്നില്ല, എന്നൊന്ന് പറയാമെങ്കിൽ, താങ്കൾ ഉപയോഗിച്ച ഒരു ടൈം ടേബിൾ ഒന്ന് ഷെയർ ചെയ്യാമെങ്കിൽ വലിയ സന്തോഷമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ അവിടെ ക്ലാസ് എടുക്കാൻ വന്ന ചീഫ് ഗസ്റ്റ് എന്റെ മുഖത്തേക്ക് ഒരു 2 സെക്കൻഡ് നോക്കി. യെസ്, വെരി ഗുഡ്, ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു, എല്ലാവരും ഒന്ന് നോക്കി, നല്ലൊരു ചോദ്യം, മിടുക്കൻ, വെരി ഗുഡ്, നല്ലൊരു കൈയടി കൊടുത്ത എല്ലാവരും. അപ്പൊ എല്ലാവരും എനിക്ക് വേണ്ടി കൈയടിക്കുന്നു. ഇതൊരു ഗിമിക്സ് ആണ്, സാധാരണ നമ്മൾ ഈ പറയുന്ന മോട്ടിവേറ്റേഴ്സിന്റെ ഒരു ഗിമിക്സ് ആണ്. അവരിങ്ങനെ ആവേശം കൊള്ളിച്ച് പ്രകമ്പനം കൊള്ളിച്ച് സ്ഥലം വിട്ടുകളെ. അപ്പൊ ഇദ്ദേഹം എനിക്ക് വേണ്ടി കൈയടിപ്പിച്ച് എല്ലാവരെയും കൊണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാൻ ഇങ്ങനെ നോട്ടം ഇട്ടിരുന്ന ആളുകളൊക്കെ, പെൺകുട്ടികളൊക്കെ എനിക്ക് വേണ്ടി കൈയടിക്കും. ഞാൻ നല്ല ചോദ്യമൊക്കെ ചോദിച്ചു. ആദ്യത്തെ ദിവസം തന്നെ ക്യാമ്പസിൽ ഓറിയന്റേഷന്റെ സമയത്ത് തന്നെ താരമായി. പക്ഷേ പിന്നെ അദ്ദേഹം, ആ അധ്യാപകൻ, ആ മോട്ടിവേറ്റർ 1.5-2 മണിക്കൂറുകളോ സംസാരിച്ചു. ടൈം ടേബിളിനെ പറ്റി ഒരക്ഷരം പുള്ളി മിണ്ടിയില്ല, ഒരക്ഷരം മിണ്ടിയില്ല. ഇതെന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം, പലർക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഭയങ്കര മിടുക്കാണ്. അപ്പൊ നമ്മുടെ വീട്ടില് ഒരു ഗസ്റ്റ് വന്നു, അവരും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. 10ലാണോ? അയ്യോ, ജീവിതത്തിലെ പ്രധാനപ്പെട്ട കടമ്പയാണ്. +1 ആണോ? മിടുക്കിയായിട്ട് പഠിക്കണം. ഡിഗ്രിക്ക് ചേർന്നല്ലേ? ഇപ്പോഴേ നോക്കിക്കോണം കേട്ടോ, ഡിഗ്രി ഒന്നുമല്ല, ഇവിടെ റാങ്ക് ഉള്ളവർക്ക് ഒരു ജോലി കിട്ടുന്നില്ല കേട്ടോ, നന്നായിട്ട് പഠിച്ചോണം. നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിന് പോലും, എന്തിന് ഗസ്റ്റ്, നമ്മുടെ വീട്ടിലൂടെ കടന്നു പോകുന്ന ഒരാൾ പോലും നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, ഡിഗ്രി ആണ് കേട്ടോ, നന്നായിട്ട് പഠിച്ചോണം. ഇന്നത്തെ കാലത്ത് ഡിഗ്രി ഒന്നും വലിയ കാര്യമൊന്നുമില്ല. അവരുടെ ഒരു കാഷ്വൽ ലാംഗ്വേജിൽ അവർ നമ്മളോട് പറയും, നന്നായിട്ട് പഠിച്ചോണം. ഈ നന്നായിട്ട് പഠിച്ചോണം, നന്നായിട്ട് വളർന്നോണം എന്ന് പറയുന്നവരുടെ എണ്ണത്തിന് നമ്മുടെ നാട്ടിൽ ഒരു കുറവുമില്ല. പക്ഷെ എന്ത് ചെയ്യണമെന്ന് അവർ പറഞ്ഞു തരാറില്ല. അല്ലെങ്കിൽ എവിടെയാണ് ഒരു സ്കോളർഷിപ്പ് ഉള്ളത്, എവിടെയാണ് ഒരു ഫെലോഷിപ്പ് ഉള്ളത്, യാത്ര ചെയ്യുന്നത്, വ്ളോഗ് ചെയ്യുന്നത്, നാടകം അഭിനയിക്കുന്നത്, കവിതകൾ എഴുതുന്നത്, ഇതൊക്കെ ഇന്നത്തെ ഒരു വലിയ ഇന്നത്തെ അല്ല, എക്കാലത്തെയും വലിയൊരു പോസിബിലിറ്റിയാണ്. അതിനെപ്പറ്റി പറഞ്ഞു തരാൻ ഇവർക്ക് ആർക്കും അറിയില്ല. പക്ഷെ ഇവരെല്ലാം പറയും, കഷ്ടപ്പാടിലൂടെ, ബുദ്ധിമുട്ടിലൂടെ ടൈം ടേബിൾ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നിങ്ങളെ ലോകം അറിയുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളായിട്ട് മാറും എന്നൊക്കെ പറയാറുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തതല്ലാത്ത ഒരു കാര്യവും ഞാൻ നിങ്ങളോട് സംസാരിക്കില്ല. ഞാൻ നിങ്ങളെ ചില സ്കോളർഷിപ്പുകൾ പരിചയപ്പെടുത്തും. സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള സാധനമാണെന്ന് പറയാം. ലോകം മൊത്തം ചുറ്റാൻ, ലോകം മൊത്തം കറങ്ങാൻ, യാത്ര ചെയ്യാൻ, പല സ്ഥലങ്ങൾ കണ്ടുപഠിക്കാൻ ഇന്ന് ഫെലോഷിപ്പുകൾ അവൈലബിൾ ആണ്. അതിന് നിങ്ങൾ ഒരു നല്ല ഇംഗ്ലീഷ് സ്പീക്കിംഗ് എബിലിറ്റി ഉള്ള ഒരാളാവണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല മിടുക്കിയായ പഠിക്കാൻ കഴിവുള്ള ആള് എന്ന കാറ്റഗറിയിൽ പെടേണ്ട ആളാവണമെന്നില്ല. യാത്രകളെ ഇഷ്ടപ്പെടുന്ന, പടം വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന, കവിതകൾ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക്, കുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, അവരവരുടെ ഇഷ്ടങ്ങളും പഠനത്തിലെ ഇഷ്ടവും ഒപ്പം എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് ഒരുപാട് സ്കോളർഷിപ്പുകൾ, ഫെലോഷിപ്പുകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പന്റെയോ അമ്മയുടെയും 1 രൂപ പോലും വാങ്ങിക്കാതെ, അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാതെ ലോകം വാഴ്ത്തുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് വളരാം. അതിനുള്ള ചില പോസിബിലിറ്റീസും കാര്യങ്ങളും കൂടിയാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതല്ലാത്ത ഒരു കാര്യവും നിങ്ങളോട് സംസാരിക്കില്ല. ചില ഫെലോഷിപ്പുകൾ എനിക്കും കിട്ടിയിട്ടുണ്ട്. ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ്. എൻ്റെ പപ്പായ്ക്കും മമ്മിക്കും ഒരുപക്ഷെ ചില ഫെലോഷിപ്പുകളുടെ മുഴുവൻ പേരിന്റെ സ്പെല്ലിംഗ് പോലും, അല്ലെങ്കിൽ ആ മുഴുവൻ വാക്കിന്റെ അല്ലെങ്കിൽ ആ മുഴുവൻ വാക്ക് സ്പെൽ ചെയ്യാൻ പോലും അറിയില്ല. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്. അപ്പോ അവിടുന്ന് എനിക്ക് കിട്ടിയ ചില പോസിബിലിറ്റീസ് ഉണ്ട്. ഞാൻ കണ്ട ചില
പോസിബിലിറ്റീസ് ഉണ്ട്. യാത്ര ചെയ്യാൻ, വായിക്കാൻ, എഴുതാൻ, റിസർച്ച് ചെയ്യാൻ, അതെല്ലാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നു. ഇനി മറ്റൊരാളുടെ മുമ്പിൽ പോയിട്ട് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് തെണ്ടണ്ട. അത് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ അറിയാവോ, ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് ബികോം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, BA കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ക്യാമ്പസ് ലൈഫ് നല്ലതാക്കാൻ എന്തെങ്കിലും കോഴ്സോ ഈ സ്കോളർഷിപ്പോ ഫെലോഷിപ്പോ വല്ലതും ഉണ്ടോ? എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ലോകമൊക്കെ കാണണം. എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റിലെ പ്രധാനപ്പെട്ട കാര്യമാണ് ലോകം കാണുക എന്നുള്ളത്. അതിന് കാശ് വേണം, പപ്പയുടെ മമ്മയുടെ അനുവാദം വേണം, അപ്പനും അമ്മയും സ്നേഹത്തോടെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്ന, ഈവൻ കോളേജ് പോലും നിങ്ങളെ ആനയിച്ച് എയർപോർട്ടിൽ കൊണ്ടുവിടുന്ന ചില ഫെലോഷിപ്പുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും. വാചകം അടിച്ചിട്ട് പോകുന്ന ചില ആളുകളുണ്ട്, ചില മനുഷ്യരുണ്ട്, അവർ നമ്മളെ ഭയങ്കര വിസ്മയം കാണിക്കും. അയ്യോ. പക്ഷെ ഇന്ന് ഐ വോണ്ട് യുവർ നെക്സ്റ്റ് 1 hour 1.5 hour എന്നെ ഒന്ന് ഫോക്കസ് ചെയ്യുന്ന ഇതിനാണ്. എന്റെ ലൈഫിൽ ചെയ്തതായിട്ടല്ലാത്ത ഒരു കാര്യവും നിങ്ങളോട് ഞാൻ പറയില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലേക്ക് തറച്ചിരിക്കാൻ വേണ്ടിയിട്ട്, എന്നെ നിങ്ങൾ മറക്കും, ഈ ഓറിയന്റേഷൻ ക്ലാസ് നിങ്ങൾ മറക്കും, അത് വേണം, അതിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ്, ഞാൻ ഇനിയാണ് നമ്മുടെ ടോപ്പിക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. റെഡി, സെറ്റ്, സെൽഫി. ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ സെൽഫിയുടെ ലോകമാണ്. ടീച്ചറിന്റെ കൂടെ, കൂട്ടുകാരുടെ കൂടെ, ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ, ക്യാൻറ്റീനിലിരുന്ന്, ബാത്റൂമിൽ പോലും നിന്നുകൊണ്ട് നമുക്ക് സെൽഫി എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സെൽഫി ചിലരൊക്കെ പറയാറുണ്ട് സ്വാർത്ഥതയുടെ പര്യായമാണെന്നൊക്കെ പറയാറുണ്ട്. എന്നാലും സെൽഫി ഒരു പോസിബിലിറ്റിയുടെ പര്യായം കൂടിയാണ്. അതാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആക്ച്വലി എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്താണ് സാധാരണ ഇത്തരം ക്ലാസ്സുകൾ ഞാൻ ചെയ്യുന്നത്. എന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ നിങ്ങളൊരു കാര്യം ഒന്ന് 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 എന്താ പറയാ റീകളക്ട് ചെയ്യാൻ ശ്രമിപ്പിക്കുകയാണ്. നമുക്കൊരു കാര്യം റീകളക്ട് ചെയ്യാം. സെൽഫി എടുക്കുന്ന വിധം, ആ സെൽഫി എടുക്കുന്ന വിധത്തിൽ എല്ലാം ഉണ്ട്. പണ്ട് ശങ്കരാടി ഒരു സിനിമ പറയുന്നുണ്ടല്ലോ, ഇവരെല്ലാവരെയും ഒഴിപ്പിക്കാൻ ശേഷിയുള്ള രേഖ എന്റെ ഈ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ പോലെ ക്യാമ്പസ് എങ്ങനെ സൂപ്പർ ആക്കണം, ക്യാമ്പസിന്റെ താരം എങ്ങനെയാവണം, അധ്യാപകരും പ്രിയപ്പെട്ടവരും ഒക്കെ ഇഷ്ടപ്പെടുന്ന ക്യാമ്പസിലെ ഒരു 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 എന്താ പറയാ ഒരു മികച്ച വിദ്യാർത്ഥി എന്നുള്ള രീതിയിലല്ല, പഠിക്കാൻ കഴിവുള്ള ഒരാളെന്നുള്ള രീതിയിലല്ല, എല്ലാ തലത്തിലും ഹൗ ക്യാൻ യു ബി അൻ ഓൾറൗണ്ടർ, കൂട്ടുകാരുടെ പ്രിയപ്പെട്ട ആളാവാൻ ചില ഞുടുക്ക് വിദ്യകൾ, ഞാൻ ഉപയോഗിച്ച ചില ഞുടുക്ക് വിദ്യകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. എനിക്കറിയാവുന്ന ചില മികച്ച ആളുകൾ ചെയ്ത ഞുടുക്ക് വിദ്യകള്, ചില ട്രിക്സ് ആൻഡ് ടിപ്സ് ഞാൻ ഈ ഒരു ആക്ഷനിലൂടെ നിങ്ങളെ കാണിക്കാനായിട്ടും സെൽഫിയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോവാം. സെൽഫി എങ്ങനെയാ എടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലെ? സെൽഫി എങ്ങനെയാ എടുക്കുന്നത്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പറയാമോ? സെൽഫി എടുക്കുന്ന വിധമൊക്കെ എങ്ങനെയാണ് എന്നൊന്ന് പറയാമെങ്കിൽ നമുക്കൊന്ന് ഒരല്പം ഇന്ററാക്റ്റീവ് ആക്കാനും കൂടെ ശ്രമിക്കാം. ഓൺലൈനിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇന്ററാക്റ്റീവ് ആവുക എന്നുള്ളത്. എന്നാലും നമുക്കൊന്ന് ശ്രമിക്കാം. സെൽഫി എങ്ങനെ എടുക്കുന്നതെന്നൊന്ന് ഒന്ന് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് പറയാമോ? നിങ്ങൾ എടുക്കുന്ന രീതി. ആൺകുട്ടികൾക്ക് ഒരു ആറ്റിറ്റ്യൂഡ് സംഭവം ഉണ്ട് കേട്ടോ. ഞങ്ങൾ സെൽഫി എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ വളരെ ഭയങ്കര രൂക്ഷമായിട്ടൊക്കെ ക്യാമറയെ നോക്കിക്കളയും. ഒന്നുമല്ല, ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡാണത്. പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു സെൽഫി സ്റ്റൈലുണ്ട്. മുടിയൊക്കെ ഒരു ബാക്കിലേക്ക് വെച്ച് അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് മുടി ഇങ്ങനെ ഇട്ടിട്ട് അവര് സെൽഫിക്ക് പോസ് ചെയ്യും, പൗട്ട് കാണിക്കും. അതൊരു വേറൊരു നിങ്ങൾക്കറിയാം അതൊക്കെ എന്താണെന്ന്. ക്യാമറയിലേക്ക് നോക്കി ഇങ്ങനൊരു പോസാണ്, അതിനെ പൗട്ട് എന്ന് പറയും. ആൺകുട്ടികളാണെങ്കിൽ ആറ്റിറ്റ്യൂഡ്, അത് വിട്ടൊരു കളിയില്ല. പെൺകുട്ടികളാണെങ്കിൽ ക്യൂട്ട്. അപ്പൊ അതാണ് സെൽഫിയുടെ ഡെഫിനേഷൻ ക്യാമ്പസിലുള്ള. ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റിലിടാം. നമുക്കൊരു കോൺവെർസേഷൻ എന്നുള്ള രീതിയിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാം. ഐ നോ ദർ ആർ മോർ ദാൻ 392 people, almost 400 people listening to individuals listening this particular session. അതുകൊണ്ട് ഐ ഡോണ്ട് നോ ഹൗ ഫാർ ഇറ്റ് ക്യാൻ ബി ഇന്ററാക്റ്റീവ്. ബട്ട് ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദിക്കും കൂടി ചെയ്യാം. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കിടക്കാം. സെൽഫി എടുക്കുന്നത് സാധാരണ എന്നെ പോലുള്ള ഒരാൾക്ക്, എനിക്കറിയില്ല പുതിയ അഡ്വാൻസ്ഡ് രീതികൾ എങ്ങനെയാണെന്ന്. സെൽഫി സാധാരണ എടുക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് അതിന് ഒരു ആക്ഷൻ ഉണ്ടാവും. നമ്മുടെ ക്യാമറ നമ്മളിങ്ങനെ നന്നായിട്ട് മുകളിലേക്ക് ഉയർത്തും. ഇങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ. ഇങ്ങനെയും എടുക്കാം. ബട്ട് യൂഷ്വലി കുറച്ചും കൂടി വൈഡർ ആവാൻ, കുറച്ചും കൂടി നമ്മുടെ കൂട്ടുകാരെയൊക്കെ കിട്ടാൻ, കുറച്ചും കൂടി വെളിച്ചം കിട്ടാൻ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കൈ ഇങ്ങനെ ഉയർത്തും. ക്ലാരിറ്റി, നമ്മുടെ ഭാഷ പറഞ്ഞ ക്ലാരിറ്റി കിട്ടാൻ കൈ ഇങ്ങനെ ഉയർത്തും. നമ്മളെല്ലാവരും ആ ക്യാമറയിലേക്ക് നോക്കും. ഒന്നുകിൽ നമുക്ക് ആറ്റിറ്റ്യൂഡ് വാല സെൽഫി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്യൂട്ട് ആയിട്ടുള്ള സെൽഫി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ കാണും. ഒരു ആക്ഷൻ ഒക്കെ കാണിച്ച് നമ്മൾ സെൽഫി എടുക്കും. ഈ സെൽഫി എടുക്കുന്നതിനകത്താണ് ഇന്നത്തെ ക്യാമ്പസ് ലൈഫിനെ പരിചയപ്പെടുത്തുന്നത്. സെൽഫി എടുക്കുമ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ ഒന്ന് കൈ ഉയർത്തും. ഇങ്ങനെയാണ് സെൽഫി എടുക്കുന്ന ക്യാമറ നമ്മുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെൽഫിയിലേക്ക് ഒന്ന് നോക്കും.
എങ്ങനെയുണ്ട്? നമ്മുടെ ക്യാമറയിൽ, നമ്മുടെ ഫോണിൽ ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോറേജ് ഉണ്ട്. 516 GB, 1 TB, 1 TB ഒക്കെ ഉണ്ട് നമുക്ക്, അല്ലെങ്കിൽ 500 GB ഒക്കെ നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് ഉണ്ട്. എന്നാലും നമ്മൾ കുറച്ച് സമയം ഈ എടുത്ത സെൽഫിയിലേക്ക് ഒന്ന് നോക്കും. സംഭവം കൊള്ളാവോ? പറ്റിയാലൊന്ന് സൂം ചെയ്ത് നോക്കും. നമ്മുടെ മുഖവും നമ്മുടെ ഡയറക്ഷനും നമ്മുടെ ബെറ്റർ സൈഡ്, നമുക്ക് എല്ലാവർക്കും ഒരു ബെറ്റർ സൈഡ് ഉണ്ട് സെൽഫിക്ക്. ഇത് അല്ലെങ്കിൽ ഈ സൈഡ് ഓരോരുത്തർക്കുണ്ട്. ചിലർ ഇങ്ങനെ സെൽഫിക്ക് നോക്കുകയുള്ളൂ. അപ്പൊ അവരവരുടെ സ്റ്റൈൽ അറിയാലോ. അപ്പൊ എന്തായാലും കൊള്ളാം, നമ്മൾ സെൽഫി എടുത്തു, ഇങ്ങനെ സെൽഫി എടുത്തു, ഇങ്ങനെ സെൽഫി നോക്കി, കൊള്ളാവോ? സൂം ചെയ്ത് നോക്കും. അതിപ്പോ എത്ര സമയമില്ലെങ്കിൽ നമ്മൾ ആ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് അവനവന്റെ ഫോട്ടോ എങ്ങനെ ഉണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യും. മൂന്നാമത്തേതാണ് സേവ് ചെയ്യുക. ഫോണിൽ സ്റ്റോറേജ് ഇല്ലെങ്കിൽ, നമ്മുടെ ക്യാമ്പസിൽ നിങ്ങൾ തിരിച്ച് ക്യാമ്പസിലേക്കൊക്കെ വരുമ്പോൾ മമ്മൂട്ടി വിസിറ്റ് ചെയ്യുന്നു, മോഹൻലാൽ വിസിറ്റ് ചെയ്യുന്നു എന്നറിഞ്ഞാൽ പിന്നെ നമുക്കൊരു ആവേശമാണ്, ഒരു സെൽഫി എങ്കിലും ഒപ്പിക്കണം. അത് നമ്മുടെ ഒരു മോട്ടോയാണ്. നമ്മുടെ ക്യാമ്പസിൽ വരുന്ന ഒരു ഹീറോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വലിയ പേഴ്സൺ വരികയാണെങ്കിൽ നമുക്ക് അവരുടെ കൂടെ ഒന്ന് സെൽഫി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ കൈയൊക്കെ ഉയർത്തി മാക്സിമം ലൈറ്റും ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവുന്ന രീതിയിൽ സെൽഫി എടുക്കും. നമ്മളത് വളരെ ആവേശത്തോടെ നോക്കും. നല്ലതാണോ, ഞാൻ ചേർന്ന് നിൽപ്പുണ്ടോ, കൃത്യമായിട്ട് കിട്ടിയോ എന്ന് നോക്കും. മൂന്നാമത്തെ, ഇതെല്ലാം നല്ലതാണ്, പക്ഷെ സേവ് ചെയ്യാൻ ഫോണിൽ സ്ഥലമില്ലെങ്കിൽ എടുത്ത് സെൽഫി ഒരു പ്രയോജനം ഇല്ലാതായി പോകും. അതുകൊണ്ട് 3 വാക്കുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്, 3 ആക്ഷൻസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന്, എലിവേറ്റ്. ഇങ്ങനെ കൈ ഉയർത്തി സെൽഫി എടുക്കുന്നതിന് ഞാൻ തരാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ് എലിവേറ്റ്. ഈ 3 വാക്കുകളെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒത്തിരി വാക്കുകൾ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ഒന്നുമല്ല. ഇത് ക്യാമ്പസ് ലൈഫിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ കുറച്ചും കൂടി കളർഫുൾ ആക്കുന്ന ഒരു സെൽഫി ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യമേ നമ്മൾ കൈ ഇങ്ങനെ ഉയർത്തി സെൽഫി എടുത്തു, സെൽഫി ഇങ്ങനെ നോക്കി, നമ്മൾ നമ്മുടെ ഫേസിന് എന്താ പറയുക പാരലായിട്ട് സെൽഫി ഇങ്ങനെ നോക്കി, കൊള്ളാമോ നോക്കി. മൂന്നാമത്തേത് അത് സേവ് ചെയ്തു. 3 ആക്ഷൻസ് ആണ്. 1, 2 and 3. ഈ 3 ആക്ഷൻസിൽ പ്രണയം, വിദ്യാഭ്യാസം, യാത്ര, ക്യാമ്പസ് ലൈഫ്, ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തേത് ഈ ആക്ഷനാണ്. നമ്മളിങ്ങനെ കൈ ഉയർത്തുകയാണെ, എന്നെ നോക്കണേ, എന്നാലേ മനസ്സിലാവുള്ളേ. സ്ക്രീൻ കേട്ടോണ്ടിരുന്നാല് മറ്റ് എന്താ പറയുക ഡിസ്റ്റർബൻസ് ഇല്ലെങ്കിൽ, എന്റെ വീഡിയോ ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ വീഡിയോയിലേക്ക് തന്നെ നോക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് ഒന്നും എന്താ പറയാ എന്താ പറയാ നമ്മുടെ ഇംബൈബ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്, കൈ ഉയർത്തി ഇങ്ങനെ സെൽഫി എടുക്കും. നമുക്ക് ഇങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ സെൽഫി എടുക്കാം, പക്ഷെ അതിന് ക്ലാരിറ്റി കുറവായിരിക്കും, ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല. നമ്മൾ സെൽഫി എടുക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ടും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചില യാത്രകളൊക്കെ ചെയ്യും. അപ്പൊ കൈ ഇങ്ങനെ ഉയർത്തുന്നതിന് എലിവേറ്റ് എന്ന വാക്കാണ് ഉദ്ദേശിക്കുക. എലിവേഷൻ അല്ല, എലിവേറ്റ് എന്ന് വെച്ചാൽ സിമ്പിൾ, ഇത്രേ ഉള്ളൂ. ഉയർന്ന അവസ്ഥയിലുള്ള, നമ്മുടെ കോളേജ് ഒക്കെ എലിവേറ്റഡ് ആണ്, അല്ലെങ്കിൽ എലിവേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിൽക്കുന്ന, ഹിൽ ടോപ്പിൽ നിൽക്കുന്ന സ്ഥലങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്. എലിവേറ്റഡ്, ഉയർന്ന പ്രതലത്തിലുള്ളത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ക്യാമ്പസിൽ നിങ്ങൾ ഒരു മികച്ച താരമാവാൻ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഇങ്ങനെയാണ് സെൽഫി എടുക്കുന്നത്. ക്യാമ്പസ് ലൈഫ് 3 വർഷം പഠിച്ചു, നിർമ്മലെ പഠിച്ചു, കുഴപ്പമില്ലായിരുന്നു, അവരെ മിടുക്കലൊന്നുമല്ല, മിടുക്കിയൊന്നുമല്ല, പഠിച്ചു, കുഴപ്പമൊന്നുമില്ല, നല്ല ലൈഫായിരുന്നു എന്ന് പറയാനാണെങ്കിൽ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഇങ്ങനെ വരിക, ക്യാമ്പസിൽ വരിക, പഠിക്കുക, പോവുക. അതല്ല, ക്യാമ്പസ് നിങ്ങളെ ഓർക്കുന്ന രീതി, നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ബാച്ചിനെ ഓർക്കാൻ നിങ്ങളുടെ തമ്മിൽ ഒരു ആവേശം ഉണ്ടാവണം. വഴക്കല്ല, ഒരു ആവേശം. പ്രവീണിന്റെ ബാച്ച് അല്ലേ എന്ന് പറയാൻ എത്രയോ പേര് ഇവിടെ എന്നെ കേൾക്കുന്നുണ്ട്. 394 പേരുണ്ട്. ഈ ഓരോരുത്തർക്കും ഈ ഒരു ആവേശം ഉണ്ടെങ്കിൽ നമ്മുടെ ക്യാമ്പസിന്റെ ഒക്കെ ലെവല് മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ക്യാമ്പസിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന പ്രമുഖരല്ല, ക്യാമ്പസ് പ്രമുഖമായിട്ട് നിങ്ങളുടെ ആ 3 വർഷക്കാലം ഏറ്റവും മികച്ച ക്യാമ്പസ് ലൈഫ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലെ ക്ലാസ്സുകൾക്കോ ഒക്കെ പ്രാധാന്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ക്യാമ്പസ് ലൈഫിൽ നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ക്യാമ്പസ് അറിയപ്പെടണമെങ്കിൽ ഒരു മികച്ച സ്കോളർഷിപ്പോ ഒരു മികച്ച ഫെലോഷിപ്പോ നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ ജപ്പാനിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ 1 മാസത്തേക്ക്, 2 ആഴ്ചത്തേക്ക്, 3 മാസത്തേക്ക്, അതിന് വീണ്ടും ഞാൻ NB പറയാണ്, നിങ്ങളുടെ പേഴ്സണൽ കയ്യിലുള്ള കാശ് അല്ലെങ്കിൽ അപ്പന്റെ അമ്മയും ബുദ്ധിമുട്ടിച്ച് ഒരു അല്പം പണം ഉണ്ടാക്കി പോകാനല്ല. നന്നായിട്ട് പഠിക്കുന്നവർക്ക്, നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നവർക്ക് മാത്രമേ പോകാൻ പറ്റൂ എന്ന അവസ്ഥയുമല്ല. പകരം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കാറുകളെ പറ്റിയിട്ടാണ് ഇഷ്ടം, ആ കാറുകളെ പറ്റി പഠിക്കാൻ ജപ്പാനിലേക്ക് 1 വീക്ക് വിസിറ്റ് വിത്ത് ഫെലോഷിപ്പ്. ഇങ്ങോട്ട് നിങ്ങളുടെ പോക്കറ്റ് മണി ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് ഫെലോഷിപ്പ് കിട്ടി ഒരു യാത്ര ചെയ്യാൻ, US പോകാൻ, അയർലൻഡിലേക്ക് പോകാൻ, എന്തിന് ഇന്ത്യ മുഴുവൻ കറങ്ങാൻ നമുക്ക് ഇന്ന് ഫെലോഷിപ്പുകൾ, സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്.
നിർമ്മല കോളേജിൽ നിന്ന് ഈ വർഷം 5 പേർക്ക് അങ്ങനെ ഒരു ഫെലോഷിപ്പോ സ്കോളർഷിപ്പോ കിട്ടിയാൽ ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം, ഈ കഴിഞ്ഞ 5 ദിവസമായിട്ട് നടന്ന ഇൻഡക്ഷൻ പ്രോഗ്രാം ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇൻഡക്ഷൻ പ്രോഗ്രാം ഒക്കെ എല്ലാ കോളേജിലും നടക്കുന്ന, ആദ്യം വരുന്ന പിള്ളേർക്ക് ഒരു ആവേശമൊക്കെ വരാൻ വേണ്ടി. അതല്ല, നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ബാച്ച്, നിങ്ങളുടെ ക്ലാസ് അറിയപ്പെടാൻ, നമ്മുടെ സെബാസ്റ്റ്യൻ അല്ലെങ്കിൽ സെബിമോൾ, ഞാൻ വെറുതെ എനിക്ക് റാൻഡം കാണുന്ന പേരുകളൊന്നും വിളിക്കുകയാണെ, അഗസ്റ്റിൻ, അയാളുടെ പേരിൽ, പ്രവീണിന്റെ പേരിൽ നമ്മുടെ ബാച്ച് അറിയപ്പെടാൻ, നിങ്ങളുടെ ക്ലാസ് അറിയപ്പെടാൻ, ഞാൻ പറയുന്ന ചില ഞുറുക്ക് വിദ്യകളിലൂടെ ചില ഫെലോഷിപ്സിന് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം, ചില സ്കോളർഷിപ്സിന് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം, നമ്മുടെ ക്യാമ്പസ് ലൈഫ് ലൈവ് ആക്കി മാറ്റാൻ, മറ്റുള്ളവർ അസൂയയോടെ നോക്കാം. ഈ വർഷം നിർമ്മലയിൽ 6-7 കുട്ടികൾക്ക് എന്തോ വലിയ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടി കേട്ടോ. ഈ സ്കോളർഷിപ്പുകൾ കിട്ടുന്നവർ അതിനെ വലുതാക്കി പറയും. എനിക്ക് മറ്റേ സ്കോളർഷിപ്പ് കിട്ടിയതാ കേട്ടോ. ഞാൻ അമേരിക്കയിൽ ഒരു വർഷം ഉണ്ടായിരുന്നു, 3 മാസം പോയായിരുന്നു കേട്ടോ. ഞാൻ ഇറ്റലിയിൽ 3 മാസം എനിക്കൊരു സ്കോളർഷിപ്പ് കിട്ടി. ഇത് എത്ര സിമ്പിൾ ആണെന്ന് അറിയാമോ ഈ ഫെലോഷിപ്പുകൾ, സ്കോളർഷിപ്പുകൾ കിട്ടുക എന്നുള്ളത്. പക്ഷെ ഈ കിട്ടുന്നവര് ഇതിനെ വലിയ സംഭവമാക്കി മാറ്റും. അതുകൊണ്ട് തന്നെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക്, ഞാൻ സാധാരണക്കാരാണ് എല്ലാവരും എന്ന വിശ്വാസത്തിൽ പറയാണ്, സാധാരണക്കാർക്ക് ഇതൊരു വലിയ സംഭവമായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യാറില്ല, നമുക്കിത് അറിയില്ല. നമ്മുടെ പല അധ്യാപകർക്കും ഒരുപക്ഷെ ഇത് പറഞ്ഞു തരാനുള്ള അപ്ഡേഷൻ ഉണ്ടാവില്ല. അതൊക്കെ ഒരു കുഴപ്പമോ തെറ്റോ ഒന്നുമല്ല, നമ്മൾ പലപ്പോഴും അങ്ങനെ ലിമിറ്റഡ് ആയി പോകും. എന്നാൽ ഇന്ന് ഞാൻ ചില ആപ്ലിക്കേഷൻസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവാണ്. നിങ്ങൾ പതിയെ ഗ്രൂപ്പുകളായിട്ട് മാറും, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പുകൾ, ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും റൈവലറീസ് ഉള്ള ഗ്രൂപ്പുകളല്ല. നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ ഇനിയും ആളുകളെ പരിചയപ്പെടും. ഓൺലൈനിലൂടെ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ നിങ്ങൾക്ക് ഓരോന്നിനും ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. നിങ്ങൾ അടിച്ചു പൊളിക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യണം. പക്ഷെ ക്യാമ്പസിന് നിങ്ങൾക്ക് ലോകമറിയുന്ന രീതിയിലേക്ക് മാറാൻ ചില എളുപ്പ വഴികളായി പറയുന്നത് 2 ആപ്ലിക്കേഷൻസ്. ദയവേത് നിങ്ങൾ അത് എഴുതിയെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയറും കൂടെ ചെയ്യണേ, നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എന്റെ സ്ക്രീൻ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? യെസ് സർ, കാണാം. കാണാം, യെസ്, കാണാം. റൈറ്റ്. ഓക്കെ, പെർഫെക്റ്റ്. സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളെ ചില ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്താൻ പോവാം. ഇനി ഈ ആപ്ലിക്കേഷനൊക്കെ കണ്ടു, ഫെലോഷിപ്പ് കണ്ടു, സ്കോളർഷിപ്പും കണ്ടു, സാറേ ഇതിനൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യുന്നേ? അതിന് ഞാൻ ഇന്ന് നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവാൻ പോവാണ്. നമ്മുടെ ടീച്ചേഴ്സും ഞാനും നിങ്ങളും ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇന്ന് ഇത്രയും പേര് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഫസ്റ്റ് ഡേയ്സ് എല്ലാം. നിങ്ങൾക്ക് വലിയ കളർ വേണ്ട, ഗുഡ് ലുക്കിംഗ് ആവണ്ട, അല്ലെ? നമ്മൾ കളർ ഉള്ളവര്, ഗുഡ് ലുക്കിംഗ് ഉള്ളവര്, പഠിക്കാൻ കഴിവുള്ളവര്. എന്നാൽ ഇന്ന് ഞാൻ ഈ പറയുന്ന പോസിബിലിറ്റി എല്ലാവർക്കും ഉള്ളതാണ്. അതിന് നിങ്ങളൊരു ആപ്ലിക്കേഷൻ, ഒരു സ്കോളർഷിപ്പിനെ പറ്റി കണ്ടു, ഞാൻ ഇനി പറയാൻ പോകുന്ന ആപ്പിലൂടെ നിങ്ങൾ കണ്ടു ചില യാത്രകളെ പറ്റിയിട്ട്, ചില സ്കോളർഷിപ്പുകൾ, ഇറ്റലിയിൽ പോകുന്ന, അല്ലെങ്കിൽ ഓസ്ട്രേലിയ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന, ഓട്ടോമൊബൈൽ എക്സ്പോ കാണാൻ പറ്റുന്ന ജപ്പാനിലെ ഒരു സ്കോളർഷിപ്പ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലായിട്ട് പോകാൻ പറ്റുന്ന ചില സ്കോളർഷിപ്പുകളെ പറ്റി നിങ്ങൾ കണ്ടു. എങ്ങനെ അപ്ലൈ ചെയ്യും? നിങ്ങൾക്ക് ഏത് സമയവും കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ എൻ്റെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളും തന്നിട്ടേ പോവുള്ളൂ. നമ്മുടെ ക്യാമ്പസിൽ നമ്മുടെ അധ്യാപകരുടെ ഒരു ഹെൽപ്പും ഒരു അസിസ്റ്റൻസും, ഇതൊരു വെറും പ്രോഗ്രാമായിട്ട്, ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാമായിട്ട് മാറാതെ, ഇത് നമ്മുടെ ക്യാമ്പസ് ഒന്ന് അടിച്ച് പൊളിച്ച്, എന്താ പറയാ, നമുക്ക് എന്തെങ്കിലും ക്യാമ്പസിനും കൂടി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഈ പ്രോഗ്രാം ഞാൻ മനസ്സിൽ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന എന്ത് സഹായവും അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഓവർ എ വാട്സ്ആപ്പ് മെസ്സേജ് ഐ ക്യാൻ ഡു. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതാവാം, അതിനുവേണ്ടി തയ്യാറെടുക്കുന്നതാവാം, പുതിയ സ്കോളർഷിപ്പിനെ പറ്റി അറിയാൻ പോകുന്നതാവാം. ഇതിനെല്ലാം ഐ എക്സ്റ്റെൻഡ് മൈ ഹാൻഡ്. ഞാൻ റെഡിയാണ്. കാരണം എനിക്ക് നാളെ പറയാം, നിർമ്മല കോളേജിലെ 5 കുട്ടികൾക്ക് ഫെലോഷിപ്പ് കിട്ടി, ആൻഡ് ഐ ആം വെരി പ്രൗഡ് അബൌട്ട് ദാറ്റ് എന്ന് എനിക്ക് പറയാൻ വേണ്ടിയിട്ടാ. എനിക്ക് എന്താ പറയാ, ഇതിന്റെ ഔദാര്യം ഒന്നുമല്ല, പല മനുഷ്യരുടെയും ഔദാര്യം കാരണമാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാൻ പറ്റിയത്. കോമൺവെൽത്ത് ഫെലോഷിപ്പിനെ പറ്റി, സൗത്ത് ഏഷ്യൻ ഫെലോഷിപ്പിനെ പറ്റി, കേംബ്രിഡ്ജ് ഫെലോഷിപ്പിനെ പറ്റി ഒക്കെ എനിക്കറിയാൻ പറ്റിയതും ഞാൻ അപ്ലൈ ചെയ്തതും എനിക്ക് കിട്ടിയതും മറ്റു പല മനുഷ്യരുടെയും ദയ കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ ഉത്തരവാദിത്വമാണ് എന്നെ കേൾക്കുന്ന, ഇൻഡക്ഷൻ ക്ലാസ്സിന് വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഇൻഡക്ഷൻ പ്രോഗ്രാമിന് വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഒരു ഫെലോഷിപ്പോ സ്കോളർഷിപ്പോ ഒക്കെ കിട്ടി നിങ്ങൾ മികച്ച രീതിയിൽ വളരുമ്പോൾ അത് എനിക്ക് സന്തോഷമാണ്. ഞാൻ എന്തെങ്കിലും എന്റെ സമൂഹത്തിന് ചെയ്തു എന്ന് തോന്നാൻ വേണ്ടി മാത്രമാണ്. 1 രൂപ പോലും അതിന് മുടക്കണ്ട. I will render my help to anyone who will identify scholarship or any other details. ഏത് സന്ദർഭത്തിൽ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ റെഡിയാണ്.
ഇനി ഈ ഫെലോഷിപ്പിന്റെ സ്കോളർഷിപ്പിന്റെ ഒരു 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 എന്താ പറയുക ഒരു നേച്ചർ ഞാൻ പറയാം. ഇന്ത്യ മൊത്തം കറങ്ങുന്ന ഒരു ജഗീരഥി യാത്രയുണ്ട്. കന്യാകുമാരിയിൽ നിന്ന് ജമ്മു കാശ്മീർ വരെ ഇന്ത്യ മുഴുവൻ കറങ്ങുന്ന ഒരു ട്രെയിൻ യാത്രയുണ്ട്. ഇനി വേണ്ട, നിങ്ങൾക്ക് ബൈക്കിൽ സഞ്ചരിക്കുന്നതാണ് ഇഷ്ടം അല്ലെ? നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമ്പസിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ, കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്ന് ഒരു ബിഗ് ഇവന്റ് നിങ്ങൾ ഒരു ആലോചിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനൊരു ഫണ്ട് വേണം, പ്രമുഖരായിട്ടുള്ള ആളുകൾ വരണം. ഇതും ഇന്ന് അവൈലബിൾ ആണ് ആസ് എ ഫോം ഓഫ് ഫെലോഷിപ്പ്. നമുക്ക് പക്ഷെ അതിനെപ്പറ്റി അറിയില്ല. അതും കൂടിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ബൈക്ക് യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ പോയ യാത്രകളെല്ലാം, ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പോയ പല സ്കൂളുകളിൽ, കോളേജുകളിൽ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് അവിടുന്ന് പല എഡ്യൂക്കേഷണൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. ചില ആപ്ലിക്കേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ആ ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാമെങ്കിൽ ഇതാണ് ആ ആപ്ലിക്കേഷൻസ്. നോർമൽ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നോർമൽ ആയിട്ടൊക്കെ ക്യാമ്പസ് ലൈഫ് പോയാൽ മതിയെങ്കിൽ ഇതൊന്നും നോക്കണ്ട. അതല്ല, നിങ്ങൾക്ക് ലോകം കാണണം, നിങ്ങൾക്ക് ലോകം അറിയുന്ന രീതിയിൽ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യണം, റിസർച്ച് ചെയ്യണം, അതിന് ഈ ആപ്ലിക്കേഷൻസ് ഒന്ന് മനസ്സിലിടുക. അതിൽ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, ഇതൊന്നും പെയ്ഡ് ആപ്ലിക്കേഷൻസ് അല്ല കേട്ടോ, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഇതിന് ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ട്, ഫേസ്ബുക്ക് പേജുകളുണ്ട്. നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഈസ് യൂത്ത് ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യുക. എനിക്ക് ജസ്റ്റ് ഒരു ഗിമിക്ക് കാണിച്ചിട്ട് പോകാൻ താല്പര്യമില്ല. ഇന്ന് ഇത്രയും നേരത്തെ പറഞ്ഞ പോലെ 1500 മുകളിൽ ക്ലാസ്സുകൾ നടത്തി ഇന്ന് വരെ 18 കുട്ടികൾക്ക് ഡിഫറെന്റ് ഫെലോഷിപ്പുകൾ കിട്ടിയിട്ടുണ്ട്. 18 കുട്ടികൾക്ക്. They went to US, UK. സോ ഞാൻ നേരത്തെ പറഞ്ഞത് യൂത്ത് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്താൽ അതിൽ നിങ്ങൾക്ക് ഡിഫറെന്റ് സ്കോളർഷിപ്സ്, ഫെലോഷിപ്സിന്റെ ഡീറ്റെയിൽസ് എവറി ഡേ അത് പുതിയത് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലെ നോട്ടിഫിക്കേഷൻ വരുന്നത് പോലെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ആദ്യത്തേതും മൂന്നാമത്തേതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 ആപ്ലിക്കേഷൻസ്. ഒന്ന് YO വിച്ച് ഈസ് യൂത്ത് ഓപ്പർച്യൂണിറ്റീസ്. രണ്ടാമത്തേത് ഓപ്പർച്യൂണിറ്റീസ് ഫോർ യൂത്ത് അറൌണ്ട്, അതായത് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന ഈ മൂന്നാമത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആപ്പാണ്. ഈ മൂന്നാമത്തെ ആപ്പ് നിങ്ങൾക്ക് കാണാം. രണ്ടും റെഡ് കളറിലാണ്. പ്ലേ സ്റ്റോറിലും ഈവൻ ഇഫ് നിങ്ങൾ ആപ്പിൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് അതിൽ ഈ 2 ആപ്ലിക്കേഷൻസും കിട്ടും. അതല്ല, ആപ്ലിക്കേഷൻസ് കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് പോലെ, നിങ്ങൾ എപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ചില ഫെലോഷിപ്പുകൾ, സ്കോളർഷിപ്സിന്റെ ഡീറ്റെയിൽ വന്നുകൊണ്ടേയിരിക്കും. മറ്റൊരാളുടെ മുമ്പിലും, ഒരു ട്രെയിനറിന്റെ മുമ്പിലും പോയി കൈ നീട്ടണ്ട, യാചിക്കണ്ട സ്കോളർഷിപ്പുകളെ പറ്റി, ഫെലോഷിപ്പുകളെ പറ്റി. ഈ ഫെലോഷിപ്പുകളിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ഫെലോഷിപ്പുകളുണ്ട്, നാടകം പഠിക്കാനുള്ള ഫെലോഷിപ്പുകൾ. നിങ്ങൾ സ്ട്രീറ്റ് തിയേറ്റർ ഒക്കെ നാളെ ചെയ്യും, ക്യാമ്പസിലേക്കൊക്കെ വരും. നിങ്ങൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ പല പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസിലൂടെ ഒന്ന് പോകുക. ചില ഫെലോഷിപ്പുകൾ, ചില സ്കോളർഷിപ്പുകൾ നിങ്ങളുടെ സാധാരണ എടുത്തുകൊണ്ടിരുന്ന സെൽഫിയെ വേറൊരു ലെവലിലേക്ക് ഉയർത്തും, വേറൊരു ലെവലിലേക്ക്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് എൻ്റെ സ്വന്തം വാഹനത്തിൽ ഇന്ത്യ മുഴുവൻ കറങ്ങണമെന്ന്. എനിക്കത് ചെയ്യാൻ പറ്റിയത് PG പഠിക്കുന്ന സമയത്ത് മാത്രമാണ്, അല്ലെങ്കിൽ PGക്ക് ശേഷമാണ് എനിക്കത് ചെയ്യാൻ സാധിച്ചത്. നാടകം ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. സൈക്കോ ഡ്രാമ, ഞാൻ അതിനെപ്പറ്റിയും വഴിയെ പരിചയപ്പെടുത്താം. സൈക്കോ ഡ്രാമ ഇഷ്ടമുള്ള ഒരാളാണ്. 2013 കോമൺവെൽത്ത് ഫെലോഷിപ്പ് കിട്ടിയ ആളാണ് ഞാൻ. ഇത് വലിയ സംഭവമല്ല, ഇതൊരു വലിയ സംഭവമായിട്ട് എനിക്ക് വേണമെങ്കിൽ അവതരിപ്പിക്കാം. പക്ഷേ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കും കിട്ടാവുന്ന ഒരു കാര്യമാണ്. നോട്ട് ബിക്കോസ് ഓഫ് യുവർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് എബിലിറ്റി ഓർ ബിക്കോസ് ഓഫ് യുവർ എനി അതർ അക്കാഡമിക് ബ്രില്യൻസ്. അതുണ്ടെങ്കിൽ മറ്റ് സ്കോളർഷിപ്പുകളുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ ഫെലോഷിപ്പുകൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി അക്കാഡമിക് ആണ്, പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി, മാർക്ക് കിട്ടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റിന്, പാഷന് നമ്മളെ സഹായിക്കുന്ന ഒരു 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 പർട്ടിക്കുലർ ഫോർമാറ്റ് ആണ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി നിങ്ങളുടെ അധ്യാപകർ അറിയുന്നതിന് മുമ്പ്, നിങ്ങളുടെ പ്രിൻസിപ്പൽ അറിയുന്നതിന് മുമ്പ്, ട്രെയിനർ അറിയുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫോണിൽ അതിന്റെ ഇൻഫർമേഷൻ വരും. ആ ഇൻഫർമേഷൻ വന്നൊന്ന് വായിച്ചു നോക്കി അത് ഇഷ്ടപ്പെട്ടാൽ ആദ്യം നിങ്ങൾക്ക് വിളിച്ച് കൺസൾട്ട് ചെയ്യാവുന്നത്, ഞാൻ ഏത് സമയവും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ത്രൂ വാട്സപ്പ്. നിങ്ങളുടെ ടീച്ചേഴ്സിലൂടെ നിങ്ങൾ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആ ഗ്രൂപ്പുകൾക്ക് എന്നെ വേണമെങ്കിൽ കൺസൾട്ട് ചെയ്യാം. ഒരു പോലും അതിന് മുടക്കണ്ട. ഈ കൺസൾട്ടേഷൻ എന്നൊക്കെ വാക്ക് നമ്മൾ പേടിച്ചു, അയ്യോ, നിങ്ങളുടെ ചെറിയ സംശയങ്ങളാണെങ്കിൽ പോലും അതിന് ഹെൽപ്പ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഈ വീണ്ടും ഞാൻ പറയുകയാണ്, യൂത്ത് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, ഈ 2 ആപ്ലിക്കേഷൻസ് ആണ്
ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി ആപ്ലിക്കേഷൻസും ഞാൻ ഈ സ്ക്രീനും ഈ PPT നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടേ പോവുള്ളൂ. ഇതിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ചില ഇൻഫർമേഷൻസ് ആണ്. ആ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നിങ്ങളുടെ കോളേജ് ലൈഫ് ഏറ്റവും മികച്ചതാക്കി മാറ്റാനായിട്ട് പറ്റും. ഇതുവരെ ഞാൻ പറഞ്ഞത് എലിവേറ്റ് എന്ന വാക്കാണ്. എലിവേറ്റ് എന്ന വാക്ക്, ആ എലിവേറ്റ് എന്ന വാക്കില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ക്യാമ്പസ് ലൈഫിൽ ചില സ്കോളർഷിപ്പുകൾ, ഫെലോഷിപ്പുകൾ നമുക്ക് കിട്ടിയാൽ നമ്മൾ നമ്മുടെ ക്യാമ്പസിന്റെ താരമായിട്ട് മാറും. അതിന് ഒരു അധ്യാപികയ്ക്ക് ഒരു വിദ്യാർത്ഥിയെ സഹായിക്കാൻ പറ്റിയാൽ ആ ടീച്ചറും ആ കുട്ടിയും ക്യാമ്പസിലെ മികച്ച താരങ്ങളായിട്ട് മാറും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. 1500 ക്ലാസ്സുകൾ എടുത്തിട്ട് 18 കുട്ടികളാണ് ഇതുവരെയും അത്തരത്തിലെ പല ഫെലോഷിപ്പുകൾ കിട്ടിയത്. കാരണം പലരും ക്ലാസ്സുകൾ കേൾക്കും, ആവേശമൊക്കെ കൊള്ളും, അവനവന്റെ വീട്ടിലേക്ക് പോകും. ചില കുട്ടികൾ മാത്രം തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾക്ക് ഗ്രൂപ്പുകളാവാം. നിങ്ങൾ നാളെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഷോർട്ട് ഫിലിം ചെയ്യുന്നവർക്ക് അത് ചെയ്യാനുള്ള എക്സ്പെൻസിന് ഇന്ന് ഫെലോഷിപ്പുകൾ അവൈലബിൾ ആണ്. ഇന്ത്യ മുഴുവൻ നിങ്ങൾക്ക് സഞ്ചരിക്കണം, ഫെലോഷിപ്പുകൾ അവൈലബിൾ ആണ്. ഏറ്റവും മികച്ച ഒരു കുക്കിന്റെ അല്ലെങ്കിൽ ഒരു ഷെഫിന്റെ അണ്ടറിൽ ഒരു മാസക്കാലം 2 മാസക്കാലം ഒരു ട്രെയിനിങ് കോഴ്സ് ചെയ്യണം, ഫെലോഷിപ്പ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എഴുതുന്നത് ഇഷ്ടമാണ്, വ്ലോഗിങ് ഇഷ്ടമാണ്, ഏറ്റവും മികച്ച എഴുത്തുകാരിയുടെ അല്ലെങ്കിൽ എഴുത്തുകാരന്റെ അടുത്ത് പോയി ഒരാഴ്ചക്കാലം ചെലവഴിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ടിക്കറ്റ് ഓസ്ട്രേലിയയിലാണ് അല്ലെങ്കിൽ അമേരിക്കയിലാണ്, അവിടെ പോയി താമസിക്കാനുള്ള പോക്കറ്റ് മണി ഇന്ന് ഈ നാട്ടിൽ അവൈലബിൾ ആണ്. ഈ ക്ലാസ് വെറുതെ കേൾക്കരുത്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ക്യാമ്പസിൽ നിന്ന്, എന്റെ മിനിമം റിക്വയർമെന്റ് ആണ് 5 പേർക്കെങ്കിലും, ഞങ്ങളുടെ റിക്വയർമെന്റ് അതിലും കൂടാ, 5 പേർക്കെങ്കിലും ആ ഫെലോഷിപ്പ് കിട്ടിയാൽ ഞാൻ ഇന്ന് ഈ ചെലവഴിക്കുന്ന 2 മണിക്കൂർ കൊണ്ട് എനിക്ക് എന്ത് സന്തോഷമായിരിക്കും എന്നറിയാമോ? ഞാൻ എന്തിനാ ഇത് പറയുന്നത് അറിയാമോ? ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ജീവിച്ച സന്ദർഭങ്ങളിൽ എനിക്ക് പറഞ്ഞു തന്ന ചില മനുഷ്യരുണ്ട്. ഈ അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കാതെ പൂഴ്ത്തി വെച്ചിരിക്കുന്ന ചില ആളുകളുണ്ട്. ചില ട്രെയിനേഴ്സ് ഒന്നും ഇത് പറയില്ല, കാരണം അവരിലേക്ക് നമ്മൾ എപ്പോഴും ചെല്ലണം മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി. അല്ലെ നമുക്കിത് അറിയില്ല എന്ന് പറഞ്ഞ് അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ. ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യണ്ട. സഹായം ചോദിക്കുന്ന മോശമല്ല, പക്ഷെ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങളുടെ ഫോണിലൂടെ ലോകത്തിലുള്ള പല സ്കോളർഷിപ്പുകൾ നിങ്ങളുടെ കൈക്കുള്ളിലേക്ക് എത്തും. അത് നിങ്ങൾക്ക് ഗ്രൂപ്പുകളായിട്ട് അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു ഫെലോഷിപ്പ് ഉള്ളത് ജപ്പാനിലാണ്. എക്സ്പോസ് വരും, നിങ്ങൾക്കറിയാം കാറിന്റെ എക്സ്പോസ് വരുമ്പോൾ 1 ആഴ്ച 2 ആഴ്ച എല്ലാ എക്സ്പെൻസുകളോടും കൂടി, എല്ലാ വിസ പ്രോസസ്സിങ്ങോടും കൂടി നിങ്ങൾക്ക് ജപ്പാനിൽ വോളണ്ടിയർ മെമ്പർ ആയിട്ട്, അങ്ങനെയാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്, വോളണ്ടിയർ മെമ്പർ ആയിട്ട് ചെല്ലാം. ആ എക്സ്പോയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. നിങ്ങൾക്കൊരു ബ്ലേസർ, ഒരു ജാക്കറ്റ് തരും, ഒരു ടീഷർട്ട് തരും, ഒരു ബുക്ക് ആൻഡ് പെൻ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ ഒരു ക്യാമറ തരും, താമസിക്കാനുള്ള സ്ഥലം ഉണ്ടാവും. ഒരാഴ്ച അവിടെ ചെലവഴിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരാഴ്ച ഈ ഫെലോഷിപ്പ് കിട്ടിയ നിങ്ങൾക്ക് എന്താ ഗുണം? നിങ്ങളുടെ റെസ്യൂമിൽ നിങ്ങൾ 3 വർഷം കഴിഞ്ഞ് ഈ ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളൊരു സാധാരണ ഡിഗ്രിക്കാരനല്ല, സാധാരണ ഡിഗ്രിക്കാരിയല്ല, ജപ്പാനിലെ ഫെലോഷിപ്പ് കിട്ടിയ ആളും കൂടിയാണ്. നിങ്ങളുടെ ക്ലാസ്സിലെ മറ്റുള്ളവരെക്കാൾ നിങ്ങളെ ഡിഫറെന്റ് ആക്കുന്ന ഒരു ആസ്പെക്ട്. നാടകം ചെയ്യാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? തിയേറ്റർ ചെയ്യാനാണോ ഇഷ്ടം? ഇന്ന് ഫെലോഷിപ്പുകൾ അവൈലബിൾ ആണ്. ആ ഫെലോഷിപ്പിൽ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച ആർട്ടിസ്റ്റിനോട് സംസാരിക്കാം. 3 days, 1 week, 2 week നിങ്ങൾക്ക് ആർട്ടിസ്റ്റിന്റെ അടുക്ക പോയി ഡ്രാമയെ പറ്റി പഠിക്കാം. പോകാനുള്ള ചെലവ്, താമസിക്കാനുള്ള ചെലവ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പോക്കറ്റ് മണി നിങ്ങൾക്ക് കിട്ടും. ആ പോക്കറ്റ് മണി നിങ്ങൾക്ക് ഉപയോഗിക്കാം. തിരിച്ച് ക്യാമ്പസിൽ വരുമ്പോൾ ക്യാമ്പസിലെ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് സ്വീകരണം തരും. ഒരാഴ്ചക്കാലം എൽബ്രൈറ്റ് ഫെലോഷിപ്പ് ഇറ്റലിയിൽ കിട്ടിയ ഇന്നയാളെ സ്വീകരിക്കുന്നു. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ടെക്സ്റ്റർ തന്നെ മാറും. ഈ ഓപ്പർച്യൂണിറ്റിയെ പറ്റി നമ്മളിൽ മിക്കവർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ 2 ആപ്ലിക്കേഷൻസ് നിങ്ങളെ മിനിമം പരിചയപ്പെടുത്തിയത്. അതിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് മറ്റ് ആപ്ലിക്കേഷൻസിനെ പറ്റിയും അറിയാൻ പറ്റും കേട്ടോ. ഈ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങളുടെ സെൽഫി ഇങ്ങനെ കൈ ഉയർത്തി സൂപ്പർ ആക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ അധ്യാപകർ, നിർമ്മല കോളേജ് എന്ന കോളേജിന്റെ ലെഗസി നിങ്ങളുടെ കൂടെയുണ്ട്. അത് ഇന്ന് ഞാൻ ഉറപ്പ് വരും, എന്റെ ഭാഗത്തു നിന്ന് ഞാൻ ഉറപ്പ് വരുന്നു. ദിസ് ഇസ് നോട്ട് ആൻ മിയർ ഇൻഡക്ഷൻ പ്രോഗ്രാം. ചുമ്മാ കേട്ട് ക്യാമ്പസ് സൂപ്പർ ആണെന്ന് പറഞ്ഞു പോകാതെ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് എന്നെ ഒരു കൂട്ടുകാരനായിട്ട് കണക്കാക്കാം. നിങ്ങൾക്ക് അത് കിട്ടിയാൽ നാളെ അടുത്ത ക്ലാസ്സിന് പോകുമ്പോൾ ഞാൻ പറയും, ഞാൻ ഒരു 3 മാസം മുമ്പ് നിർമ്മല കോളേജിൽ ക്ലാസ് എടുത്തിരുന്നു, ഇപ്പൊ അതിലെ ഒരു കുട്ടിക്ക് ഒരു ഓസ്ട്രേലിയ ഒരു സ്കോളർഷിപ്പ് കിട്ടി എന്നെനിക്ക് ജാടയായിട്ട് അഭിമാനത്തോടെ പറയാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ്.
1 രൂപ പോലും മുടക്കണ്ട. നമുക്കതാണല്ലോ പേടി. 1 രൂപ പോലും മുടക്കണ്ട. മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ക്യാമ്പസിൽ വെച്ച് എടുക്കുന്ന നിങ്ങളുടെ സെൽഫി നോർമൽ സ്റ്റുഡന്റ് സെൽഫി അല്ല, ദി ഓസം സ്റ്റുഡന്റ് സെൽഫി, ഏറ്റവും സൂപ്പർബ് ആയിട്ടുള്ള, മറ്റുള്ളവരിൽ നിന്ന് അല്പം ഡിഫറെന്റ് ആയിട്ടുള്ള, ഇഷ്ടമുള്ളത് ചെയ്ത ആളിന്റെ സെൽഫി, അതിനൊരു വല്ലാത്ത സന്തോഷമുണ്ട്, വല്ലാത്ത സന്തോഷം. അപ്പൊ എലിവേറ്റ് എന്ന വാക്കിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് 2 ആപ്ലിക്കേഷൻസ് ആണ്. യൂത്ത് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ യൂത്ത്. ഓ എന്നാണ് ആ സിംബലിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഓ എന്ന ലെറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ 2 ആപ്ലിക്കേഷന്റെയും കളർ ഈസ് റെഡ്. ഐ മീൻ ദി ആപ്പ് ഐക്കൺ ഈസ് റെഡ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നൗ ഇത് നമുക്ക് പഠിക്കാൻ വളരാനുള്ള ഒരു മേഖല. ഞാൻ ഒരു ചെറിയ ഉദാഹരണം കൂടി നിങ്ങളോട് പറയാം. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം BA ഇംഗ്ലീഷ് കഴിഞ്ഞ ഒരാളാണ്. എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച ആളല്ല, ബട്ട് ദാറ്റ് എനിക്ക് അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ട്രാൻസ്ലേഷൻ കോഴ്സിൽ ഡിപ്ലോമ ചെയ്തു. ഡിഗ്രിക്കാരൻ മാത്രമാണ്. നമ്മുടെ ഭാഷയിൽ ഡിഗ്രിയൊക്കെ, നമ്മുടെ നാട്ടിൽ ഡിഗ്രി എന്ന് വെച്ചാൽ ഒന്നുമല്ല, ഡിഗ്രി ഒന്നുമല്ല, PG ആണ് വേണ്ടത്. PG മാത്രം പോരാ, PhD കൂടി വേണം. ഈ പറയുന്ന സന്ദർഭത്തിൽ എൻ്റെ ഈ കൂട്ടുകാരൻ ഡിഗ്രി മാത്രമാണ്. അയാൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അയാളുടെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ജോബാണ്. ആമസോണിന്റെ കീഴിലുള്ള ഒരു ട്രാവൽ ആൻഡ് ടൂറിസം വിഭാഗത്തിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ആമസോൺ നിങ്ങൾക്ക് അറിയാം. അദ്ദേഹത്തിന്റെ ജോലി എന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തോട് കമ്പനി ഇറ്റലിയിലേക്ക് പോകാൻ പറയും. ഒരു ഉദാഹരണം പറയാണ്, ഇങ്ങനല്ല, എന്നാലും ഞാൻ ഒരു ഉദാഹരണം പറയാണ്. ഇറ്റലിയിലേക്ക് പോകാൻ പറയും. അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനുമുള്ള ടിക്കറ്റ് ചാർജസ് അവർ കൊടുക്കും. വിസ എല്ലാം അവർ പ്രോസസ് ചെയ്യും. ഇറ്റലിയിൽ താമസിക്കാനുള്ള ഒരു ഹോട്ടൽ അവർ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹം ടിക്കറ്റ് എടുത്ത് അല്ലെങ്കിൽ ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം ഇറ്റലിയിലേക്ക് പോകുന്നു. അവിടെ ഒരു ക്യാബ് ഡ്രൈവറിനെ പോലും അദ്ദേഹത്തിന് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ക്യാബ് ഡ്രൈവർ ഇദ്ദേഹത്തിന്റെ പേരും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കും. അവിടെ ചെല്ലുക, ഇയാളുടെ കൂടെ കമ്പനി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിൽ പോയി താമസിക്കുക. അന്ന് കമ്പനി പറയുന്ന റെസ്റ്റോറന്റ്, നമ്മുടെ നാട്ടിൽ ഹോട്ടൽ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആഹാരം കഴിക്കാനുള്ള സ്ഥലം, റെസ്റ്റോറന്റിൽ പോയി കമ്പനി പറയുന്ന ഫുഡ് ഐറ്റം കഴിക്കണം. അത് ചിലപ്പോൾ ഒരു തായ് ഫുഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കോണ്ടിനെന്റൽ ഫുഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡ് ആയിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ 4 ആലു പറാട്ട കഴിക്കാൻ പറയാം. നോർത്ത് ഇന്ത്യൻ ഫുഡാണ് ഈ ആലു പറാട്ട എന്ന് പറഞ്ഞാൽ. ചപ്പാത്തിക്കകത്ത് നിങ്ങൾക്ക് അറിയാം, ഉരുളക്കിഴങ്ങിന്റെ ഒക്കെ മസാല പോലെ, നമ്മൾ മസാല ദോശയ്ക്കകത്ത് ഉപയോഗിക്കുന്ന മസാല പോലെയുള്ള ഐറ്റം അതിൽ സ്റ്റഫ് ചെയ്തിട്ട് തരുന്ന ഒരു സാധനമാണ് ഈ ആലു പറാട്ട എന്ന് പറയുന്ന സാധനം. ഭയങ്കര ഹെവിയാണ്. അത് നല്ല ബട്ടറൊക്കെ ചേർത്ത് കഴിച്ചാൽ നല്ല രുചിയുമാണ്. അപ്പൊ അത് കഴിക്കാനായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് വിചാരിക്കുക. ആ റെസ്റ്റോറന്റിൽ പോയി അത് കഴിക്കുക, മര്യാദയ്ക്ക് ഇരുന്ന് കഴിക്കുക. വേറെ വല്ലതും കഴിക്കണമെങ്കിൽ കഴിക്കാം കേട്ടോ, പക്ഷെ കമ്പനി പറഞ്ഞ ഈ സാധനം കഴിച്ചിരിക്കണം. അത് കഴിച്ച് പേയ്മെന്റ് നടത്തണം. പേയ്മെന്റ് നടത്തിയാൽ കമ്പനി അത് റീഇംബേഴ്സ് ചെയ്യും. നിങ്ങൾ 150 രൂപ കൊടുത്തെന്ന് വെക്കുക, അല്ലെങ്കിൽ 3000 രൂപ കൊടുത്തെന്ന് വെക്കുക. വലിയ ഹോട്ടലിൽ പോകുമ്പോൾ നമ്മൾ വലിയ എക്സ്പെൻസീവ് ആയിരിക്കും. 3000 രൂപ ഒരു ആലു പൊറോട്ടയ്ക്ക് കൊടുത്തെന്ന് വിചാരിക്കുക. ആ പേയ്മെന്റ് നിങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ കമ്പനി അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കും. അപ്പൊ ഇദ്ദേഹത്തിന്റെ പണി എന്താണ്? ഈ ആലു പൊറോട്ടയൊക്കെ കഴിച്ച് കമ്പനി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിൽ തിരിച്ചു പോയി അദ്ദേഹം ഇരുന്ന് എഴുതണം എന്താണ് ആ റെസ്റ്റോറന്റിൽ കണ്ടത്, എന്തായിരുന്നു ആ ഫുഡിന്റെ ടേസ്റ്റ്, എത്ര യുണീക്ക് ആയിരുന്നു. ആ ഫുഡിനെ പറ്റിയും ആ റെസ്റ്റോറന്റിനെ പറ്റിയും വിശദമായിട്ട് എഴുതുക. അതാണ് അയാളുടെ ജോലി. അയാൾക്ക് പെർ മന്ത് കിട്ടുന്ന സാലറി 2.7 lakh rupees. ഞാനൊരു പോസിബിലിറ്റി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. 2.7 ലക്ഷം രൂപ, 2.7, അപ്രോക്സിമേറ്റ്ലി 3 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ. യാത്ര, ഫുഡ് കഴിക്കുക, റെസ്റ്റോറന്റിനെ പറ്റി എഴുതുക. അപ്പൊ നമ്മൾ വിചാരിക്കും നല്ല ഉപ്പായിരുന്നു, നല്ല മുളകായിരുന്നു, നല്ല മസാലയായിരുന്നു എന്ന് എഴുതാനല്ല. അപ്പൊ അതിന്റെ ലാംഗ്വേജ് വ്യത്യാസമാണ്. അയാളുടെ ലാംഗ്വേജ് വളരെ ക്രിസ്പാണ്, പ്രിസൈസ് ആണ്. അയാളുടെ ലാംഗ്വേജ് യൂസേജ് നല്ല ആയിരിക്കണം. ഇത്രമേൽ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ലോകം നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ നമുക്കറിയാവുന്നത് വളരെ ചെറിയ ജോബ് പ്രൊഫൈൽസ് മാത്രമാണ്. ലോകം, നിങ്ങൾക്ക് ഒരു വ്ളോഗിങ്ങിലാണ് താല്പര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യുന്നതാണ് താല്പര്യം, അതിലേക്ക് ചെന്ന് ചേരാൻ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ 2 ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തു. ആ 2 ആപ്ലിക്കേഷൻസിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ലോകം വലുതാവും. നിങ്ങൾ അപ്ലൈ ചെയ്തില്ലെങ്കിലും സാരമില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ലോകം ഇത്രമേൽ വലുതാണ്, ഈ ലോകത്തിൽ ഇത്രമേൽ സാധ്യതകളുണ്ട്. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ, ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും ഓൺലൈനിലൂടെ അറിയാനുള്ള സാധ്യത കൂടുതലാണ്. ക്യാമ്പസിൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട്. അത് നമുക്ക് തിരിച്ച് എത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഈ എലിവേറ്റ് എന്ന വാക്കിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഈ ഒരു സാധ്യതകളുടെ ലോകമാണ്. ഫെലോഷിപ്പുകളുടെ, സ്കോളർഷിപ്പിന്റെ, സാധ്യതകളുടെ, ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ജോലികളുടെ ഒരു ലോകം. ഇങ്ങനെ എടുത്താൽ മതിയോ? മതി.
സിമ്പിൾ യൂഷ്വൽ ക്യാമ്പസ് ലൈഫ്. ക്യാമ്പസിൽ നിങ്ങളുടെ ചിത്രം നോക്കി, നിങ്ങളുടെ മുഖത്ത് നോക്കി മറ്റുള്ളവർക്ക് അഭിമാനവും സന്തോഷവും തോന്നണമെങ്കിൽ ഇങ്ങനെയും കൂടി സെൽഫി എടുക്കാൻ, കൈ ഇങ്ങനെ ഉയർത്താൻ, എലിവേറ്റ് ചെയ്യാനാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അത് ഇത്രയേ ഉള്ളൂ. ചില ഫെലോഷിപ്പുകളെ പറ്റി, സ്കോളർഷിപ്പുകളെ പറ്റി എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു 5-10 മിനിറ്റ് എപ്പോഴും പോയി എനിക്ക് എന്താ സാധ്യത എന്ന് അറിയാൻ ചെക്ക് ചെയ്യാനല്ല. നിങ്ങൾ വെറുതെ ഇൻസ്റ്റാഗ്രാമിലൂടെ പോയാൽ മതി, ഫേസ്ബുക്കിലൂടെ പോയാൽ മതി. നിങ്ങൾ ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഒരുപാട് ഫെലോഷിപ്പുകളെ പറ്റി ഫ്രീ ആയിട്ട് കണ്ടന്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ആൻഡ് കിട്ടിയാൽ മാത്രം പോരാ, നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണം ഈ ആപ്ലിക്കേഷനൊക്കെ എഴുതാൻ. സാറേ എനിക്കിതൊന്ന് പറഞ്ഞു തരാമോ? നിങ്ങൾക്കത് പറഞ്ഞു തരാൻ നിങ്ങളുടെ അധ്യാപകർ, നിർമ്മലയുടെ ലെഗസി അതാണ്. നിങ്ങളുടെ അധ്യാപകർ തയ്യാറാണ്. നിങ്ങളുടെ അധ്യാപകരെയും നിങ്ങളെയും ഹെൽപ്പ് ചെയ്യാൻ ഞാനും തയ്യാറാണ്. അപ്പൊ എന്റെ സെൽഫി കുറച്ചുകൂടി നല്ലതാണ്. അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് പറയാം, എന്റെ പിള്ളേര്, നിർമ്മലയിലെ പിള്ളേരെന്നല്ല പിന്നെ ഞാൻ പറയാം, എന്റെ പിള്ളേരെന്ന് ഞാൻ പറയും, എന്റെ കൂട്ടുകാരെന്ന് ഞാൻ പറയും. അത് എനിക്ക് എന്ത് അഭിമാനം എന്നറിയാം. 18ന്റെ കൂടെ ഇനിയും കുട്ടികൾ ആഡ് ചെയ്യപ്പെടും. എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ പലരുടെയും ഔദാര്യത്തിലാണ് എനിക്ക് പലതും അറിയാൻ പറ്റിയത്. പല സ്കോളർഷിപ്പുകൾ കിട്ടിയത്, പാകിസ്ഥാനിൽ പോയത്, മാൽദീവ്സിൽ പോയത്, ശ്രീലങ്കയിൽ പോയത്, ബംഗ്ലാദേശിൽ പോയത്, രാജ്യങ്ങളൊക്കെ കാണാൻ പറ്റിയത് പലരുടെയും ഔദാര്യം കൊണ്ടാണ്. പലരും എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ്. എൻ്റെ അപ്പനും അമ്മയ്ക്കും ആ അറിവില്ല, എനിക്ക് അറിവില്ല. പക്ഷെ ഞാൻ എത്തിപ്പെടാനായിട്ട് എനിക്ക് പറ്റിയത് പല മനുഷ്യരുടെ ഔദാര്യം കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് കിട്ടിയ ഔദാര്യം നിങ്ങൾക്ക് തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് സാധാരണ ഒരു ട്രെയിനറിനെ കാണുമ്പോൾ എന്നെ കാണരുത്. ഐ ഡോണ്ട് വോണ്ട് ടു ബി, ഐ വോണ്ട് ടു ബി കോൾഡ് ആസ് എ ടീച്ചർ. അധ്യാപകൻ എന്ന രീതിയിൽ അറിയപ്പെടാനാണ് ഇഷ്ടം. രണ്ടാമത്തെ വാക്കിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. എലിവേറ്റ് എന്ന വാക്ക് ഏകദേശം കിട്ടിയല്ലോ. നിങ്ങളുടെ സെൽഫി, ക്യാമ്പസിൽ നിങ്ങളുടെ സെൽഫി നോക്കി അഭിമാനം കൊള്ളണം നിങ്ങളുടെ ടീച്ചേഴ്സ്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്. പ്രവീൺ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേര് പറയുമ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ കൊച്ച എന്ന് പറയാൻ ടീച്ചർമാർക്ക് ഒരു വ്യഗ്രത ഉണ്ടാവും. നമ്മളെ തള്ളിപ്പറയുന്ന ലോകം, നമ്മളെ കളിയാക്കിയ ലോകം നമ്മളെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കും. ഒരു ഫെലോഷിപ്പ് കിട്ടിയാൽ മതി, ഒറ്റ ഫെലോഷിപ്പ്, ഒരു സ്കോളർഷിപ്പ്. അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതായിരിക്കാം, യാത്ര ചെയ്യാനുള്ളതായിരിക്കാം, പക്ഷെ ലോകം നിങ്ങളുടെ ഗ്രേഡ് അങ്ങ് കൂട്ടും. നിങ്ങളുടെ സെൽഫി അങ്ങ് സൂപ്പറാവും. ഈ രീതിയിൽ നിങ്ങളുടെ സെൽഫി ഏറ്റവും മികച്ചതാവും. രണ്ടാമത്തെ വാക്കിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്. നമ്മൾ ക്യാമ്പസിൽ അധികം ചെയ്യാത്ത നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇവിടെ നമ്മൾ സെൽഫി എടുത്തു, നമ്മൾ സൂപ്പറാണ്, പഠിക്കാൻ പഠിക്കുന്നതാണ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം സൂപ്പറാണ്. പക്ഷേ അതിനോടൊപ്പം സൂപ്പർ ആവേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ വാക്ക്, ഇവാലുവേറ്റ്. ഇവാലുവേറ്റ്. നമ്മൾ സെൽഫി എടുത്തു, നമ്മുടെ ഫോണിൽ ഡിലീറ്റ് ചെയ്യാനും അടുത്ത സെൽഫി എടുക്കാനും ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഒരു 2 സെക്കൻഡ് എങ്കിൽ 2 സെക്കൻഡ്, 3 സെക്കൻഡ് എങ്കിൽ 3 സെക്കൻഡ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ സെൽഫിയിൽ സൂക്ഷിച്ചു നോക്കും. ഇന്നത്തെ ക്യാമ്പസിൽ നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് നമ്മളെ പറ്റി ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സമയം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം പാലായിൽ നടന്ന ഒരു അരും കൊല പ്രണയത്തിന്റെ പേരിൽ. ക്യാമ്പസുകളിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും നിങ്ങൾക്കറിയാം. നമ്മുടെ മനസ്സുകളെ, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങളെ കുറച്ചും കൂടി അധ്യാപകരുമായിട്ട് കണക്ട് ചെയ്യുന്ന, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് കണക്ട് ചെയ്യുന്ന, നിങ്ങൾ നാളെ പ്രണയിക്കേണ്ട എന്നൊന്നും പക്ഷമുള്ള ആളല്ല, എന്നാൽ എല്ലാവരും പ്രണയിക്കണം എന്ന പക്ഷമുള്ള ആളല്ല. പ്രണയം സ്വാഭാവികമായിട്ട് സംഭവിക്കുകയാണെങ്കിൽ ആ പ്രണയം എങ്ങനെ സുന്ദരമാക്കാം, സൗഹൃദം എങ്ങനെ മികച്ചതാക്കാം, നിങ്ങളുടെ അധ്യാപകരോടുള്ള നിങ്ങളുടെ പെരുമാറ്റം. നമ്മുടെ അധ്യാപകരെല്ലാം കുറവുള്ളവരാണ്. സം മേ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് വെരി ഫ്ലുവൻലി എന്ന് കരുതി അവർ ക്വാളിറ്റി ഉള്ളവരാണൊന്നുമില്ല. ചിലർക്ക് ഇംഗ്ലീഷ് അത്രമേൽ ഫ്ലുവൻ്റ് ഒന്നും ആയിരിക്കുകയില്ല. ചിലരെ കാണാൻ ഈ പറഞ്ഞ പോലെ വലിയ സൗന്ദര്യമുള്ളവരൊന്നും ആയിരിക്കുകയില്ല. പക്ഷെ നിങ്ങളുടെ അധ്യാപകരോട്, നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനോട്, നിങ്ങളുടെ മറ്റു ഡിപ്പാർട്ട്മെന്റിലുള്ളവരോട് പെരുമാറാൻ, നമ്മുടെ സെൽഫി എത്ര സൂപ്പർ ആണെങ്കിലും, ഞാനെന്ന് പറയുന്ന ആൾ എത്ര സൂപ്പർ ആണെങ്കിലും, കിടിലൻ സെൽഫി ആണെങ്കിലും, ലോകം മൊത്തം കറങ്ങിയിട്ടുണ്ടെങ്കിലും, കോമൺവെൽത്ത് ഫെലോഷിപ്പ് കിട്ടിയെങ്കിലും, PhD ഉണ്ടെങ്കിലും, if you are not able to do evaluation properly, സെൽഫി എടുത്തിട്ട് അത് കൊള്ളാമോ ഇല്ലയോ എന്ന് നോക്കിയില്ലെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ? വല്ല പ്രയോജനമുണ്ടോ? അതുകൊണ്ട് ഇവാലുവേഷൻ, ഒന്നാമത്തെ വാക്ക് എലിവേറ്റ് എന്നുള്ള വാക്കായിരുന്നു. അതിലാണ് ഞാൻ നിങ്ങൾക്ക് ചില ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തിയത്. രണ്ടാമത്തെ വാക്ക് ഇവാലുവേറ്റ്. ഇവാലുവേറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ. ഞാൻ നല്ലൊരു കൂട്ടുകാരനാണോ? ഞാൻ നല്ലൊരു സ്റ്റുഡൻ്റ് ആണോ? ഞാൻ നല്ലൊരു മകനാണോ മകളാണോ? ഞാൻ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണോ?
ഞാനൊരു നല്ല നിർമ്മല പ്രൊഡക്റ്റ് ആണോ എന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ മുതൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാമ്പസിന്റെ ക്വാളിറ്റി ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി ഒരു 2%, 3% കുറച്ചും കൂടി ഉയരും. നിങ്ങളുടെ ക്വാളിറ്റി 2 to 10%, 20%, 30% ഉയരും. ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് മനസ്സിലിട്ടോളുക. നമ്മൾ ഇവാലുവേഷൻ ചെയ്യുന്നത് നമ്മുടെ അധ്യാപകർ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അവരെ അടിമുടി നോക്കും, അവരെ ഇവാലുവേറ്റ് ചെയ്യും, നമ്മൾ അവർക്ക് കളിയാക്കി പേരിടും. നമുക്ക് വരുന്ന നമ്മളെ ക്ലാസ് എടുക്കാൻ വരുന്ന അച്ഛന് നമ്മൾ കളിയാക്കി പേരിടും അല്ലെ, അവരുടെ രീതികള്, നടപ്പ്, നോട്ടം, ഇരിപ്പ് അല്ലെ, ഇതെല്ലാം കണക്ക് കൂട്ടി നമ്മൾ അവർക്ക് പേരുകൾ ഇടും, നമ്മുടെ ടീച്ചേഴ്സിന് പേരിടും. അതിൽ തെറ്റൊന്നുമില്ല, നമ്മളെല്ലാവരും ഇടുന്നതാണ്. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടെന്ന് നമുക്കറിയണം. നമ്മൾ മറ്റുള്ളവരെ ഇവാലുവേറ്റ് ചെയ്യും. നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലുള്ളവരെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും, മറ്റു ഡിപ്പാർട്ട്മെന്റിലുള്ളവരെ ഇവാലുവേറ്റ് ചെയ്യും. എന്നാൽ നമ്മൾ എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമാണ് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് 4 ഹോർമോണുകൾ പരിചയപ്പെടുത്താൻ പോകും. 4 ഹോർമോണുകൾ നമ്മുടെ ക്യാമ്പസിലെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഏജില് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തിളച്ചു മറിയുന്ന ഒരു സാധനമാണ് ഈ ഹോർമോണുകൾ. ന്യൂറോ കെമിക്കൽസ് എന്ന് വേണം, ഹോർമോൺസ് എന്നല്ല, ന്യൂറോ കെമിക്കൽസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ പ്രണയിക്കാൻ പ്രേരിപ്പിക്കുന്ന, റെസ്പെക്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന ചില ന്യൂറോ കെമിക്കൽസ്. നിങ്ങൾ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ, അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ, നമ്മൾ ഫോൺ എടുത്തു വെച്ചിട്ട് നമ്മളിങ്ങനെ വാട്സപ്പ് ചെയ്യും അല്ലെ, നമ്മുടെ കൂട്ടുകാർ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ, ഗ്രൂപ്പിലുള്ള ഇന്ററാക്ഷൻ, ക്യാമ്പസിലുള്ള ഒരു ഇന്ററാക്ഷൻ, ടീച്ചേഴ്സുമായിട്ടുള്ള നമ്മുടെ ഇന്ററാക്ഷൻ, ഇതില് നിങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലെങ്കിൽ, നിങ്ങൾ എത്ര മികച്ച ആളാണ്, നിങ്ങളുടെ ലോകത്ത് നിങ്ങൾ എത്ര സൂപ്പർ ആളാണെങ്കിലും അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. സിമ്പിൾ എക്സാമ്പിൾ, സെൽഫി എങ്ങനെയോ എടുത്തു, നല്ലതായാലും ചീത്തയായാലും, അത് നോക്കാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ സെൽഫി എടുത്തതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. നമ്മുടെ സിനിമയിലൊക്കെ പറയുന്ന പോലെ എത്ര ഉയരങ്ങൾ കീഴടക്കിയാലും ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ, അതിലൊരു പോയിന്റും ഇല്ല. ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞിട്ട് അതൊന്ന് വിശദീകരിക്കാം. സാധാരണ അധ്യാപകർ അല്ലെങ്കിൽ മോട്ടിവേറ്റേഴ്സ് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, പരുന്തിനെ പോലെ പറന്നുയരണം. എല്ലാവരും പറയുന്ന ഒരു കാര്യം, പരുന്താണ് അവരുടെ എല്ലാവരുടെ എക്സാമ്പിൾ. ഫ്ലൈ ഹൈ, സ്പ്രെഡ് യുവർ വിങ്സ് എന്നൊക്കെയാണ് പറയാ അല്ലെ. അപ്പൊ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം, ഈ പരുന്ത് ഇങ്ങനെ പറന്ന് മോളിൽ ചെന്ന് കഴിഞ്ഞിട്ട് അതിന് ആഹാരം കഴിക്കണമല്ലോ അല്ലെ, നല്ലല്ലേ ഇതിന് വീണ്ടും എനർജിയോട് കൂടി പറക്കാൻ പറ്റുള്ളൂ. ഈ ആഹാരം കഴിക്കണമെങ്കിൽ അത് എന്ത് ചെയ്യണം? അത് ഒന്നെങ്കിൽ മരത്തേൽ വല്ലതും വന്നിരിക്കണം, അല്ലെങ്കിൽ ഭൂമിയിൽ വരണം. എന്നിട്ട് അതിന്റെ ആഹാരം എടുത്ത് വീണ്ടും ഏതെങ്കിലും ഒരു മരച്ചില്ലയിൽ പോയി ഇരിക്കുകയോ, അല്ലെങ്കിൽ അതിനെ പിടിക്കാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് ആഹാരം കഴിക്കണം. അതിൽ നിന്ന് എനർജി കിട്ടിയിട്ട് വേണം വീണ്ടും പറക്കാൻ. അപ്പൊ ഈ ലോകം മൊത്തം നമ്മളോട് പറയുന്നത് സക്സസ്ഫുൾ ആവണം, പറക്കണം, ഈഗിൾ ആവണം. ഈഗിളിന്റെ ഒക്കെ വീഡിയോസ് കാണിക്കും നമ്മളെ പലപ്പോഴും. നോക്കൂ, അബ്ദുൽ കലാമിനെ നോക്കൂ, ആൽബർട്ട് ഐൻസ്റ്റീനെ നോക്കൂ എന്നൊക്കെ നമ്മളോട് പറയും. അതിൽ തെറ്റൊന്നുമില്ല, നോക്കണം. പക്ഷെ പരുന്ത് പോലെ ഇങ്ങനെ പറന്നാൽ മാത്രം പോരാ, ഭൂമിയിൽ നമുക്കൊരു വേരും കൂടി വേണം. യു ഷുഡ് ഹാവ് യുവർ റൂട്ട്സ്. വേര് വേണം. ഇറ്റ്സ് നോട്ട് അബൌട്ട് വിങ്സ്. എവ്രി വൺ ടോക്സ് അബൌട്ട് വിങ്സ്. പറക്കണം, മികച്ച ആളാവണം, ലോകം കാണണം, ലോകത്തിൽ അറിയപ്പെടണം. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റൂട്ട്സ്, വേരുകൾ. അതിന് നമ്മളെ സഹായിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ളവരുടെ കൂടെ നമ്മൾ എങ്ങനെ ഇടപഴകുന്നു, ഹൗ യു ഇവാലുവേറ്റ് യുവർ സെൽഫ്. അതിന് 4 ന്യൂറോ കെമിക്കൽസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകും. ശ്രദ്ധിച്ചു കേൾക്കണം. നന്നായി പ്രണയിക്കാൻ, നന്നായിട്ട് പെരുമാറാൻ, നന്നായിട്ട് അധ്യാപകരുടെ കൂടെയാവാൻ, ക്വാളിറ്റി ടൈം കോളേജിൽ സ്പെൻഡ് ചെയ്യാൻ, ഈ 4 കെമിക്കൽസിനെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തേത് ഡോപ്പമൈൻ. ഈ ആദ്യത്തെ വിരല് ഇസ് ഡോപ്പമൈൻ. ഡോപ്പമൈൻ. ഞാൻ അതിന്റെ സ്ലൈഡ് കാണിക്കാം. നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുവരെയുള്ളവർക്ക് നിങ്ങളുടെ ഫോണൊക്കെ ഒന്ന് എടുത്തിട്ട് ഒരു 1-2 മെസ്സേജുകളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യാം. ഫോണിലൂടെയാണ്, ലാപ്ടോപ്പിലൂടെയാണെങ്കിൽ ആ നിങ്ങളുടെ ചാറ്റിൽ എടുത്തിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കും. സംതിങ് വിച്ച് കംസ് ടു യുവർ മൈൻഡ് സോ ഫാർ. ഇതുവരെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചോദിക്കാം. ഒന്ന് അറിയാൻ വേണ്ടിട്ട്, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. യെസ്, നിതിൻ ബെന്നി. താങ്ക് യു നിതിൻ ബെന്നി ഫോർ യുവർ റെസ്പോൺസ്. ഗിബ്സൺ. ഗിബ്സൺ നല്ല പേര് കേട്ടോ, ഗിബ്സൺ. എനിക്കറിയാം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് സംസാരിക്കാനൊക്കെ ഇച്ചിരി ചമ്മലൊക്കെ ഉള്ള സമയമാണ്.
എന്റെ ജോലി അതല്ല, ഐ ഡു ദാറ്റ്. ഞാൻ സാധാരണ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കും ഓൺലൈനിലാണെങ്കിലും. പക്ഷെ ഇന്ന് എനിക്കത് എന്റെ മനസ്സിലുള്ള ചില ഇൻഫർമേഷൻസ് നിങ്ങളെ എത്തിച്ചു തരണം, നിങ്ങളുടെ ക്വാളിറ്റി കൂട്ടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. ഓക്കെ, കീപ് ഗോയിങ്. അശ്വതി, ഓക്കെ, അശ്വതി, യെസ് സർ. അക്സ, യെസ്. ബിജു, അരവിന്ദ്, അബിയ, യെസ്. നമ്മൾ കണക്റ്റഡ് ആണ്. നമ്മളൊരു അധ്യാപകൻ വിദ്യാർത്ഥി എന്നുള്ള തലത്തിലല്ല. Even more than that, if you want a mentor along with your Nirmala College, ക്യാമ്പസിന്റെ ലെഗസി നിന്നുകൊണ്ട് തന്നെ. യെസ്, ഇതാ, ഓക്കെ. അതുല്യ, അഭിമന്യു, ഡിറ്റോ, യെസ്. ലക്ഷ്മിജ, സരണ്യ, ജോൺ, ബിബിൻ, സെബിമോൻ, യെസ്. ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ആക്കിയത് നിങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി കേട്ടോ. അപ്സര ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. അഭിജിത്ത്, വെരി ഗുഡ്. യെസ് യെസ്, ഇവിടെ ഉണ്ട് എന്റെ കൂടെ. ഓക്കെ, വെരി ഗുഡ്, ഐ എം സോ ഹാപ്പി. കേൾക്കുന്നുണ്ട്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യട്ടെ. ഒരു യെസ് പറഞ്ഞ ആരെങ്കിലും. ഞാൻ ഈ ഒരുമാതിരി കൊച്ചു പിള്ളേരോട് വർത്താനം പറയുന്ന പോലെ കരുതരുത്. ഇതൊരു പ്ലാറ്റ്ഫോമിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരുമിച്ചായിരുന്നെങ്കിൽ നമ്മൾ നാടകമൊക്കെ കളിച്ച് തകർത്തേനെ. ബട്ട് ലിമിറ്റേഷൻസ് ഇങ്ങനെ ആയിപ്പോയി. ഓക്കെ, ഒരു യെസ് പറഞ്ഞ ആരെങ്കിലും. ഷാൽ ഐ സ്റ്റാർട്ട്? യെസ്, കുറെ യെസ്സുകൾ കിട്ടി. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഭാഗം നമ്മുടെ ഇവാലുവേഷൻ. അതിൽ ഫസ്റ്റ് ന്യൂറോ കെമിക്കൽ എന്ന് പറഞ്ഞാൽ ഡോപ്പമൈൻ. ഞാൻ അത് സ്ലൈഡിലൂടെ കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലേക്ക് വരും. ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണേ. യെസ്, യെസ്, ഒരു 4 പേരുടെ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, അതില് നമുക്കറിയാം ഇത് എന്തിന്റെ കാർട്ടൂൺ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫാന്റാസ്റ്റിക് ഫോർ എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ഉണ്ട്, സിനിമയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇത്തരം സിനിമകളൊക്കെ നിങ്ങളെ പോലെ തന്നെ എനിക്കും ഇഷ്ടമാണ്, സൂപ്പർ ഹീറോ മൂവീസ്. ഈ സൂപ്പർ ഹീറോസിനെ പോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 4 ന്യൂറോ കെമിക്കൽസ് ആണ് ഇനി സ്ക്രീനിൽ വരാൻ പോകുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ഇപ്പോഴാണ് വന്നത്. ഓക്കെ, ഡോപ്പമൈൻ ഒന്നാമത്തേത്. ഇനി എന്റെ വിരലിലോട്ടും കൂടെ ഒന്ന് നോക്കിയേക്കണേ. എനിക്കറിയാം ഒരു ഇച്ചിരി ലാഗ് ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നുണ്ടെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് സ്ക്രീനിലോട്ടുകൂടെ നോക്കിയേക്കണേ. ദ ഫസ്റ്റ് വൺ ഈസ് ഡോപ്പമൈൻ. ഒന്നാമത്തേത് ഡോപ്പമൈൻ ആണ്. നമുക്ക് എന്തെങ്കിലും പ്ലഷർ കിട്ടുന്ന സാധനം, പ്ലഷർ കിട്ടുന്ന എന്ത് സാധനം ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ന്യൂറോ കെമിക്കലാണ് ഡോപ്പമൈൻ. നിങ്ങൾ ഫുട്ബോൾ കളിച്ചു, ഒരു ഗോൾ അടിച്ചു, ഡോപ്പമൈൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾ നിങ്ങളെ നോക്കി ചിരിച്ചു, ഡോപ്പമൈൻ. അല്ലെ, നമുക്ക് ഇഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ന്യൂറോ കെമിക്കലാണ് ഡോപ്പമൈൻ. രണ്ടാമത്തെ ന്യൂറോ കെമിക്കലാണ് ഓ കൊണ്ട് തുടങ്ങുന്ന ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എന്ന് പറയും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് പോസ് ചെയ്യാണ്, അതവിടെ നിൽക്കട്ടെ. മൂന്നാമത്തേതാണ് സെറട്ടോണിൻ. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് അതും അവിടെ നിൽക്കട്ടെ. അവസാനത്തെ പറയാം, എൻഡോഫ്രിൻ. എൻഡോഫ്രിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വളരെ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്താൽ, ഒരു എക്സസൈസ് ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ന്യൂറോ കെമിക്കലാണ് എൻഡോഫ്രിൻ. ഇതുകൊണ്ടുള്ള ഗുണം നമുക്ക് എന്തെങ്കിലുമൊക്കെ വേദനകളൊക്കെ വരുമ്പോൾ ഇച്ചിരി സഹിക്കാനുള്ള ഒരു എബിലിറ്റി അത് നമുക്ക് തരും. അപ്പൊ ഈ 4 ന്യൂറോ കെമിക്കൽസ് ഒന്ന് ഓർത്ത് വെച്ചോളുക. 4 വിരലുകളാണ്. ഫാന്റാസ്റ്റിക് ഫോർ പോലെ നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ട 4 ന്യൂറോ കെമിക്കൽസ് ആണ് ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോഫ്രിൻ. അതിലെ ആദ്യത്തേതും അവസാനത്തേതും മാത്രമേ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ തൽക്കാലം അതൊന്ന് പോസ് ചെയ്യണേ. യെസ്, 4 ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. ഇനി എന്നിലേക്ക്. എനിക്ക് എന്റെ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങൾ കാണണം എന്ന ആഗ്രഹമുണ്ട്. കാരണം ഒരു മനുഷ്യന്റെ ആത്മാർത്ഥത അയാളുടെ എക്സ്പ്രഷൻസിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. നമ്മൾ എത്ര മനസ്സിലുണ്ടെങ്കിലും അയാളുടെ എക്സ്പ്രഷൻസിലൂടെയാണ്. എനിക്കറിയാം ഇത്രയും കുട്ടികൾ എന്നെ കേൾക്കുകയാണ്, അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് ഐ ലവ് എക്സ്പ്രഷൻസ്. എന്റെ ആ എക്സ്പ്രഷൻസിൽ ആത്മാർത്ഥത കൊണ്ടുവരാനും ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് 4 ന്യൂറോ കെമിക്കൽസ് ആണ്. ഒന്നാമത്തേത് ഡോപ്പമൈൻ, രണ്ടാമത്തേത് ഓക്സിറ്റോസിൻ, മൂന്നാമത്തേത് സെറട്ടോണിൻ, നാലാമത്തേത് എൻഡോഫ്രിൻ. അതിലെ ഒന്നാമത്തേത് ഡോപ്പമൈൻ. ഞാൻ പറഞ്ഞു ഇഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ, നമുക്ക് ഇഷ്ടമല്ലാത്തത് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പം നമ്മൾ തളരും. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, പാലയിൽ ഒരു പ്രണയം നഷ്ടപ്പെട്ട ഒരാള്,
അയാൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം സംഭവിച്ചപ്പോൾ പെട്ടെന്ന് തളർന്നു, ദേഷ്യം വന്നു, വാശിയായി. ഇതെല്ലാ കാര്യത്തിലും ഉണ്ട് കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്നില്ലെങ്കിൽ നമുക്കൊരു ദേഷ്യവും വെപ്രാളവും. അതിന്റെ കാരണക്കാരനാണ് ഈ ഡോപ്പമൈൻ എന്ന് പറയുന്ന ന്യൂറോ കെമിക്കൽ. നമ്മൾ എന്തെങ്കിലും ഒരു ഡ്രഗ് കഴിക്കുകയാണെങ്കിൽ, നമ്മളൊരു പറഞ്ഞ പോലെ ഈ ഡ്രഗ് അബ്യൂസേഴ്സ്, ഈ പറഞ്ഞ പോലെ മയക്കുമരുന്നോ കഞ്ചാവോ ഒക്കെ കഴിക്കുന്നവരുടെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അവരെ ബാധിക്കുന്നത് ഈ ഡോപ്പമൈനാണ്. പ്രണയിക്കുമ്പോൾ ബാധിക്കുന്നത് ഈ ഡോപ്പമൈനാണ്. ബൈക്ക് ഓടിക്കുമ്പോൾ ബാധിക്കുന്നത് ഈ ഡോപ്പമൈനാണ്. ഇത് നമുക്ക് വേണം, കാരണം ഇതുണ്ടെങ്കിലേ നമുക്ക് സന്തോഷം ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ ഇത് മാത്രം മതിയെങ്കിൽ നമ്മൾ പ്രണയിക്കുകയല്ല, നമ്മൾ ഇഷ്ടപ്പെടുകയല്ല, നമുക്ക് പാഷൻ അല്ല, നമുക്ക് ഈ ഡ്രഗ് കഴിക്കുമ്പോൾ ഒരു ആവേശം ഉണ്ടാവുമല്ലോ, ഇനിയും വേണം, കിട്ടിയില്ലെങ്കിൽ ഞാൻ കൊന്നുകളയും. അതിനെയാണ്, അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട് ഈ ഡോപ്പമൈൻ. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. എൻ്റെ അടുക്ക് കൗൺസിലിങ്ങിന് ഒരു കപ്പിൾ വന്നു. അവരുടെ ഇടയിലെ പ്രശ്നം എന്താണെന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനിത് പൊക്കി അല്ലെങ്കിൽ കഥ പറയുമല്ല, നടന്ന കാര്യമാണ്. 10:56 വൈഫ് ഹസ്ബൻഡിന് മെസ്സേജ് അയച്ചു. 10:56 ആ 10:56 മെസ്സേജ് ചെന്നു. നമുക്കറിയാം, ഒരു സിംഗിൾ ടിക്ക് ഉണ്ട്, ഡബിൾ ടിക്ക് ഉണ്ട്, അത് കഴിഞ്ഞ് ഒരു ബ്ലൂ ടിക്ക് വരും. ബ്ലൂ ടിക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം, അത് കണ്ടു എന്നാണ് അർത്ഥം. 10:56 മെസ്സേജ് അയച്ചു. 10:57 ബ്ലൂ ടിക്ക് വീണു. വൈഫ് ഹസ്ബൻഡിന് അയച്ചാണ്. 10:57 ബ്ലൂ ടിക്ക് വീണിട്ട് ഹസ്ബൻഡ് റെസ്പോണ്ട് ചെയ്തത് 11:02. അതായത് 10:57 മെസ്സേജ് ബ്ലൂ ടിക്ക് വീണു. 10:58, 10:59, 11, 1, 2 5 മിനിറ്റ് കഴിഞ്ഞാണ് ഹസ്ബൻഡ് റെസ്പോണ്ട് ചെയ്തത്. ഓക്കെ, ഇത് അവരുടെ ലൈഫിലെ ഒരു ട്രിഗറിങ് ഇഷ്യൂ ആയി. നേരത്തെയൊക്കെ റെസ്പോണ്ട് ചെയ്യുമായിരുന്നു കൃത്യമായിട്ട്. ബ്ലൂ ടിക്ക് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ബ്ലൂ ടിക്ക് വന്നിട്ട് അയാൾ എന്താ എന്നോട് റെസ്പോണ്ട് ചെയ്യാത്തത്? അപ്പൊ ഇപ്പൊ അയാൾക്ക് എന്നെ വേണ്ട. 2 മക്കളുണ്ട് അവർക്ക്. 7 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 2 മക്കളുണ്ട്. അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇതുകൊണ്ടല്ല തുടങ്ങുന്നത്, പക്ഷെ ഒരു പ്രശ്നമായിട്ട് തുടങ്ങുന്നത്, ഒരു പ്രശ്നം, വലിയൊരു പ്രശ്നത്തിലേക്ക് അത് ചെന്ന് ചേരുന്നതിന്റെ കാരണം പറയാണ്. മെസ്സേജ് അയച്ചു 10:56, 10:57 ബ്ലൂ ടിക്ക് വീണു, 11:02 ആയപ്പോഴാണ് ഹസ്ബൻഡ് റെസ്പോണ്ട് ചെയ്തത്. അതാണ് പ്രശ്നം. അപ്പൊ എന്റെ അടുത്ത് അത് പറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ഒരു ചെറിയ കാര്യമാണോ? അല്ല സാറേ, ചെറിയ കാര്യമല്ല. എത്ര നാളായിട്ട് ഇയാൾ ഇത് ചെയ്യുവാന്നറിയാമോ? എന്നെ കൊച്ചിനെയും വേണ്ട, എനിക്ക് വേറെ അഫയർ ഉണ്ടോ? ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇവരിങ്ങനെ പറയാണ്. പക്ഷെ തുടക്കം എന്താണെന്നറിയാമോ? 5 മിനിറ്റ് താമസിച്ച മെസ്സേജ്. നമുക്കിടയിലും സംഭവിക്കുന്നുണ്ട് ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വാട്സപ്പ് മെസ്സേജിന്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം മെസ്സേജിന് നമ്മുടെ ഫ്രണ്ട്സ്, നമ്മൾ ഇഷ്ടപ്പെടുന്നവര് റെസ്പോണ്ട് ചെയ്യാതെ വരുമ്പോൾ നമുക്കൊരു വെപ്രാളം വരും. ആ വെപ്രാളത്തിന്റെ കാരണം ഡോപ്പമൈനാണ്. നമ്മുടെ ഇഷ്ടമുള്ള കാര്യം നടന്നില്ലെങ്കിൽ നമുക്കൊരു വെപ്രാളവും അയ്യോ ഒരു വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ടാവുന്നത് കാരണം ഡോപ്പമൈനാണ്. ഇത് വേണ്ടേ? വേണം, ആവശ്യത്തിന്. നമ്മുടെ കറിക്ക് നമ്മൾ ഉപ്പിടുന്ന പോലെ, കറിക്ക് നമ്മൾ ഉപ്പ് നല്ലതാണെന്നും പറഞ്ഞ്, ഉപ്പില്ലാതെ കഴിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് 2, 3 സ്പൂൺ 5 സ്പൂണൊന്നും ഇടാറില്ല. ആവശ്യത്തിന് മാത്രമേ നമ്മൾ ഉപ്പിടാറുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഡോപ്പമൈൻ അല്പം കൂടിപ്പോയാൽ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം മതി. അത് കൂട്ടുകാര് നമ്മൾ പറയും, ഞാൻ നിന്റെ കൂടെ കഴിഞ്ഞ തവണ മാർക്കറ്റിൽ വന്നില്ലേ, അപ്പൊ ഇന്ന് ഞാൻ വിളിക്കുമ്പോ നീ വരണം. ഞാൻ കഴിഞ്ഞ തവണ നിനക്ക് വേണ്ടി അത് ചെയ്തില്ലേ, അവന് ഇത്തവണ നീ വരണം. ടീച്ചർ പറയുന്നതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പം സംഭവിക്കുന്നില്ല. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് എതിരെ ആരെങ്കിലും നിന്നാൽ, അത് ടീച്ചറോ അപ്പനോ അമ്മയോ കൂട്ടുകാരോ ഇഷ്ടപ്പെടുന്നവരോ ആര് നിന്നാലും നമുക്കൊരു വെപ്രാളമാണ്. കാരണം ഡോപ്പമൈൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. നമ്മൾ ഒരുപാട് വാട്സപ്പും ഫേസ്ബുക്കും പ്ലാറ്റ്ഫോമുകളും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ആളുകളോടുള്ള റെസ്പോൺസ് നമുക്ക് കുറഞ്ഞു വരികയാണ്. അതുകൊണ്ടുള്ള പ്രശ്നം, നമുക്ക് ഡോപ്പമൈൻ മാത്രം മതി. ഇഷ്ടമുള്ള കാര്യം നടന്നാൽ മതി, കുറച്ചൊക്കെ സഹിക്കാം. പക്ഷെ എന്റെ ഇഷ്ടമൊന്നും അങ്ങനെ മാറ്റാൻ പറ്റുകയില്ല. എന്റെ ഇഷ്ടം അറിഞ്ഞ് എന്റെ കൂടെ കൂട്ടുകൂടിയാൽ മതി, എനിക്ക് അങ്ങനെ മാറ്റാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെ പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഡോപ്പമൈൻ ഇങ്ങനെ തിളച്ചു മറിയുന്നുണ്ട്. ഒരു ഡ്രഗ്സ് കഴിക്കുന്ന പോലെ സുഖം തരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂട്ടുകാരോട് മിണ്ടുന്നത്, പ്രണയിക്കുന്നത്, അധ്യാപകരോട് മിണ്ടുന്നത്. ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പിന്നെ നമുക്ക് അവരോട് വെറുപ്പാണ്, ദേഷ്യമാണ്. അധ്യാപകനായാലും കൊള്ളാം, അപ്പനായാലും കൊള്ളാം, അമ്മയായാലും കൊള്ളാം, കൂട്ടുകാരി ആണെങ്കിലും കൊള്ളാം. ഡോപ്പമൈൻ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. അവസാനത്തെ ഞാൻ പരിചയപ്പെടുത്തു. ഈ ഇടയ്ക്കത്തെ 2 ഞാൻ പിന്നെ പറഞ്ഞു തരാമേ. അവസാനത്തേത് എൻഡോഫ്രിൻ ആയിരുന്നു. എൻഡോഫ്രിൻ നിങ്ങൾക്ക് അറിയാം, എന്തെങ്കിലും ഒരു ബക്കറ്റ് വെള്ളവും കൊണ്ട് ബാത്റൂമിൽ പോയാൽ മതി, എൻഡോഫ്രിൻ ആയി.
സിമ്പിൾ ലാംഗ്വേജിൽ പറയാണ്, എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി ചെയ്താൽ ഈ എൻഡോഫ്രിൻ, ഈ ചെറിയ ന്യൂറോ കെമിക്കലായി. അതുകൊണ്ടാണ് പറയുന്നത് കുറച്ചൊക്കെ എക്സസൈസും നടപ്പും ഇരിപ്പും ഓട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ചില വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അത് സഹിക്കാനുള്ള ഒരു എബിലിറ്റി നമുക്ക് ഉണ്ടാവും. അല്പം സ്പോർട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു എബിലിറ്റി നമുക്ക് ഉണ്ടാവും. അപ്പൊ ഇതാണ് ഡോപ്പമൈനും എൻഡോഫ്രിനും. ഇനി ഈ അവസാനത്തെ രണ്ടെണ്ണം കിട്ടാനാണ്, ഈ ഇടയ്ക്കുള്ള രണ്ടെണ്ണം കിട്ടാനാണ് ഏറ്റവും പാട്. ഓക്സിറ്റോസിനും സെറട്ടോണിനും. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതൊരു സോഷ്യൽ ന്യൂറോ കെമിക്കലാണ്, സോഷ്യൽ ഹോർമോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരാൾ ഹഗ് ചെയ്യുമ്പോൾ, ഒരാൾ കൂടെ ഇരിക്കുമ്പോൾ, ഒരാൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ഒരു ന്യൂറോ കെമിക്കലാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. നമ്മുടെ കൂട്ടുകാരുടെ കൂടെ നമ്മൾ ഇരിക്കുമ്പോൾ, നമ്മളൊരു ചുറ്റുപാത്രത്തിൽ നിന്ന് ഫുഡ് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ന്യൂറോ കെമിക്കലാണ് ഓക്സിറ്റോസിൻ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ക്യാമ്പസിലേക്ക് തിരിച്ചു വന്ന് നമ്മുടെ കോവിഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറുമ്പോൾ നമ്മുടെ ക്ലാസ്സിലെ ടീച്ചേഴ്സിനെ സ്വന്തമാക്കിക്കൊണ്ട്, ഞാനത് വിശദീകരിക്കാമേ. ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഈ ന്യൂറോ കെമിക്കൽ ഉണ്ടല്ലോ, ഡോപ്പമൈൻ ഞാൻ പറഞ്ഞു, രണ്ടാമത്തേതാണ് ഓക്സിറ്റോസിൻ. ഈ ന്യൂറോ കെമിക്കല് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സന്തോഷം തരുന്ന ഒരു ന്യൂറോ കെമിക്കലാണ്. ദീർഘനാള്, ഡോപ്പമൈൻ പോലെ പെട്ടെന്ന് കിട്ടുന്ന സന്തോഷമല്ല, ദീർഘനാള് നിങ്ങളുടെ ജീവിതം മുഴുവൻ സന്തോഷമുള്ളതാവാൻ, തൃപ്തിയുള്ളതാവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ന്യൂറോ കെമിക്കലാണ് ഓക്സിറ്റോസിൻ. അത് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ക്ലാസ് നിങ്ങൾ സ്വന്തമാക്കണം. ലോകം നമുക്ക് പിന്നെ നന്നാക്കാം. ക്ലാസ്സിൽ 33 പേരുണ്ടെങ്കിൽ, 35 പേരുണ്ടെങ്കിൽ, ആ 35 പേരെയും ഈ 3 വർഷം കൊണ്ട് സ്വന്തമാക്കണം. സ്വന്തമാക്കുക എന്ന് വെച്ചാൽ അതിന് മറ്റു പല അർത്ഥമല്ല. എന്റേതാണ്, ആണാണേലും പെണ്ണാണേലും എന്റെ അധ്യാപകനാണേലും റെസ്പെക്റ്റോടുകൂടി, സ്നേഹത്തോടുകൂടി ആ ക്ലാസ്സിനെ സ്വന്തമാക്കണം. നമുക്ക് എല്ലാവർക്കും ലോകം നന്നാക്കാനും ലോകം വലുതാക്കാനും ലോകത്തെ മികച്ച ആളാകാനുമാണ് വെപ്രാളം. നിർമ്മല കോളേജിലെ നിങ്ങളുടെ ക്ലാസ് റൂം ഉണ്ടല്ലോ, ആ ക്ലാസ് റൂമിനെ എന്നെ സ്വന്തമാക്കണം. എനിക്കറിയാം ആ ടീച്ചേഴ്സിന് ഒത്തിരി കുറവുകളുണ്ട്. നമ്മൾ പറയുന്നതിന്റെ ഒക്കെ 7 അയൽവക്കത്ത് ചിലപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് എത്തില്ല, അപ്ഡേറ്റഡ് അല്ലായിരിക്കും. കാണാനുള്ള രൂപം, ഭാവം, പേഴ്സോണ ഇതൊന്നും നോക്കാതെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്, മലയാളം ഡിപ്പാർട്ട്മെന്റ്, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റിലെ നിങ്ങളുടെ ക്ലാസ്സും നിങ്ങളുടെ അധ്യാപകരെയും സ്വന്തമാക്കാൻ ത്രാണിയുണ്ടോ? അങ്ങനെയുള്ള ആളെ നോക്കി ഞാൻ പറയും നല്ല കിടിലൻ സ്റ്റുഡന്റ് ആണ്, നായകനാണ്, നായികയാണ്. ഓക്കെ, നിങ്ങൾ ലോകം നന്നാക്കണ്ട, ലോകം നമുക്ക് പിന്നെ നന്നാക്കാം, സമയമുണ്ടായിരുന്നു. ഈ 3 വർഷക്കാലം കൊണ്ട് ക്യാമ്പസ്, ക്ലാസ് റൂം സ്വന്തമാക്കിക്കൊണ്ട്, അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ്. 33 പേരേ ഉള്ളൂ ഒരു ക്ലാസ്. ഉദാഹരണം പറയാണ്, 33 പേരാണ് ഒരു ക്ലാസ്സിലുള്ളത്. ആ 33 പേരെയും അറിയണം. ഒരു കുടുംബത്തിൽ ആരൊക്കെയാണുള്ളത്, ആ കുടുംബത്തിൽ എത്ര പേരുണ്ട്, അവരെന്താണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നറിയണം. എന്തിനാ അറിയുന്നത്? മറ്റു കാര്യങ്ങൾക്കല്ല, സ്വന്തമാക്കാൻ. എന്റെ ക്ലാസ്സിൽ വിശപ്പ്, ബുദ്ധിമുട്ട്, പ്രയാസം അനുഭവിക്കുന്ന ഒരാൾ പോലും ഞാനുള്ളപ്പോ, ഞാൻ ജീവനോടുള്ളപ്പോ ഉണ്ടാവില്ല. എന്റെ ടീച്ചേഴ്സ് ഒരു ദിവസം പോലും വിഷമിച്ച് എന്റെ ക്ലാസ്സിലുണ്ടാവില്ല. അവരായിട്ടൊക്കെ എതിർപ്പൊക്കെ ഉണ്ടാവും, ചിലപ്പോ ആ എതിർപ്പുകൾ പറയുകയും ചെയ്യും. പക്ഷെ എന്റെ ടീച്ചേഴ്സും എന്റെ കൂടെയുള്ളവരും ഞാൻ ക്ലാസ്സിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും സങ്കടപ്പെടില്ല. അത് എന്റെ തീരുമാനമാണ്. അതാണ് ഞാനൊരു ക്യാമ്പസ് ഹീറോയിൽ കാണുന്ന ഏറ്റവും വലിയ വിശേഷം. ക്യാമ്പസിനെ, ക്ലാസ് റൂമിനെ സ്വന്തമാക്കാത്ത ക്യാമ്പസ് ലൈഫ് ചുമ്മാ ഷോയാണ്, വെറും ഷോ. നമുക്കറിയാം ബൈക്ക് ഓടിച്ച് ചെല്ലുന്നത്, ഓടുന്നത്, ചാടുന്നത്, ബഹളം വെക്കുന്നത് ഒക്കെ നമുക്ക് ഇഷ്ടമാണ്. ബട്ട് അതെല്ലാം ഡോപ്പമൈനാണ്. ഈ ഫസ്റ്റ് ന്യൂറോ കെമിക്കൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. ക്യാമ്പസ് സ്വന്തമാക്കണമെങ്കിൽ, ക്യാമ്പസ് നിങ്ങളെ ഓർത്തിരിക്കണമെങ്കിൽ, ആ അധ്യാപിക മരണം വരെ, അല്ലെ ആ അധ്യാപകൻ മരണം വരെ നിങ്ങളെ ഓർത്തിരിക്കണമെങ്കിൽ അതിന് ഓക്സിറ്റോസിൻ സെലിബ്രേറ്റ് ചെയ്യണം. ഈ രണ്ടാമത്തേത് കഴിയുമെങ്കിൽ, ഈ കോവിഡിന്റെ ഒക്കെ ഇഷ്യൂസ് ഒക്കെ മാറി നിങ്ങൾ ക്യാമ്പസിൽ വരുമ്പോൾ അധ്യാപകർ മാറി മാറി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരുമിച്ചിരുന്ന് ഒരു ചായ കുടിക്കുന്ന ഒരു സിറ്റുവേഷൻ, വിത്ത് കോവിഡ് പ്രോട്ടോകോളുകളെല്ലാം പാലിച്ചുകൊണ്ട് ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ക്ലാസ്സിലെ എല്ലാവരുടെയും കൂടെ ഒരു തവണയെങ്കിലും, ഒരു മീലെങ്കിലും ഒരുമിച്ച് കഴിച്ചിരിക്കണം. എല്ലാവരും വേണമെങ്കിൽ ഈ മാസത്തിൽ ഒരിക്കലും ഒന്ന് ആലോചിക്കാം. കോവിഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറിയിട്ട് ഉടനെ മാറും എന്ന പ്രതീക്ഷയോട് കൂടി ഞാൻ എല്ലാ ക്യാമ്പസിലും പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. പല ക്യാമ്പസിലും തുടങ്ങിയിട്ടുണ്ടത്.
മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കൽ പല കറികളും കൂട്ടാനുകളും ഒക്കെ പല വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് ആ ക്ലാസ് റൂം സ്വന്തമാക്കുന്ന, ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന, ചില ക്ലാസ് റൂമിൽ പ്രിൻസിപ്പൽമാർ പോലും ചെല്ലുന്ന സവിശേഷതകൾ അവരെന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ക്യാമ്പസിനെ, ക്ലാസ് റൂമിനെ സ്വന്തമാക്കിയാൻ പറ്റിയാൽ നിങ്ങളുടെ മുഖത്തേക്ക് കൈ ചൂണ്ടിട്ട് ഞാൻ പറയും, യു ആർ എ ക്യാമ്പസ് സ്റ്റാർ, സൂപ്പർ സ്റ്റാർ എന്ന് ഞാൻ വിളിക്കും. ഡോപ്പമൈൻ, പെട്ടെന്നുള്ള ആവേശം, പെട്ടെന്നുള്ള സന്തോഷം, അതിനധികം ആയുസില്ല. നമുക്ക് ദേഷ്യം വരും, വെപ്രാളം വരും, നമ്മുടെ പ്രണയം മോശമാവും, നമ്മുടെ അപ്പന്റെ അമ്മയോടുള്ള നമ്മുടെ പെരുമാറ്റം മാറും. പക്ഷെ ഓക്സിറ്റോസിൻ ഉണ്ടല്ലോ, ഓക്സിറ്റോസിൻ, രണ്ടാമത്തെ ന്യൂറോ കെമിക്കൽ, അത് സോഷ്യൽ ഹോർമോൺ എന്ന് അതിന് പറയും. ഈ പഠിപ്പിക്കുന്ന ടീച്ചർ ഉണ്ടല്ലോ, ഇന്ന് വെൽക്കം പറഞ്ഞ ടീച്ചർ എന്റെ സ്വന്തമാണ്, എന്റെ ഡിപ്പാർട്ട്മെന്റ് എന്റെ സ്വന്തമാണ്, എന്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും സ്വന്തമാണ്. അല്ലെ, സ്വന്തമാകുമ്പോൾ നമുക്ക് ഇക്കിളി തോന്നുകയില്ല, തൊടുമ്പോ, ഒരുമിച്ചിരിക്കുമ്പോ. എന്റേത് മാത്രമാണെന്നുള്ള വെപ്രാളം തോന്നില്ല. നിങ്ങളുടെ ക്യാമ്പസ് ലൈഫ് എന്ത് സുന്ദരമായിരിക്കും എന്നറിയാം. നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവരുടെയും സന്തോഷത്തോടെ ഞാനുണ്ടെങ്കിൽ, ആ ഒരു ഒറ്റ ആറ്റിറ്റ്യൂഡ് മതി. ഞാൻ ക്ലാസ്സിലുണ്ടെങ്കിൽ എന്റെ ക്ലാസ്സിൽ ഒരാൾക്കും ഫീസിന്റെ ബുദ്ധിമുട്ട്, ആഹാരം കഴിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് നമുക്ക് ലോകം നന്നാക്കിയാൽ മതി. നമുക്കെല്ലാം വെളിയിൽ പോയി ചാരിറ്റി ചെയ്യാനാ വെപ്രാളം. വെളിയിൽ പോയി ചാരിറ്റി ചെയ്യണം, വെളിയിൽ പോയി പ്രോഗ്രാം ചെയ്യണം. ക്ലാസ്സിലെ 33 പേരും 7 അധ്യാപകർ, ഒരു ഡിപ്പാർട്ട്മെന്റ് 7 അധ്യാപകർ ഉണ്ടെങ്കിൽ ഈ 7 അധ്യാപകരും, ആ 7 അധ്യാപകരുടെ കൂടെ ഈ 33 കൂട്ടുകാരും അവരുടെ ബർത്ത്ഡേ വരുമ്പോ, അവരുടെ കുടുംബത്തിലൊരു സന്തോഷം വരുമ്പോ, അത് ആ ഡിപ്പാർട്ട്മെന്റ്, ആ ക്ലാസ് ആഘോഷമാക്കണം. അത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിലും നേരിട്ടാണ്, ഓഫ്ലൈൻ ആണെങ്കിലും സ്വന്തമാക്കണം ഓക്സിറ്റോസിൻ. മൂന്നാമത്തേതാണ് സെറട്ടോണിൻ. സെറട്ടോണിൻ എന്ന് പറഞ്ഞാൽ നേച്ചറുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. മണ്ണിൽ ചെരുപ്പിടാതെ നടക്കുമ്പോൾ, ചെടികളെ തൊടുമ്പോൾ, വെള്ളത്തുള്ളികൾ ആസ്വദിക്കുമ്പോൾ, നെഞ്ചത്ത് വെയിൽ കൊള്ളുമ്പോൾ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ന്യൂറോ കെമിക്കലാണ് സെറട്ടോണിൻ. നമ്മളെല്ലാം യാത്ര ചെയ്യാറുണ്ട്, നിങ്ങൾക്കെല്ലാം യാത്ര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷെ പോകുന്നത് മുഴുവൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ നോക്കും, ഈ യാത്ര, ബൈക്കിൽ പോകുന്നത്, അത് ഇത്. നിങ്ങൾക്ക് ചുറ്റുമുള്ളത്, നിങ്ങളുടെ ക്യാമ്പസ് അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ പ്രകൃതിയെ കാണാൻ, ചിലയിടത്തിലെങ്കിലും മണ്ണിൽ ചവിട്ടി നടക്കാൻ, ചെടികളെ തൊടാൻ, മണ്ണിൽ കൈ അല്ലെങ്കിൽ മണ്ണെടുത്ത് കയ്യിൽ പിടിക്കാൻ, ക്യാമ്പസിന് ഒരു പൂന്തോട്ടം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കൃഷിത്തോട്ടം ഉണ്ടെങ്കിൽ, നെഞ്ചത്ത് വെയിൽ കൊള്ളുമ്പോൾ നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന ഒരു ന്യൂറോ കെമിക്കലാണ് സെറട്ടോണിൻ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കിടയിൽ, നമുക്കിടയിൽ കുറഞ്ഞു പോകുന്നതാണ് ഈ രണ്ടെണ്ണം. ഒന്നാമത്തേതും അവസാനത്തേതും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഫിറ്റ്നസ് ഒക്കെ നോക്കുന്നുണ്ട്, വയറ് ചാടിയോന്നൊക്കെ നോക്കും. നമുക്ക് ഡോപ്പമൈൻ, ഒന്നാമത്തേത് സന്തോഷം കിട്ടുന്ന പരിപാടി, അതിനെല്ലാം നമ്മൾ കടിയാ. നമ്മൾ ഫിറ്റ്നസ് നോക്കാറുണ്ട്. പക്ഷെ ഓക്സിറ്റോസിനും സെറട്ടോണിനും കൂടെയുള്ളവരെ നോക്കുന്ന, കൂടെയുള്ളവരെ അറിയുന്ന ക്യാമ്പസ് ഹീറോസ് ഉണ്ടാവണം, ക്യാമ്പസ് നായികമാരുണ്ടാവണം. നിങ്ങൾ എന്ത് മഹത്വം ചെയ്തു എന്നുള്ളതല്ല. ഒരു ഉദാഹരണം പറഞ്ഞ സ്കോളർഷിപ്പും ഫെലോഷിപ്പും ഒക്കെ കിട്ടി വലിയ മഹാനാണ്, മഹതിയാണ്. പക്ഷെ ക്യാമ്പസിലെ ക്ലാസ്സിലെ 33 പേരെ അറിയില്ല. സെക്യൂരിറ്റി ഗാർഡായിട്ട് നിൽക്കുന്ന ചേട്ടന്റെ പേരറിയില്ല. ക്ലാസ് റൂം തൂത്ത് തുടച്ചിടുന്ന ആ ചേട്ടന്റെ അല്ലെ ചേച്ചിയുടെ പേരറിയില്ല. അവരുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല. എന്ത് ക്യാമ്പസ് ലൈഫ് ആടോ, എന്ത് ക്യാമ്പസ് ലൈഫ് ആടോ. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ എന്റെ ബാച്ചില്, എന്റെ കോളേജില് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് പോയി. NSSന്റെ ക്ലാസ്സുകളിലോ ഓറിയന്റേഷൻ ക്ലാസ്സുകൾക്കൊക്കെ ഇപ്പൊ എന്നെ സ്ഥിരമായിട്ട് വിളിക്കുന്നുണ്ട്. ഒരിക്കൽ ഞാൻ ആദ്യമായിട്ട് ക്ലാസ് എടുക്കാനായിട്ട് ചെന്നു. ഒരു വലിയ ഓഡിറ്റോറിയമാണ്, കോട്ടയം നഗരത്തിലെ ബസേലിയസ് കോളേജിലാണ്. വലിയ ഓഡിറ്റോറിയത്തിൽ കഥ അടച്ചിട്ട് എല്ലാവർക്കും ക്ലാസ് എടുക്കാണ്. കുറച്ച് ആട്ടവും ചാട്ടവും ബഹളവും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ചാട്ടത്തിനും ഓട്ടത്തിനും ബഹളത്തിനും ഇടയില് എന്റെ ശബ്ദം മൈക്രോഫോണിലൂടെ വെളിയിൽ കേൾക്കാം. അപ്പൊ എന്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ എന്റെ കോളേജിൽ ശാന്ത ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ടായിരുന്നു. തൂത്ത് തുടച്ചിടുന്ന ഒരു ചേച്ചിയാണ്. ആ ചേച്ചി ക്ലാസ് കഴിയുന്നിടം വരെ വെളിയിൽ കാത്തിരുന്നു. എന്നിട്ട് മറ്റു കുട്ടികളിൽ നിന്ന് എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റു കുട്ടികൾ വഴി എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിൽപ്പുണ്ടെന്ന് സാറിനോടൊന്ന് പറയാമോ. ആ ചേച്ചി എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തു. ഒരുപാട് സന്തോഷമായി. എനിക്ക് അവരെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. ഞാൻ പണ്ട് ക്യാമ്പസിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരെനിക്ക് ചമ്മന്തി ഒക്കെ കൊണ്ടുതരുമായിരുന്നു. കല്ലേൽ അരച്ച ചമ്മന്തി ഒക്കെ കൊണ്ടുതരും.
ആ സൗഹൃദം ഞങ്ങൾ വീണ്ടും പുതുക്കി. എനിക്ക് വേണ്ടി എന്നെ പൂക്കളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്ന എന്റെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും ഒക്കെ വരവേൽക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാട്ടും സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് എന്റെ ക്യാമ്പസ് തൂത്തു തുടച്ചിരുന്ന ഞങ്ങളുടെ ശാന്ത ചേച്ചി എനിക്ക് ചമ്മന്തി കല്ലേൽ വെച്ച് അരച്ച് തന്ന ചമ്മന്തി കൊണ്ട് തന്ന ഒരു ചേച്ചി. ആ ചേച്ചി എന്റെ ക്ലാസ് കേട്ടിട്ട്, പുള്ളിക്കാരുടെ പണിയെല്ലാം കഴിഞ്ഞു, എന്നിട്ടും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക എന്നെ കാണാൻ. ഞാൻ അനുഭവിച്ച സന്തോഷം നിങ്ങളോട് ഡിസ്ക്രൈബ് ചെയ്താൽ മനസ്സിലാവുമോ? അത് സിനിമയെ കണ്ടാൽ ചിലപ്പോൾ നമുക്ക് വലിയ സന്തോഷമായിരിക്കും. നായകൻ വരുന്നു, നായകൻ ഒരു പാവപ്പെട്ട ആളുടെ അടുത്ത് ചെല്ലുന്നു, അല്ലെങ്കിൽ പണ്ട് കണ്ട ഒരാളെ തിരിച്ചു കാണുന്നു. സിനിമയെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സന്തോഷം, ഇങ്ങനത്തെ സന്തോഷം ക്രിയേറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 4 ന്യൂറോ കെമിക്കലുകൾ. അതിലെ രണ്ടാമത്തേതും മൂന്നാമത്തേതും ഓക്സിറ്റോസിനും സെറട്ടോണിനും. പ്രകൃതി അറിയുന്ന, ചുറ്റുമുള്ളവരെ അറിയുന്നവരായി മാറുമ്പോൾ നമ്മുടെ സെൽഫിലെ രണ്ടാമത്തെ ഘടകം സൂപ്പറാവും, ഇവാലുവേഷൻ. അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് എലിവേറ്റ് ആയിരുന്നു. 2 സ്കോളർഷിപ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു, ആപ്പിനെ പറ്റി നമ്മൾ സംസാരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇവാലുവേഷൻ എന്ന വാക്കിലേക്ക് ആവാം. ഇവാലുവേഷൻ, അതിൽ 4 വിരലുകൾ ഓർത്തിരുന്നാൽ മതി. 4 വിരലുകൾ. പ്രണയിക്കാൻ, നല്ല ബന്ധങ്ങൾ ഉണ്ടാവാൻ ആദ്യം ക്യാമ്പസിനെ സ്വന്തമാക്കണം. പ്രിൻസിപ്പൽ ആരാണോ ആ പ്രിൻസിപ്പലിന്റെ ജീവിതം എന്താണ്, അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ കുടുംബം എന്താണ്, നിങ്ങളുടെ കോളേജിലെ ഏറ്റവും ചെറിയ ജോലി ചെയ്യുന്ന ആള്, ആ ആളെയും കൂടി അറിയുന്ന ഒരാളാണ് ക്യാമ്പസിലെ താരം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ പ്രിൻസിപ്പളിനെ എത്രമേൽ ബഹുമാനിക്കുന്നു അത്ര തന്നെ ബഹുമാനം കൊടുക്കേണ്ട ആളാണ് നിങ്ങളുടെ ക്യാമ്പസ് തൂത്ത് തുടച്ചിടാൻ വരുന്ന ആള്. ചിലപ്പോൾ ചിലർ അതിനെ എതിർക്കുമായിരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയണമല്ലോ, എല്ലാവരെയും ഒരേപോലെ റെസ്പെക്ട് ചെയ്യാൻ നട്ടലുള്ള ക്യാമ്പസിലെ താരങ്ങളായിട്ട് നിങ്ങൾ വളരണം. ലോകം നമുക്ക് പിന്നെ നന്നാക്കാം. വിദ്യാഭ്യാസം നോക്കാതെ, നിറം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ, സെക്യൂരിറ്റി ഗാർഡിനെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ക്ലാസ് റൂം തൂത്ത് തുടച്ചിടുന്ന ആളിനെയും പ്രിൻസിപ്പളിനെയും ഒരേപോലെ ബഹുമാനിക്കാൻ അതിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നട്ടല് വേണം. സാർമാരെ കാണുമ്പോൾ നമ്മൾ ചാടി എഴുന്നേക്കും, പ്രിൻസിപ്പളിനെ കാണുമ്പോൾ നമ്മൾ ചാടി എഴുന്നേക്കും. പക്ഷെ എല്ലാ മനുഷ്യരെയും, ക്യാമ്പസിലുള്ള എല്ലാ മനുഷ്യരെയും ഒരേപോലെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും നല്ല സ്ട്രോങ് ആയിട്ടുള്ള നട്ടല് വേണം. എല്ലാ മനുഷ്യർക്കും നട്ടലുണ്ട്, നട്ടലില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നട്ടല് വേണമെങ്കിൽ നിങ്ങൾ എത്ര നല്ല സെൽഫി എടുത്താലും നിങ്ങളുടെ ക്യാമ്പസ് ലൈഫിന്റെ ഒരു എവാലുവേഷൻ ഉണ്ട്, സൂപ്പർബാണ്. ആ ക്യാമ്പസ് സ്വന്തമാക്കുന്നതിലൂടെയാണ്. അടുത്ത 3 വർഷക്കാലം ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഓഫ്ലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിലും എന്റെ കൂടെയുള്ളവർ എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്ന് ഞാൻ അറിഞ്ഞിരിക്കും. 33 പേരുണ്ട്, 35 പേരുണ്ട് ക്ലാസ്സിൽ. എനിക്ക് 7 ടീച്ചർമാരുണ്ട്. ക്ലാസ് റൂമിലെ കാര്യങ്ങൾക്ക് ഇടയിലും അവരെ ഒന്ന് പേഴ്സണലി അറിയാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, അതിനൊരു എഫേർട്ട് നിങ്ങൾ എടുത്താൽ, നിങ്ങളുടെ പേഴ്സണൽ കാലിബർ ഉണ്ടല്ലോ, ക്യാരക്ടർ ഉണ്ടല്ലോ, അത് നമുക്ക് തരുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. അതാണ് ക്യാമ്പസ് ഹീറോയുടെ സന്തോഷം, ക്യാമ്പസ് നായികയുടെ, ഹീറോയിന്റെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്യാമ്പസിനെ അല്ലെങ്കിൽ ക്യാമ്പസിലെ താരങ്ങളുടെ സന്തോഷം. നമുക്കെപ്പോഴും തെരുവ് നാടകം പുറത്ത് ചെയ്യാനും പുറത്ത് പോയി ചാരിറ്റി ചെയ്യാനും ഒക്കെ ഭയങ്കര വെപ്രാളമാണ്. അതൊരു പ്രോഗ്രാം ആണല്ലോ അല്ലെ? നമ്മുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ്, മലയാളം ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രോഗ്രാം ചെയ്തു. അതിനപ്പുറേ ഈ പറഞ്ഞതിന്റെ സുഖം അനുഭവിക്കണമെങ്കിൽ ഡു ഇറ്റ് ആൻഡ് ഫീൽ ഇറ്റ്. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ വളർച്ചയെ പറ്റി പറഞ്ഞു, ലോകം നമ്മളെ അറിയാനുള്ള സാധ്യതകളെ പറ്റി പറഞ്ഞു. ഇനി ഞാൻ എന്നെ അറിയേണ്ട സാധ്യതകൾ, ഇവാലുവേഷൻ. നോക്കി, ഒരു സെൽഫി നമ്മളെ പഠിപ്പിക്കുന്ന 2 സുന്ദരം കാര്യങ്ങൾ, ഇവാലുവേഷൻ. ഇതാണ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. 3ാമത്തെ കാര്യത്തിലേക്ക് ഞാൻ കടക്കാൻ പോവാണേ. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണെ. എലിവേറ്റ്, സെൽഫി എടുക്കുന്ന വിധം. ഇവാലുവേറ്റ്, അതിൽ ഞാൻ പ്രണയത്തെ പറ്റി, അധ്യാപകരോടുള്ള ബന്ധത്തെ പറ്റി, ക്ലാസ് സ്വന്തമാക്കുന്നതിനെ പറ്റി പറഞ്ഞു. 3ാമത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് എംപതി. 3ാമത്തെ വാക്ക് എംപതി. സൈക്കോഡ്രാമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഉപയോഗിക്കുന്ന, കാണുന്ന, അറിയുന്ന ഒരു വാക്കാണ് എംപതി. സിമ്പതി എന്താന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? പോട്ടെ, എത്ര പേർക്ക് എംപതി അറിയാം? എംപതിയുടെ അർത്ഥം എന്താണെന്ന് ഒന്ന് ചാറ്റിലിടാവോ? നോക്കട്ടെ എത്ര പേര് ഉറങ്ങി. എംപതി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ഒന്ന് ചാറ്റിലിടാവോ?
സോറി. ഒന്ന് ചാറ്റിലിടാമോ? പെട്ടെന്ന് ഫോൺ ഒന്ന് എടുത്തേ. To be in one situation and feel it. Yes. Yeah. Jitesh, ability to think. Gauri, putting yourself in another's position. Okay. Gauri. I'm waiting. I am waiting. Yes. Able to understand. Okay. Sahanubhuti. Abhimanyu. Yes. Understanding the feelings of others. Yes. Placing ourselves in the place of others. Yes. Akshay, to understand this. Understand and share others' feeling. Yes. VP. Okay. പോരട്ടെ, ഇത് പോരാ. 350ഓളം 343ഓളം പേരുണ്ട് ഇപ്പോഴും. ഷെയർ ഫീലിംഗ്സ് ടു അതേഴ്സ്. ഓക്കെ. Ability to understand. Yes. Share the feeling of others. Yes. Understanding more about ability to being in others' life circumstances and feeling them. Yes. Porte. Understanding others. Yes. Ashwati, yes. Lakshmi, understanding feelings of other fellow beings. Yes. Porte. അപ്പൊ എനിക്ക് സന്തോഷം തോന്നുന്നു നിങ്ങൾ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ഐ ആം ലവ്ഡ്. നിങ്ങൾക്ക് അറിവുണ്ടോ എന്നുള്ളതല്ല ഞാനിപ്പോ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഐ ഫീൽ ദാറ്റ് ഐ എം ഗെറ്റിംഗ് ലവ് ഫ്രം യു. അതുകൊണ്ടാണ് റെസ്പെക്ട് അതേഴ്സ് ഫീലിംഗ്സ്. To understand a person's feelings. Yes. Abhinav, understanding through experience. Yes. Very good. ചുരുക്കി പറഞ്ഞാൽ മറ്റൊരാളെ മനസ്സിലാക്കുക. Yes. Not just feel, but blending with the situation. Superb. I guess, Biju. Yes. Feel the pain. Compassion for others. Yes, compassion. എനിക്ക് ഇഷ്ടമുള്ള മറ്റൊരു വാക്കാണ്. നിങ്ങളുടെ അറിവല്ല ഞാനിവിടെ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളിങ്ങനെ മെസ്സേജ് ഇടുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സന്തോഷം. പിള്ളേർ എവിടെയോ ഇരുന്ന് ചാരി ഇരുന്ന് കസേരയിലിരുന്ന് സോഫയിൽ കിടന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്നെ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ടു ബി വെരി എന്താ പറയാ, ഹംബിൾ ആയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ്. ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ചാറ്റിൽ ഇടേണ്ടവരൊന്ന് പെട്ടെന്നിട്ടെ. വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം when I say empathy? ആ വേർഡിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? എംപതി എന്ന് വെച്ചാൽ എന്താണ്? Be brotherhood with others. Yeah, be in brotherhood with others. Ability to emotionally understand what other people feel. Able to understand. Ability to understand. Yes. എനിക്കറിയാം നിങ്ങൾക്ക് അത് അറിയാം. പക്ഷെ നിങ്ങളിങ്ങനെ ചാറ്റ് ചെയ്യുമ്പോഴേ നിങ്ങളുടെ ആ ക്ലിപ്പിൽ വരുന്ന ആ ഒരു ഇമേജ്, നിങ്ങളുടെ പേര്, അതെനിക്ക് എന്ത് സന്തോഷം തരുന്നുണ്ടെന്ന് അറിയാം. ടു ബി വെരി ഫ്രാങ്ക്, സത്യസന്ധമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാം. നിങ്ങളുടെ പല സമയത്ത് നിങ്ങൾക്ക് കേൾക്കുന്നത് തെറ്റിദ്ധരിപ്പിച്ച് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാം. But you are listening this, which makes me feel so happy. Kevin പറയുന്നു, it's ability to understand. Yes. The ability to share. Great to hear. Putting yourself in other situation. Yes. ഒരു 30 സെക്കൻഡ് കൂടെ ഞാൻ നോക്കട്ടെ ആരൊക്കെ വരുന്നു. Understanding feelings. Feeling mercy. Yes. Ability to understand and act accordingly. Be the lion and achieve your goals. Okay. Ability to understand. Okay. Ability to be one. Yes. Okay, perfect. അപ്പോ ഈ പറഞ്ഞ പോലെ നമ്മള് എബിലിറ്റി അല്ലെങ്കിൽ എംപതി എന്ന് പറഞ്ഞാൽ, സിമ്പതി എന്ന് വെച്ചാൽ എന്താണെന്ന് അതോ അതിന്റെ വ്യത്യാസം അറിയില്ല എന്നുണ്ടോ? ഒരു ഉദാഹരണം പറയാം. ഒരു കൊച്ചു കുഞ്ഞ് നിങ്ങൾ ക്ലാസ്സിലിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരുമിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു കൊച്ചു കുഞ്ഞ് ഓടി വന്നു, ഒരു പിങ്ക് ഫ്രോക്ക് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഫ്രോക്ക് ഒക്കെ ഇട്ട് ഒരു സ്നഗ്ഗി ഒക്കെ കെട്ടി, കൊച്ചു കുഞ്ഞ് ഓടി വന്ന് തറയിൽ വീണു. അപ്പൊ ആ കുഞ്ഞ് താഴെ വീണു. അപ്പൊ ചിലര് ചുറ്റുമുള്ളവർ അയ്യോ എന്നിങ്ങനെ ചൂണ്ടി കാണിക്കും. കൊച്ചു വീണു. അതിനെയാണ് സിമ്പതി എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ദൂരെ നിന്ന് ചൂണ്ടി കാണിക്കും, അയ്യോ കഷ്ടമായി പോയേ, അയ്യോടാ. അതിനെയാണ് ഈ സിമ്പതി എന്ന് പറയുന്നത്. എന്നാൽ എംപതി എന്ന് പറഞ്ഞാൽ ചില മനുഷ്യര് ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ അങ്ങ് എടുക്കും. അത് ആരുടെ ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അറിയത്ത് പോലും ഇല്ല, എന്നാലും ആ കുഞ്ഞിനെ പോയി എടുക്കും. ആ കുഞ്ഞിന്റെ കാലിലെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് അയ്യോ എന്നോ പറ്റി, നമ്മൾ കുറച്ച് ആക്ഷനൊക്കെ കാണിക്കാൻ തുടങ്ങും. കുഞ്ഞിനെ പോലെ പെരുമാറാൻ തുടങ്ങും. നമുക്ക് ചുറ്റും നോക്കും, ഇതിന്റെ പപ്പായും മമ്മിയും അച്ഛനമ്മ എവിടെയാണെന്ന് നോക്കും. ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ആ കുഞ്ഞിനെ സ്വന്തമാക്കുന്ന, ആ കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റുന്ന, ആ കുഞ്ഞിന്റെ വേദന മാറ്റുന്ന ഒരു എക്സ്പ്രഷൻ, ആ ഒരു ഇൻവോൾവ്മെന്റ്, അതിനെയാണ് എംപതി എന്ന് പറയുന്നത്. ഒരു വിദ്യാർത്ഥി കോളേജിൽ നിന്ന്, ക്യാമ്പസിൽ നിന്ന്
കോളേജ് ലൈഫിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു വാക്കാണ് എംപതി. അത് പഠിക്കാതെ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങിയാൽ എത്ര വലിയ ഡിഗ്രി കിട്ടിയാലും അറിയാലോ ബാക്കി. എംപതി എന്ന വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. സെൽഫി എടുത്തു, സൂപ്പർ സെൽഫി, കിടിലൻ ചുറ്റുപാട്, ഇവാലുവേഷൻ ഒക്കെ കിടിലൻ, സൂപ്പർ. സേവ് ചെയ്യാൻ സ്ഥലമില്ല, എന്ത് പ്രയോജനം? അതുകൊണ്ട് എംപതി എന്ന വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എംപതി 3 വാക്കുകൾ ഇമ്പോർട്ടന്റ് ആണ്, ബട്ട് സ്ലൈറ്റ്ലി ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൂടുതലുള്ള ഒരു സാധനമാണ്. സ്ലൈറ്റ്ലി അപ്പർ ഹാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു അപ്പർ ഹാൻഡ് ഉള്ള ഒരു വാക്കാണ് എംപതി. മറ്റുള്ളവരെ മനസ്സിലാക്കൽ മാത്രമല്ല, അതിനനുസരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പെരുമാറുക. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സാധാരണ നമ്മൾ ചാരിറ്റിയുടെ ഭാഗമായിട്ട് ചില ഓർഗനൈസേഷനിൽ പോയിട്ട് നമ്മൾ നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കും. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഒരിക്കൽ എൻ്റെ ഒരു കൂട്ടുകാരൻ, പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന ഓർഫൻഡ് ആയിട്ടുള്ള മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് 10-40ഓളം കുഞ്ഞുങ്ങളുണ്ട് അവിടെ. അവന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അവൻ അവിടെ ഒരു ആഗ്രഹം. നല്ല കാര്യം, സന്തോഷമുള്ള കാര്യം, എടുക്കാൻ, വെരി ഗുഡ്. അവനവിടെ ഒരു വലിയ കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവിടെ ചെന്നു. അവരുടെ കൂടെ സമയം ചെലവഴിച്ചു, കാര്യങ്ങളെല്ലാം ചെലവഴിച്ചു, സമയം ചെലവഴിച്ച് അവരുടെ കൂടെ കേക്ക് കട്ട് ചെയ്ത് കഴിച്ചു. അതിൽ ഒരു കൊച്ച് അവനോട് പറഞ്ഞു, എനിക്ക് വാനില കേക്ക് അല്ല, ചോക്ലേറ്റ് കേക്കാണ് ഇഷ്ടം. അപ്പൊ അവന് ഒരു നിമിഷത്തേക്ക് വല്ലാതായിപ്പോയി. കേട്ട ഞാനും വല്ലാതായിപ്പോയി. എന്താ സംഭവം അറിയാമോ? നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ളതാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, അല്ലേ? എനിക്ക് റെസ്പെക്ട് പറഞ്ഞാൽ അന്ന് മൂടുണ്ട്, കൊടുത്തു. ഈ ടീച്ചറിനെ എനിക്ക് ഇഷ്ടമാണ്, ആ ടീച്ചറിനെ എനിക്ക് ഇഷ്ടമല്ല, ഇന്നാളെ എനിക്ക് ഇഷ്ടമാണ്, അവനെ എനിക്ക് ഇഷ്ടമല്ല, അവനെ കണ്ടാൽ തന്നെ ഒരു കാര്യം നമ്മുടെ ഒരു സ്റ്റാൻഡേർഡിന് പറ്റുന്ന സാധനം. അപ്പൊ നമുക്ക് തോന്നുന്ന ചില ആളുകൾക്ക് മാത്രം നമ്മൾ ചില സാധനങ്ങൾ കൊടുക്കും. ഇപ്പൊ എന്റെ കൂട്ടുകാരൻ അവനൊരു വാനില കേക്കൊക്കെ വാങ്ങിച്ചു, ചാരിറ്റിയുടെ ഭാഗമായിട്ട്, അല്ലെ, ഉള്ളിൽ ഭയങ്കര ചാരിറ്റി ഒക്കെ തോന്നി. അവൻ 10-40 കുട്ടികൾക്ക് കേക്ക് കൊണ്ട് കൊടുത്തു. പക്ഷേ ഒരു നിമിഷം പോലും അവൻ ചിന്തിച്ചില്ല, ആ കൂട്ടത്തിൽ ചില കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റ് കേക്ക് ആയിരിക്കും ഇഷ്ടം, ചിലപ്പോൾ ഫ്രൂട്ട് കേക്ക് ആയിരിക്കും ഇഷ്ടം, വാനില കേക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അതൊന്നും ചോദിച്ചില്ല, അതൊന്നും അറിയാൻ ശ്രമിച്ചില്ല. പക്ഷെ ചാരിറ്റി ചെയ്യണം, ചാരിറ്റി ചെയ്യാൻ മുട്ടിയിരിക്കുകയാണ്. ചാരിറ്റി ചെയ്യണം എന്നുള്ള വെപ്രാളത്തിൽ കൊണ്ടുപോയി കേക്ക് കൊടുത്തു, എല്ലാവരെയും തീറ്റിച്ചു, ഇഷ്ടമില്ലാത്തവനെയും തീറ്റിച്ചു. അപ്പൊ അവിടെ ഉള്ളവർ പറയും, ചേട്ടായിക്ക് ഒരു നന്ദി പറഞ്ഞ് എല്ലാവരും കൂടെ ചേർന്ന്. അപ്പൊ ആ കുഞ്ഞുങ്ങളെല്ലാം കൂടെ നിറഞ്ഞു നിന്ന് കൈയടിക്കുന്നു, താങ്ക്സ് പറയും. ഇതിനെ സിമ്പതി എന്നാ പറയുന്നത്. എംപതി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരു ദിവസം മുമ്പേ ആ സ്ഥാപനത്തിൽ തന്നെ പോയി ഈ 40 കുഞ്ഞുങ്ങളെ ഒന്ന് അറിയുക, അവരുടെ ഇഷ്ടം എന്താണെന്ന് അറിയുക, ഏത് കേക്കാ അവർക്ക് ഇഷ്ടം, ചോക്ലേറ്റ് കേക്ക് എത്ര പേർക്ക് ഇഷ്ടമുണ്ട്, വാനില കേക്ക് എത്ര പേർക്ക് ഇഷ്ടമുണ്ട്, ആ കേക്കിന്റെ പടമൊക്കെ ഒന്ന് കാണിച്ച്, നാളെ ചേട്ടായുടെ ബർത്ത്ഡേ കേട്ടോ, ഞാൻ നാളെ നിങ്ങളുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്, ചേട്ടായിക്ക് എപ്പോഴും സമയമില്ലാത്തതുകൊണ്ടാണ് എപ്പോഴും വരാത്തെ, നാളെ ചേട്ടായിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ചേട്ടായിക്ക് ഒരു ഇഷ്ടം, നിങ്ങളുടെ കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം, മകൾക്ക് ഏത് കേക്കാ ഇഷ്ടം, ഞാൻ ഏതാ കൊണ്ടുവരണ്ടേ എന്ന് ഓരോ കുഞ്ഞിനോടും ചോദിച്ച് അറിഞ്ഞ് അടുത്ത ദിവസം അവരുടെ റിക്വയർമെന്റിനനുസരിച്ച് കേക്കുമായിട്ട് ചെന്ന് അവരുടെ കൂടെ ചെലവഴിക്കുന്നതിനെയാണ് എംപതി എന്ന് പറയുന്നത്. വ്യത്യാസം മനസ്സിലായോ? കുഞ്ഞ് താഴെ വീണ് കിടക്കും, നമ്മളിങ്ങനെ അയ്യോ എന്ന് പറയും, അത് സിമ്പതിയും. ഓടിച്ചെന്ന് എടുക്കുന്നതിന് എംപതി എന്ന് പറയാം. ഞാൻ വളരെ കുറച്ച് സമയം കൂടെ നിങ്ങളോട് സംസാരിക്കുകയുള്ളൂ. എംപതി എന്ന വാക്ക് എന്നെ ഒരുപാട് സ്വാധീനിച്ച വാക്ക്. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈ സാറ് കൊള്ളാം, നല്ല സ്വഭാവമുള്ള സാർ. അല്ല, ഞാൻ എന്റെ ഡിഗ്രി സമയത്ത് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അറിവില്ലായ്മ സംഭവിച്ചിട്ടുണ്ട്, കൂട്ടുകാരുമായിട്ട് പിണങ്ങിയിട്ടുണ്ട്, എംപതി ഇല്ലാതെ ജീവിച്ചിട്ടുണ്ട്. അത് ഇന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് ആ തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്തു തരുന്നത്. ഓരോ വ്യക്തികളും അവരാഗ്രഹിക്കുന്നത് അവർക്ക് കൊടുക്കേണ്ടത്, നമ്മൾ ആഗ്രഹിക്കുന്നതല്ല അവർക്ക് കൊടുക്കേണ്ടത്. വീണ്ടും 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവാണേ, ശ്രദ്ധിച്ച് കേട്ടോണം. എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് വിഷമിച്ച് കരഞ്ഞ് യാത്ര ചെയ്ത് എന്നെ തന്നെ ഞാൻ തല്ലി പഠിപ്പിച്ച 4 കാര്യങ്ങൾ: ലവ്, റെസ്പെക്ട്, ഹാപ്പിനെസ്, സ്ട്രെങ്ത്. ലവ്, റെസ്പെക്ട്, ഹാപ്പിനെസ്, സ്ട്രെങ്ത്. ഈ 4 കാര്യങ്ങൾ കൊടുക്കാനുള്ളതാണ്, വാങ്ങാനുള്ളതല്ല. ഇച്ചിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ, ഫിലോസഫിക്കൽ ഒന്നുമല്ല. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. ഞാൻ ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കൂടെ പറഞ്ഞുതരാം. ലവ്, റെസ്പെക്ട്, ഹാപ്പിനെസ്, സ്ട്രെങ്ത്. ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം, റെസ്പെക്ട് ആദരവ്, ഹാപ്പിനെസ് സന്തോഷം, സ്ട്രെങ്ത് ശക്തി. നമ്മുടെ മാതാപിതാക്കളോ അധ്യാപകരൊക്കെ ഒരുപക്ഷെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. ഇന്ന് ഞാനത് ബ്രേക്ക് ചെയ്യുക. റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സാധനം പെണ്ണിനാണേലും ആണിനാണേലും പ്രായമുള്ള ആൾക്കാണേലും പ്രായമില്ലാത്ത ആൾക്കാണേലും
ജോലിയുള്ള ആൾക്കാണേലും ജോലി ഇല്ലാത്ത ആൾക്കാണേലും ബ്രാൻഡഡ് വസ്ത്രങ്ങളും കാറും ഉപയോഗിക്കുന്ന ആളാണേലും നോർമൽ ഡ്രസ്സും നോർമൽ കാറുകളും ഒക്കെ ബ്രാൻഡ് അത്രമേൽ ബ്രാൻഡഡ് അല്ലാത്ത കാർ ഉപയോഗിക്കുന്ന ആളാണേലും എല്ലാവർക്കും ഒരുപോലെ കൊടുക്കേണ്ട, വാങ്ങേണ്ട സാധനമല്ല, കൊടുക്കേണ്ട സാധനമാണ് റെസ്പെക്ട്. ഓടി കാറി വന്നിറങ്ങുന്ന ആളെ നമ്മളിങ്ങനെ സൂക്ഷിച്ചു നോക്കും. ആരുടെ അത്? മാരുതി 800 വരുന്ന ആളെ നമുക്ക് വലിയ വിലയൊന്നുമില്ല. അപ്പൊ നമ്മൾ ആ കാറിന് അനുസരിച്ചാണ് ഒരാൾക്ക് റെസ്പെക്ട് കൊടുക്കുന്നത്. അങ്ങനെ ക്യാമ്പസിൽ പഠിച്ചിറങ്ങിയിട്ട് ഒരു പ്രയോജനമില്ല. അങ്ങനെ ഒരു ഡിഗ്രിക്കാർ ഈ സമൂഹത്തിൽ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. പണ്ടുള്ളവർ എന്തൊക്കെ തെറ്റ് ചെയ്തു അത് തന്നെ ചെയ്യാനായിട്ട് അടുത്ത ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഉണ്ടാക്കി റെഡിയാക്കി വിടുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഡിഗ്രിക്കാരനായതുകൊണ്ടോ പി ജിക്കാരനായതുകൊണ്ടോ വലിയ പ്രയോജനമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല സമൂഹത്തിന്, നിങ്ങൾക്കും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് അത് ഉണ്ടാവണമെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോണം. ലവ്, റെസ്പെക്ട്, ഹാപ്പിനെസ്, സ്ട്രെങ്ത്, ഈ 4 കാര്യങ്ങൾ പ്രണയിക്കുമ്പോൾ കൂട്ടുകാർക്ക്, അധ്യാപകർക്ക്, ജീവിക്കുന്ന ഇടങ്ങളിൽ കൊടുക്കാൻ പ്രാപ്തിയുള്ളവരാണ്, വാങ്ങാനല്ല. ഞാൻ ചെയ്തില്ലേ എന്നാ പിന്നെ നിനക്ക് എന്താ ചെയ്താലും, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ. എന്നൊക്കെ നമുക്ക് കൂട്ടുകൂടുമ്പോ പ്രണയിക്കുമ്പോ അധ്യാപകരോട്, ടീച്ചർ എന്നാലും എന്നെ മനസ്സിലായില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ട്. നിനക്ക് അറിയത്തില്ലേ എന്നെ, ഞാൻ ഇത് സ്നേഹം കൊണ്ടല്ലേ. ഇഫ് യു വോണ്ട് ടു ബി എ സ്റ്റാർ, ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോഴേ, ഞാൻ അതിന്റെ കംപ്ലീറ്റ് ആണെന്നല്ല പറയുന്നത്. എന്നെ നിങ്ങൾ റെസ്പെക്ട് ചെയ്താലും ഇല്ലേലും എനിക്ക് വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് നിങ്ങളുടെ റെസ്പെക്ട് വേണമെന്നൊന്നുമില്ല. കിട്ടിയ സന്തോഷം, അത്രേ ഉള്ളൂ. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവിടെയാണ് ഒരാൾ ഡെവലപ്ഡ് ആവുന്നത്, ഏബിൾ ആവുന്നത്, എനേബിൾഡ് ആവുന്നത്. ലവ്, റെസ്പെക്ട്, ഹാപ്പിനെസ്, സ്ട്രെങ്ത്, ഇത് കൊടുക്കുന്ന മനുഷ്യരായിട്ട് നിങ്ങൾ മാറണം. നിങ്ങൾ എവിടെ ജീവിക്കുന്നു, നിങ്ങൾ വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ എന്റെ മോൻ വീട്ടിലുള്ളപ്പോൾ വീട്ടിലൊരു അനക്കമുണ്ട്, ഒരു സന്തോഷമുണ്ട് എന്ന് അപ്പം പറയണം, അമ്മ പറയണം. അവർ കുറ്റം കുറവുള്ളവരായിരിക്കും, അത് അവരുടെ കാര്യം, അവരുടെ ലൈഫ്. ബട്ട് വെൻ കംസ് ടു യുവർ ലൈഫ്, എന്റെ ലൈഫ്, എന്റെ കൂട്ടുകാരുടെ കൂടെ, പ്രവീണിന്റെ കൂടെ കുറച്ച് സമയം ഇരുന്നുണ്ടല്ലോ, ആ ഒരു വർഷത്തേക്കുള്ള എനർജിയായി. പ്രവീണിന്റെ കൂടെ ജോലി ചെയ്യുന്നത് അതൊരു സൂപ്പർ സംഭവമാണ്. പുള്ളി ഒരു കിടിലൻ പോസിറ്റീവ് ആളാണ്. ലവ്, റെസ്പെക്ട്, ഹാപ്പിനെസ്, സ്ട്രെങ്ത്, ഇത് കൊടുക്കാൻ ത്രാണിയുള്ളവരായിട്ട് നിങ്ങൾ മാറണം. പ്രണയിക്കുമ്പോൾ അപ്പനും അമ്മയ്ക്കും കൂട്ടുകാർക്ക്, ക്യാമ്പസിൽ ഇത് ഇങ്ങോട്ട് വേണം. എല്ലാവരും എന്നെ റെസ്പെക്ട് ചെയ്യണം. അന്നേരം നമ്മൾ ഷോ കാണിക്കാൻ തുടങ്ങും, നമ്മൾ വലിയ ആളാണെന്ന് ഭാവിക്കാൻ തുടങ്ങും. വെറുതെ ഭാവമേ ഉള്ളൂ. ഇന്ന് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാമിൽ ഞാൻ നിങ്ങൾക്ക് എന്റെ ഫിലോസഫി തരിക. ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് ഏറെ അഭിമാനത്തോടെ പറയാൻ പറ്റും, ഞാൻ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കഴിഞ്ഞ 8 വർഷം. അതിന് മുമ്പ് ഞാൻ ഇതുപോലെ ആയിരുന്നു എന്നല്ല അവകാശപ്പെടുന്നത് കേട്ടോ, ഒരുപാട് കുറവുകൾ എനിക്കുണ്ട്. ബട്ട് നൗ ഐ എം വെരി ഹാപ്പി ദാറ്റ് ലവ്, റെസ്പെക്ട്, ഹാപ്പിനെസ് ആൻഡ് സ്ട്രെങ്ത്, ഇത് 4ഉം കൊടുക്കാൻ ത്രാണിയുള്ളവരായിട്ട് വളരണം. അവിടെയാണ് നിങ്ങളുടെ ക്യാമ്പസ് ലൈഫ് കംപ്ലീറ്റ് ആവുന്നത്. ആലോചിച്ച് നോക്കിയേ, ഞാൻ നിങ്ങളോട് എലിവേറ്റ് എന്ന വാക്ക് പറഞ്ഞു, ഇവാലുവേറ്റ് എന്ന വാക്ക് പറഞ്ഞു, എംപതി എന്ന വാക്ക് പറഞ്ഞു. ഒരു മനുഷ്യൻ എന്ന രീതിയിൽ, ഒരു സ്റ്റുഡന്റ് എന്ന രീതിയിൽ ക്യാമ്പസിൽ എങ്ങനെയാവണം ഒരു മനുഷ്യൻ എന്നത് ഒരുപക്ഷെ ഇതിനേക്കാൾ ഡീപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. എന്റെ ഫിലോസഫി ഞാൻ നിങ്ങൾക്ക് തന്നു. ഫിലോസഫി മാത്രമല്ല, നിങ്ങളുടെ വളർച്ചയ്ക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ, ഒരു കൂട്ടുകാരനോ, നിങ്ങൾ എന്നെ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ റെസ്പെക്ട് ചെയ്യണമെന്ന് എനിക്കില്ല. എനിക്ക് ആ റെസ്പെക്ടിന്റെ ആവശ്യമില്ല. കാരണം ഐ നോ വാട്ട് ഐ ആം. ഈ എബിലിറ്റി എനിക്ക് തന്ന ഇടമാണ് ബെസേലിയസ് കോളേജ്. ഞാൻ ഡിഗ്രി പഠിച്ച എന്റെ ബെസേലിയസ് കോളേജ്, ഞാൻ പഠിച്ച എന്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പോണ്ടിച്ചേരി, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലോയോല കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ് ട്രിവാൻഡ്രം. എന്റെ ക്യാമ്പസ് ലൈഫിൽ ഞാൻ അനുഭവിച്ച സന്തോഷം ഞാൻ നിങ്ങൾക്ക് തരിക. ഇതിനെയാണ് ഞാൻ വളരെ എക്സ്പ്രസീവ് ആണ്. ഞാൻ എന്റെ മുഖത്ത് പല ഭാവങ്ങളും എക്സ്പ്രഷൻസും തരും. ഞാൻ എന്റെ ഹൃദയമാണ് ഇന്ന് ഇൻഡക്ഷൻ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് തന്നത്. ഇങ്ങനൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പുവരും. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന പ്രഗത്ഭരായിട്ടുള്ള എന്നെക്കാട്ടി കഴിവുള്ള മനുഷ്യർ നിങ്ങളുടെ മുമ്പിൽ വരും. ഞാൻ അതിൽ ഏറ്റവും ചെറിയ ആളാണ്. പക്ഷേ ഇന്ന് ഞാൻ തന്ന ഒരു മനസ്സുണ്ടല്ലോ, തോട്ട് പ്രോസസ് ഉണ്ടല്ലോ, സെൽഫി വഴി, അത് ക്യാമ്പസിൽ കളയരുത്. അടുത്ത 3 വർഷക്കാലം നിങ്ങൾ ജീവിക്കുന്ന ഇടത്ത് മറ്റുള്ളവർക്ക് സന്തോഷമായിട്ട് മാറും. ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും മാത്രം ചെയ്യാതെ സ്കോളർഷിപ്പുകൾ, ഫെലോഷിപ്പുകൾ ഉന്നം വെക്കണം. ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാനൊന്ന് അവസാനിപ്പിക്കാം. ബുള്ളറ്റ് യാത്ര ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. പക്ഷെ എനിക്കൊരു ബുള്ളറ്റ് വാങ്ങിച്ചു തരാനുള്ള ശേഷിയും ബലവും ഒന്നും എന്റെ അപ്പനില്ല.
കുറെ നാളുകൾക്ക് ശേഷം കോമൺവെൽത്ത് ഫെലോഷിപ്പ് ഒക്കെ വാങ്ങി ഒരു ബുള്ളറ്റ് വാങ്ങി. ആ ഫെലോഷിപ്പിൽ പാകിസ്ഥാനിലും മാൽദീവ്സിലും ശ്രീലങ്കയിലും ഒക്കെ പോയി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ എല്ലാം പോയി. കോമൺവെൽത്തിന്റെ സ്പെല്ലിംഗ് പോലും എന്റെ അപ്പനും അമ്മയ്ക്ക് അറിയില്ല, ശരിക്കും എഴുതാൻ പറഞ്ഞു. ഈ രാജ്യങ്ങളെല്ലാം പോയി. മറ്റുള്ളവരുടെ ഒക്കെ എന്താ പറയാ ഔദാര്യം കൊണ്ട്, എന്റെ കഴിവുകൊണ്ടല്ല, കഴിവുള്ള പലരും എങ്ങും എത്താതെ പോയിട്ടുണ്ട്. നല്ല കഴിവുള്ളവരാണ്, പക്ഷെ എങ്ങും എത്തിയിട്ടില്ല. ഞാൻ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള മനുഷ്യൻ. മണിച്ചിത്രത്താഴ് കാണുന്ന സമയത്ത് മോഹൻലാലിനെ പറ്റി തിലകൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, 10 തലയാ ഇവന്, ലോക പ്രശസ്തമായ എത്രയാ 2 പ്രബന്ധങ്ങൾ ഇവന്റെ പേരില. അന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ആരെങ്കിലും വേറൊരാള് എന്നെ പറ്റിയും ഇങ്ങനെ പറയണം. ഇന്ന് എന്റെ പേരിൽ 16 ഇന്റർനാഷണൽ പബ്ലിക്കേഷൻസ് ഉണ്ട്. പലയിടങ്ങളിലെ അവാർഡുകള്, കാര്യങ്ങള്, 2000-ൽ പരം ക്ലാസ്സുകൾ പലയിടങ്ങളിലായിട്ട്. ഇന്ത്യയിൽ 1600-700 ക്ലാസ്സുകളോളം സൈക്കോ ഡ്രാമ ചെയ്യുന്നു. ഇതൊക്കെ എനിക്ക് മറ്റുള്ളവർ ഔദാര്യമായിട്ട് തന്നതാണ്. When you feel thankful, അതും കൂടി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. When you feel thankful, ലോകത്തിൽ ഒന്നിലും നിങ്ങളുടെ സമാധാനത്തെ, സന്തോഷത്തെ തകർക്കാൻ പറ്റില്ല. നിങ്ങൾ ജീവിക്കുന്ന എല്ലായിടത്തും രാജാവായിട്ട് തന്നെ ജീവിക്കും. അതും കൂടി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഐ എം സോ ഹാപ്പി ബിക്കോസ് ഓഫ് മൈ ക്യാമ്പസ് ലൈഫ്. എന്റെ ഡിഗ്രി സമയത്തൊക്കെ എന്റെ കൂട്ടുകാരുമായിട്ടൊക്കെ വഴക്കിട്ടിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വഴക്കുണ്ടായിട്ടുണ്ട്, PG ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ബട്ട് വെൻ ഐ സീ മൈസെൽഫ് നൗ, എന്റെ ക്യാമ്പസ് ലൈഫ് ഉണ്ടല്ലോ, എന്നെ എന്റെ ക്യാമ്പസിന് അറിയാം. ഞാനവിടെ ജീവിച്ച ആളാണ്. സെക്യൂരിറ്റി ഗാർഡ് മുതൽ തറതൂത്ത് ഇടച്ചെന്ന ചേച്ചി മുതൽ കോളേജിലെ പ്രിൻസിപ്പൾ വരെ അറിയുന്ന ആളായിട്ട് തന്നെയാണ് ജീവിച്ചത്. അത് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ആ പോസിബിലിറ്റി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യണം. അതിൽ നിന്ന് കാണുന്ന ഫെലോഷിപ്പുകൾ, സ്കോളർഷിപ്പുകൾ. സാറേ എന്തെങ്കിലും ഫെലോഷിപ്പ് ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കരുത്. ഞാനിരുന്ന് കുത്തിയിരുന്ന് നിങ്ങൾക്ക് വേണ്ടി നോക്കണം, അല്ല. നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഞാനുമായിട്ട് ഷെയർ ചെയ്യണം. വാട്സപ്പിൽ വോയിസ് നോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഏത് സമയത്തും ഗ്രൂപ്പായിട്ട്, ക്ലാസ് ആയിട്ട് ജോയിൻ ചെയ്ത് വേണമെങ്കിൽ എന്നോട് കണക്റ്റഡ് ആവാം. ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ വാസ് അറ്റ് നിർമ്മല. ഈ ഇത്രയും കുട്ടികൾ, 300-ൽ പരം കുട്ടികളോട് സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടി. ഐ എം സോ ഹാപ്പി. ഐ എം സോ ഹാപ്പി ദാറ്റ് ഇത്രയും പേരെ എനിക്കിപ്പോ അറിയാം. ആ സ്നേഹം, ആ ഇന്റഗ്രിറ്റി, ആ സന്തോഷം, ആ ആത്മാർത്ഥത, ആ ഫിലോസഫി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അതാണ് ഞാൻ ഇന്നത്തെ ഇത്രയും സമയം ചെയ്യാൻ ആഗ്രഹിച്ചത്. ചുമ്മാ വന്ന് ടൈം ടേബിൾ വേണം, അത് വേണം, ഇത് വേണം, ചാടണം, ഓടണം, മിടുക്കരാവണം എന്ന് പറയാതെ ഞാൻ എന്താ പറയാ, എന്റെ ഹൃദയമാണ് നിങ്ങൾക്ക് തന്നത്. ഞാൻ കുട്ടികളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും അത് തന്നെയാണ് കൊടുക്കാറുള്ളത്. സോ ഐ ഹോപ്പ് ഇതൊരു എൻലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കും നിങ്ങളുടെ മാനസിക വർഷത്തിനും നിങ്ങളുടെ ക്യാമ്പസ് ലൈഫിനും വേണ്ടുന്ന കാര്യങ്ങളാണ് തരാനായിട്ട് ആഗ്രഹിച്ചത്. നിങ്ങളുടെ സ്നേഹത്തിന്, സന്തോഷത്തിന്, നിങ്ങളെന്നെ കൂടെ കൂട്ടിയതിന് നന്ദി പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞൊരു ട്രെയിനറാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടുന്ന ചെറിയ ഹെൽപ്പുകളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എങ്ങനെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ പങ്കാളിയാവണം, എങ്ങനെ ഒരു എന്താ പറയാ ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യണം, നിങ്ങളുടെ നിർമ്മലയിലെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെയും കൂടി ആഡ് ചെയ്യാം. അതല്ല, എന്നേക്കാൾ പ്രാഗൽഭ്യമുള്ളവരാണ് നിങ്ങളുടെ അധ്യാപകരെല്ലാവരും. ഞാൻ ഈ പറഞ്ഞു തന്നതൊക്കെ ഒന്ന് ഉപയോഗിച്ച് ക്യാമ്പസ് ലൈഫ് സൂപ്പർബാക്കുക. അടുത്ത 3 വർഷം നിങ്ങളുടെ സന്തോഷങ്ങളുടെ ദിവസമാണ്. ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ക്ലാസ്സിനെ സ്വന്തമാക്കുക. സെൽഫി മറക്കാതിരിക്കുക. എലിവേറ്റ്, ഫെലോഷിപ്പ്, സ്കോളർഷിപ്സ്, വളർച്ച, ഇവാലുവേറ്റ്, ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോഫ്രിൻ, സ്നേഹത്തിന്, ബന്ധങ്ങൾക്ക്. അവസാനത്തെ വാക്ക് എംപതി, ലവ്, റെസ്പെക്ട്, ഹാപ്പിനെസ്, സ്ട്രെങ്ത്. ഇത് 4 വാങ്ങാനുള്ളതല്ല, കൊടുക്കാനുള്ളതാണ്. ജീവിക്കുന്ന എല്ലായിടത്തും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. നിങ്ങൾ ഒരു സന്തോഷമായിട്ട് മാറുക. എന്നെ ഇതിലേക്ക് വിളിച്ച നിർമ്മല കോളേജിലെ എല്ലാ അധ്യാപകർക്ക്, എനിക്ക് വേണ്ടി സ്വാഗതം പറഞ്ഞ അധ്യാപകന്, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടീച്ചറിന്, നിങ്ങളുടെ ക്യാമ്പസിൽ നിന്നാണ് എനിക്ക് ഒരു 5-10 തവണ റിമൈൻഡർ കിട്ടി, സാറേ നാളെയാണ് നാളെയാണ് നാളെയാണ്. ആ ടീച്ചറിന്റെ ആത്മാർത്ഥതയ്ക്ക് എല്ലാത്തിനും നന്ദി പറയുന്നു. എന്നെ കൂടെ കൂട്ടിയതിന് നന്ദി. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അറിയാം. ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളും ഈ ചാറ്റിൽ ഒന്ന് ഇട്ടോളാം. താങ്ക് യു. ഞാൻ അച്ഛനെ കാണുന്നുണ്ട്. അച്ഛാ, താങ്ക് യു ഫോർ ബീങ് ദയർ. ടീച്ചേഴ്സ്, താങ്ക് യു ഫോർ ബീങ് ദയർ, ലിസ്ണിംഗ് ടു മീ. മേ ബി എന്തുമാത്രം പെയിൻ എടുത്തിട്ടുണ്ടാവും അറിയാം. ഓഫ്ലൈൻ ആണെങ്കിലും അധ്യാപനെ വിളിക്കുക, കണക്ട് ചെയ്യുക, പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുക.
ആ അധ്യാപകർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. കൂടെ ഉണ്ടായിരുന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി പറഞ്ഞ് നിർത്തുന്നു. ചോദ്യങ്ങളുണ്ടെങ്കിൽ ആവാം. If you have questions, you can put them in the chat box. Certainly, it was a very interactive, a very enlightening session. So I'm sure you will have to ask some questions or maybe some clarifications. Please do. ഓക്കെ, ആപ്ലിക്കേഷൻസ് എന്താണെന്ന് ഒന്നുകൂടെ ചോദിച്ചിട്ടുണ്ട്. ഞാനത് ഒന്നുകൂടെ പറയാം. ഞാനത് ചാറ്റിൽ വിടുന്നുണ്ട്. യൂത്ത് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതാണ്. യൂത്ത് ഓപ്പർച്യൂണിറ്റീസ് 1. രണ്ടാമത്തേത് OYA എന്ന് സെർച്ച് ചെയ്താൽ മതി. അതിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടും 2 ഓക്കെ, അത് രണ്ടും ഞാൻ ഇവിടെ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. എന്റെ പ്രയോറിറ്റി നിങ്ങളുടെ ക്യാരക്ടർ ഫോർമേഷൻ ആയിരുന്നു. ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എഡ്യൂക്കേഷണൽ മേഖലയിൽ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് അതിനെ പറ്റി അറിയിക്കുക, നിങ്ങളുടെ ക്യാമ്പസ് ലൈഫിൽ നിങ്ങളെ ഒന്ന് ഓറിയന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതാണ് ഞാനൊരു ടോട്ടാലിറ്റി ചെയ്യാൻ ശ്രമിച്ചത്. ഞാൻ ഇതിനെല്ലാം സ്പെസിഫിക് ആയിട്ട് ട്രെയിനിങ് ചെയ്യുന്ന ഒരാളാണ്. സോ യു ക്യാൻ കണക്ട് ടു മീ ത്രൂ യുവർ ഡിപ്പാർട്ട്മെന്റ് ഓൾസോ, സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് മോർ ഇൻഫർമേഷൻ, പർട്ടിക്കുലർ ഇൻഫർമേഷൻ ഇഫ് യു വാണ്ട് ഇൻ ഫ്യൂച്ചർ. അല്ലാതെ നിങ്ങൾക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ ഞാൻ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. 2 ആപ്ലിക്കേഷൻസും ഞാൻ ചാറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. യെസ്, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് എനിക്ക് വേണ്ടി നിങ്ങളുടെ ശബ്ദം തരികയാണെങ്കിൽ, നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ ഫീഡ്ബാക്ക് തരികയാണെങ്കിൽ എനിക്ക് എന്ത് സന്തോഷമായിരിക്കും എന്ന് അറിയാമോ? നിങ്ങളുടെ അധ്യാപകർക്ക് എന്ത് സന്തോഷമായിരിക്കും എന്ന് അറിയാമോ? You can unmute your audio and ask questions now instead of maybe putting it in the chat box. You can give your feedback as well if you don't have any questions. യെസ്, ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരാം. ചാറ്റ് ബോക്സ് പറഞ്ഞു. യെസ്, എൻ്റെ പേര് വിഷ്ണുപ്രിയ ഉത്തമൻ. ഞാൻ BSc സുവോളജി ആണ് പഠിക്കുന്നത്. സാറിന്റെ ക്ലാസ് വളരെ ഡിഫറെന്റ് ആയിരുന്നു. ബാക്കിയുള്ളതിനേക്കാളൊക്കെ കുറച്ചും കൂടെ എൻഗേജിങ് ആയിട്ടൊക്കെ തോന്നി. പിന്നെ നല്ല നല്ല ഇൻഫോർമേഷൻസ് ഒക്കെ പറഞ്ഞു തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഡിയർ, താങ്ക് യു, താങ്ക് യു. താങ്ക് യു. ഹലോ സർ. യെസ് സർ, എൻ്റെ പേര് സന ഷംസുദ്ദീൻ. ഞാനും സുവോളജി ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്. ആദ്യമായി തന്നെ താങ്ക് യു സോ മച്ച്. ഇപ്പം കുറച്ച് വിഷ്ണുപ്രിയ പറഞ്ഞ പോലെ വളരെ എൻഗേജിങ് ആയിരുന്നു, ഡിഫറെന്റ് ആയിരുന്നു ക്ലാസ്. നല്ലൊരു ഇൻഡക്ഷൻ പ്രോഗ്രാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ, കുറച്ച് മുമ്പ് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു, 2 ആപ്പുകൾ. അതിൽ രണ്ടാമത്തെ ആപ്പിന്റെ പേരൊന്നുകൂടെ പറയാമോ? അത് എനിക്ക് കിട്ടിയില്ല. OYA എന്ന് സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ആദ്യത്തെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ താഴെ കുറച്ച് സജഷൻസ് കാണിക്കും. ആ സജഷൻസിൽ 1, 2, 3 മൂന്നാമതായിട്ടോ മറ്റോ ആണ് കിടക്കുന്നത് കേട്ടോ. ഓക്കെ സർ, ഓക്കെ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. OYA എന്നാണ്. രണ്ടാമത്തെ OYA എന്നാണ്. ഓന്ന് മാത്രമായിരിക്കും ആ ആപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന ഐക്കൺ. ഓക്കെ സർ. ഒരു റെഡ് കളർ ആണോ സർ? Red color, exactly. Okay sir, thank you. Kitty. So happy that you are downloading it right now. So happy. Thank you sir. Okay sir. Thank you for the class. It was really engaging and interesting. Yes, yes. സർ, ഞാൻ അഭിജിത്ത് ബാബു, ബോട്ടണി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. വളരെ ഒരു നല്ല ക്ലാസ് ആയിരുന്നു. കൂടുതൽ മറ്റ് ക്ലാസ് കേൾക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വെറൈറ്റി ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. കൂടുതൽ കാര്യങ്ങളെ പറ്റി സാറ് പറഞ്ഞു തന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോ ഇങ്ങനത്തെ ഒത്തിരി സ്കോളർഷിപ്സും ഫെലോഷിപ്സും ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഇപ്പോ സാറ് പറഞ്ഞത് മനസ്സിലായി. താങ്ക് യു. താങ്ക് യു സർ. യെസ് അഭിജിത്ത്, യെസ്. ഈ ക്ലാസ് പൂർണ്ണമാവുന്നത് നിങ്ങൾ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുമ്പോഴാണ്. ഒരുപാട് പേര് വരും, ക്ലാസ് എടുക്കും, പോവും. ബട്ട് ഇത് മനസ്സിലിട്ട്, അതുകൊണ്ടാണ് ഞാൻ സെൽഫി എന്നുള്ള രീതിയിൽ ഇതിനെ കംപ്രസ് ചെയ്ത് പറഞ്ഞത്. ഇതിനി ഉപയോഗിക്കണം. നമ്മൾ ക്ലാസ് നല്ലതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ക്ലാസ് സംഭവിച്ചു കഴിഞ്ഞു. ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം, അടുത്ത വർഷം അടുത്ത ഇൻഡക്ഷൻ പ്രോഗ്രാം ഉണ്ടാവും. അതിനെക്കാട്ടി ഉപരി ഫോം ഗ്രൂപ്പ്സ്, എനിക്കൊരു സ്കോളർഷിപ്പിന് ട്രൈ ചെയ്യണം എന്നൊക്കെ ആഗ്രഹത്തോടു കൂടിയെങ്കിലും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക. ടീച്ചേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യുക. ഐ ക്യാൻ ഓൾസോ ഹെൽപ്പ് യു. താങ്ക് യു അഭിജിത്ത്.
താങ്ക് യു സർ. ഹലോ സർ, എന്റെ നെയിം Yes. സെൽവ സുബിനി. അപ്പോ Yes. നമ്മുടെ മീറ്റിന്റെ നെയിം പോലെ തന്നെ റെഡി സെറ്റ് സെൽഫി, ഒരു വെറൈറ്റി നെയിം, വെറൈറ്റി മീറ്റ്. ശരിക്കും പറഞ്ഞാൽ ലൈക്ക് നമ്മൾ ഇന്ററാക്റ്റീവ് അല്ലെങ്കിലും ലൈക്ക് ദ എക്സാമ്പിൾസ് വിച്ച് യു ഗേവ് ലൈക്ക് വി കുഡ് റിലേറ്റ് ഇറ്റ്. Like as you said, for empathy, sympathy and all those were like very interactive and engaging sections. I really love this section. So thank you Yes. so much, sir. Thank you. And that is what exactly psychodrama is. ശബ്ദത്തിലൂടെ നമ്മുടെ എക്സ്പ്രഷൻസിലൂടെ, ഞാൻ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കാൻ കൂടെ പറഞ്ഞത്, എക്സ്പ്രഷൻസിലൂടെ മനസ്സിലേക്ക് കയറാൻ ശ്രമിക്കലാണ് ഈ സൈക്കോഡ്രാമ എന്നൊക്കെ പറയുന്നത്. ആക്ഷൻസിലൂടെ, എക്സ്പ്രഷൻസിലൂടെ. നമ്മൾ നേരിട്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി വിപുലമായിട്ട് നമുക്ക് ചെയ്യാമായിരുന്നു. ബട്ട് ഐ വെരി ഹാപ്പി ദാറ്റ് യു ഫൈൻഡ് ഇറ്റ് ആസ് വെരി എൻഗേജിങ്. കാരണം ഞാൻ ഇടയ്ക്ക് ഇന്ററാക്ഷന് പോയാൽ 300ഓളം പേരുണ്ട്. അത് കുറേ നേരം അതങ്ങനെ അങ്ങ് പോകും. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ റെസ്ട്രിക്ട് ചെയ്തത്. എന്നാൽ എനിക്ക് ഒരുപാട് ഇന്ററാക്റ്റീവ് ആവുന്ന ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എന്നെ ഒന്ന് കഷ്ടപ്പെടുത്തിച്ച് ഇച്ചിരി എക്സ്പ്രഷൻസിലൂടെയൊക്കെ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അത് ഇന്ററാക്റ്റീവ് ആയി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. Thank you so much, sir. താങ്ക് യു സാൽവ. Hi sir. Yes. Hi sir. I am Abhimanyu PV. അഭിമന്യു. Yes. ശരിക്കും സൂപ്പർ ക്ലാസ് ആണ് സാർ. നൈസ് ക്ലാസ്. ശരിക്കും ഇഷ്ടപ്പെട്ടു. ഓൺലൈൻ ആയിരുന്നെങ്കിലും ശരിക്കും ഇവിടെ ഒന്ന് ഫീൽ ചെയ്യണ പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല നൈസ് ആണ് സാർ. താങ്ക്സ് സാർ. Right. So happy. Abhimanyu, thank you. താങ്ക് യു സാർ. ഹായ് സർ. Yes. ഹായ് സർ, ഞാൻ ശരണ്യ, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. Yes. സാധാരണ എല്ലാവരും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എല്ലാവരും എന്താ പറയാ, സാധാരണ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ പോവുക, ആ ഒരു രീതിയിൽ അവരുടേതായ സ്റ്റൈലിൽ പോവുക ചെയ്യാം. പക്ഷെ സാറ് ഞങ്ങളെ കുട്ടികളിൽ നിന്ന് തന്നെ മോട്ടിവേറ്റ് ചെയ്തപ്പോൾ അത് കൂടുതലായിട്ട് ഞങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. എല്ലാവരും അവരും ഇങ്ങനെ നിന്നിട്ട് സ്റ്റാൻഡ് ബൈ മൈക്കിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എല്ലാവരും അങ്ങനെ ഇങ്ങനെ വെള്ളം തുറന്നു വിട്ട പോലെ പറയുക ചെയ്യാറ്. പക്ഷെ സാറ് ഞങ്ങളായി തന്നെ നിന്ന് കൂടുതലായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. അതാണ് ഞങ്ങൾക്ക് ഒരു പ്രചോദനമാണ് മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ സാധാരണ എല്ലാവരും സ്പീച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് ബോറടിയാണ്. എല്ലാവരും വേറെ എന്തെങ്കിലും സംസാരിക്കാൻ പോവാ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോവാ, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പക്ഷെ സാറ് പറയുമ്പോൾ നമുക്കത് എന്താ ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് മാറാൻ തോന്നുന്നില്ല. അതിൽ കൂടുതലായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് സർ. അത്രേ Thank you, പറയാനുള്ളൂ. dear. Thank you, Sharanya. Thank you, sir. Thank you so much. Anything നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു. Or any other feedback, ഒന്നോ രണ്ടോ പേരുടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. Sir, my name is Tom. I'm Yes. from Commerce Department. I really enjoyed your class really much. Thank you, Tom. Thank you. Happy that you enjoyed. It was a good session too, sir. Thank you, dear. Thank you. സാർ, ഈ ഒരു പ്രൊഫഷൻ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? എന്റെ ക്യാമ്പസ് ലൈഫ് തന്നെയാണ്. കാരണം അവിടെയാണ് എനിക്കൊരു ജോയ് ജോസഫ് എന്ന് പറഞ്ഞൊരു സാർ ഉണ്ടായിരുന്നു ബെസേലിയസ് കോളേജിൽ. +1 +2 ഒക്കെ നല്ല തടി ഉണ്ടായിരുന്നു. 97 കിലോളം ഭാരം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെതായ ഒരു അപകർഷബോധം എനിക്കുണ്ട്. എന്റെ മൂക്ക് വളഞ്ഞിട്ടാണ്. ഞാനൊരു പ്രീമച്ചർ ബേബി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ മമ്മിക്കും പപ്പായ്ക്കും പോലും ഞാൻ സംസാരിക്കുന്നൊക്കെ ഒരുപാട് ലേറ്റ് ആയപ്പോ ഇതങ്ങനെ ഗുണപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളൊരു തോന്നിയ പല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ പല ഇന്ററാക്ഷൻ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാൻ സാധിച്ചത് എന്റെ ക്യാമ്പസ് ലൈഫിലൂടെയാണ്. ഞാനിത് ക്യാമ്പസ് പ്രോഗ്രാം ആയതുകൊണ്ട് പറയല്ല. എന്റെ ബെസേലിയസ് കോളേജ്, എന്റെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, എന്റെ ലോയോള കോളേജ്, അവിടുന്നാണ് എനിക്ക് ഒരു ഡയറക്ഷൻ കിട്ടിയത്. ദാറ്റ് ഐ ഷുഡ് ബി ഫോക്കസിങ് മോർ ഓൺ എക്സ്പ്രഷൻസ്, തിയേറ്റർ, സോഷ്യൽ വർക്ക്, ട്രാവൽ, ഇതിലേക്കൊക്കെ എത്തിപ്പെടാൻ എന്നെ അനുഗ്രഹിച്ചത് ക്യാമ്പസ് ലൈഫ് തന്നെയാണ്. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു. Okay. Thank you, dear students, for that endless number of quick responses. So we shall now get back, and we know 1.5 hours just flew by. My words have proved right as well, because we had a perfect finish from a man who touched upon the soul of this seemingly plain but catchword selfie, and selfie being the soul of the campus. Though we had to wait all these 4 days to reach this day to listen to him, the wait was worth it. Because though Mr. Praveen is done, I'm sure our students are not, because when you have such an engaging session, even on a public holiday as this, you never want it to end. We learned and laughed a lot.
personally, what struck me the most was the way he started off his session, asking all of us to focus on him, just him. And I personally believe it requires great confidence in oneself to say to the world to look at him, to focus on him, because he knows what he speaks. When many advise us to fly high, this person reminded us that rooting back to earth is more important than roaring high in the air. No wonder this man has garnered tons of fans over these few years and keeps moving the length and breadth of the country. Dear sir, we only wish you success and good health to move on, because these times need you. And specifically when you refer to that distortion, I mean, I'm sorry if that is the right word, but mooka valannadanennu sir vannappo, I was reminded of Tristram Shandy, and I'm sure you know Tristram Shandy well because you had your graduation from English. But novel is never complete, or fiction is never complete without a discussion on Tristram Shandy. So one can never forget Tristram Shandy and the distortion on his nose. So thank you so much, sir, for this very engaging session. And as I said, the country needs you, and these times, the hard times, surely needs you. So it is our greatest pleasure to have you, and certainly we assure you students that we surely bring this one person on our campus offline. We'll have an offline session real soon when you are here on the campus.